السلام عليكم ورحمة الله. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മോസ്റ്റ് വെൽക്കം ടു മൈ പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ചിങ് ക്ലാസ്. പുതിയൊരു ബാച്ച് അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ജാനുവരി 2026 ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു വർഷം മുമ്പ് രണ്ട് മൂന്ന് ബാച്ചുകൾ നമ്മൾ നടത്തിയിരുന്നു. പിന്നെ ഒരു ബാച്ച് നടത്താൻ മാത്രം ആളില്ലാത്തതുകൊണ്ട് ഞാൻ ബാച്ച് ആക്കിയിട്ടില്ല. അതേ സമയത്ത് പ്രൈവറ്റ് കോച്ചിങ്ങൾ നടന്നിരുന്നു. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാ. നമ്മളെ മെസ്സേജ് സ്റ്റാർട്ടിങ് മെസ്സേജ് നോളജ് ഈസ് ദ റിയൽ സൊല്യൂഷൻ ഫോർ എനി പ്രോബ്ലം ഓർ അഡ്വേഴ്സിറ്റി. അറിവാണ് എന്തൊരു പ്രശ്നത്തിനും എന്തൊരു പ്രശ്നത്തിനും എന്തൊരു പ്രോബ്ലത്തിനും എന്തൊരു പ്രതിസന്ധിക്കും പരിഹാരം അറിവാണ് എന്നതാണ്. നോളജ് ഈസ് ദ റിയൽ സൊല്യൂഷൻ ഫോർ എനി പ്രോബ്ലം ഓർ അഡ്വേഴ്സിറ്റി. അതോടൊപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, യെസ്, ഞാൻ അധികവും ഉദ്ധരിക്കാറുള്ളത് അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹത്തെ കേട്ട് പരിചയമുള്ളവരായിരിക്കാം. ഏകദേശം അറബിക് കലണ്ടർ ഹിജറി 708 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ്. കാരണം അദ്ദേഹത്തിനെ കോട്ട് ചെയ്യാനുള്ള കാരണം ഇന്ന് പറയുന്ന ഒരുപാട് സൈക്കോളജിക്കൽ പാരാസൈക്കോളജിക്കൽ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയുകയാണ്. എന്തിനാ നമ്മളെ ഇന്റൻഷൻ, നമ്മളെ നീയത്ത്, നമ്മളെ ഇതിന്റെ ഉദ്ദേശം ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, സീക്ക് നോളജ്, അറിവ് തേടൂ, ബിക്കോസ് ഇറ്റ്സ് എ വേർഷിപ്പ്. ഇതൊരു ആരാധനയാണ്. അറിവിലൂടെയാണ് എന്തും വില, അതിന്റെ മൂല്യം വരുന്നത്. ആൻഡ് നോയിങ് ഇറ്റ് മേക്സ് യു മോർ ഗോഡ് ഫിയറിങ്. അത് അറിവ് കൂടുന്തോറും ദൈവ ഭയം, ഭക്തി ഉണ്ടാവും. ദൈവഭക്തി എന്നാണ്, ഭയം എന്നല്ല. ഭക്തി കൂടും. റിസർച്ചിങ് ഫോർ ജിഹാദ്, അതൊരു പരിശ്രമമാണ് അതിനു വേണ്ടി ശ്രമിക്കുന്നത്. ടീച്ചിങ് ഇറ്റ് ഫോർ ദോസ് ഹു ഡു നോട്ട് നോ ഇസ് എ ചാരിറ്റി. അറിയാത്തവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് വലിയൊരു ചാരിറ്റിയാണ്, ഒരു ധർമ്മമാണ്. ആൻഡ് റിവ്യൂയിങ് ഇറ്റ് ആൻഡ് ലേണിംഗ് ഇറ്റ്സ് മോർ ഇസ് എ ലൈക്ക് എ തസ്ബീഹ്. അതൊരു റിമെമ്പറൻസ് ആണ്, തസ്ബീഹാണ് അത് കൂടുതൽ പഠിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ ഈ വാക്കാണ് ഞാൻ എല്ലാം ഉദ്ധരിക്കാറുള്ളത്. മറ്റൊരു പേഴ്സണാലിറ്റി ഞാൻ ഇതിന്റെ വിഷയത്തിൽ ഉദ്ധരിക്കുന്നത്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഫിസിക്സിലെ വളരെ ഒരു 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 ലോകത്തറിയപ്പെടുന്ന സയന്റിസ്റ്റും. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഇല്ലെങ്കിൽ മെനി ഓഫ് ഇന്നത്തെ നമ്മുടെ ഈ അഡ്വാൻസ്മെന്റ് ഒന്നും ഇല്ല. അദ്ദേഹത്തിന്റെ വാക്ക്, വൺസ് യു സ്റ്റോപ്പ് ലേണിംഗ് യു സ്റ്റാർട്ട് ഡൈയിങ്. നിങ്ങൾ പഠനം എന്ന് നിർത്തിയോ അന്ന് നിങ്ങൾ മരിക്കാൻ തുടങ്ങിയത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഏറെക്കുറെ ഞാൻ എൻ്റെ ഇതിലെല്ലാം ഉദ്ധരിക്കാൻ പോകുന്നത്. മതപരമായ വിഷയങ്ങൾ ഞാൻ ഉദ്ധരിക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ ഉദ്ധരിക്കും. സയൻസ് ഉദ്ധരിക്കുമ്പോൾ ഞാൻ ആൽബർട്ട് ഐൻസ്റ്റീനെ ഉദ്ധരിക്കും. അതുപോലെ മറ്റൊന്ന് കാൾ ജൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്. അദ്ദേഹം ഡീപ്പ് സൈക്കോളജി, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി, ഡീപ്പ് സൈക്കോളജി എല്ലാം കൈകാര്യം ചെയ്ത വളരെ വലിയ ഒരു ഒരു സൈക്കോളജിസ്റ്റാണ്, ലോകം അറിയപ്പെട്ട. ഇന്നത്തെ സൈക്കോളജിയുടെ ഒരുപാട് വശങ്ങൾ അദ്ദേഹം സംസാരിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് കോട്ട് ഒക്കെയാണ് ഞാൻ ഉദ്ധരിക്കുക. അതോടൊപ്പം തീർച്ചയായിട്ടും അവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിലും ഞാൻ ഉദ്ധരിക്കാറുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മിക്കാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെയാണ്. എന്നെ പ്രയാസപ്പെട്ട് പഠിപ്പിച്ച, അക്ഷരം പഠിപ്പിച്ച, അല്ലെങ്കിൽ എന്നെ എന്റെ ചിറകായി വർക്ക് ചെയ്ത, 3 വർഷം തികയുന്നു ഫെബ്രുവരി 13 വന്നാൽ, 12-ാം തീയതി വന്നാൽ 3 വർഷമായി എൻ്റെ ഫാദർ മരിച്ചിട്ട്. ആ ഫാദറിനെ, അദ്ദേഹം മരിക്കുക എന്നതിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് വായിക്കുന്ന ന്യൂസ് പേപ്പറാണ്. പഠനം, വായിക്കുക എന്ന അദ്ദേഹത്തിന്റെ അതൊരു ത്രില്ലായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ എപ്പോഴും, ഞാൻ ഇന്നും കൂടെ ഒരു ക്ലബിൽ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താണ്, നിങ്ങൾക്ക് സമ്പത്തിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്ത് മക്കളാണ്. സമ്പത്തിൽ വെച്ച് നിങ്ങൾക്ക് സമ്പാദിക്കാനുണ്ടോ, അത് നിങ്ങൾ മക്കളിൽ സമ്പാദിക്കുക. മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം, മക്കൾക്ക് കൊടുക്കുന്ന സംസ്കാരം, മക്കൾക്ക് കൊടുക്കുന്ന മൂല്യങ്ങൾ, അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്നാണ് എൻ്റെ പിതാവ് ഉടനീളം പറഞ്ഞതും ചെയ്തതും. അത് തന്നെയാണ് നമ്മുടെ ലൈഫ് കോച്ചിങ്ങിന്റെ ഒരു ബേസ്. മാത്രമല്ല, റീപാരന്റിങ് ഓർ പാരന്റിങ് എന്നതിന്റെ വിഷയം അതാണ്. എനിവേ, ഞാൻ ഈ ഇവരൊക്കെ ഉദ്ധരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹം എന്നെ പഠിപ്പിച്ച, എനിക്ക് വേണ്ടി ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാത്തിനും
അദ്ദേഹത്തിന് അതിൻ്റെതായിട്ട് തക്കതായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു ആയത്ത് ഞാൻ ഉദ്ധരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു സൂറത്ത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന. ഈ ഇത് ഈ ഈ ഈ പരിപാടിയിൽ നോൺ മുസ്ലിംസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നും ഇതിലില്ല. അതേ സമയത്ത് ഇറ്റ്സ് എ ജനറൽ മോസ്റ്റ്ലി മുസ്ലിംസ് ആയതുകൊണ്ട് ഞാൻ അത് ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതും ആർക്കും ആരുടെയും ബേസ് ആയിട്ടുള്ള സംഗതികളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്താണ്, മനപ്പാടമുള്ള സുഹൃത്താണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാവരും നഷ്ടത്തിലാണ്, എല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന, അവരൊഴികെ, ആമനു, വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മം ചെയ്തവർ, വതവാസൗ ബിൽ ഹഖി, മീൻസ് സത്യം കൊണ്ട് പ്രബോധനം നടത്തിയവർ, സത്യം കൊണ്ട് ജനങ്ങളോട് നന്മ ചെയ്തവർ, വതവാസൗ ബിൽ ഹഖി, ക്ഷമ കൊണ്ടും. ഈ 4 ക്വാളിഫിക്കേഷൻ ഇതാണ്. ദിസ് ഇസ് ദ ബേസിസ് ഫോർ അവർ ഓഫ് സക്സസ് ഇൻ ദിസ് വേൾഡ് ആൻഡ്, ഈ ലോകത്തും അടുത്ത ലോകത്തും ഏത് ലോകത്തും ആരുടെയും വിശ്വാസിയുടെയും അല്ലാത്തവന്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയത്തിന്റെ രഹസ്യം ഇതല്ല. അപ്പൊ ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ വിശ്വാസികളിലെ പെടുള്ളൂ. നോ, ആമനു മീൻസ് വിശ്വസിക്കുന്നവർ. ആ വിശ്വാസം എന്ത് എന്നതിനനുസരിച്ചിരിക്കും. പക്ഷെ വിശ്വസിക്കുക എന്നുള്ളതാണ്, അവരുടെ വിശ്വാസമാണ് മെയിൻ. അതുകൊണ്ട് ഏത് മതവിശ്വാസികളായിരുന്നാലും ഇതിന്റെ പിന്നിലുണ്ടാകുന്ന റിയാലിറ്റി, വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും നന്മ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയും ക്ഷമ കൊണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചു പോവുകയും ചെയ്യാം. ആൻഡ് ദിസ് ഇസ് എ ടോട്ടൽ സ്കീം ഓഫ് എ പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ചിങ്. നമ്മുടെ കോച്ചിങ്ങിന്റെ ടോട്ടൽ സിലബസ് ഇതാണ് വാസ്തവത്തിൽ. ഓക്കെ, ബിസ്മില്ലാ. ലൈഫ് ലോങ് ലേണിംഗ്, ഇതാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ പഠിക്കുക. കോഴ്സും കോളേജും ഒന്നും വേണമെന്നല്ലേ പറയുന്നത്, പക്ഷെ പഠനം നിർത്താൻ പാടില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്ത് ഇഖ്റ, വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ പറഞ്ഞതിന്റെ അർത്ഥം ഭാഷാർത്ഥം വായിക്കുക എന്നാണ്. എന്നാൽ ഭാഷാർത്ഥമാണോ? പ്രായോഗികമായിട്ട് അല്ല. വായിക്കുക എന്ന അർത്ഥമാണെങ്കിൽ ഈ പ്രവാചകൻ മരണം വരെ വായിച്ചിട്ടില്ല, പ്രവാചകൻ വായിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ കൽപ്പന നടപ്പാക്കിയില്ല എന്നർത്ഥം. നോ, ലേണിംഗ്, പഠിക്കുക എന്നാണ്. എങ്കിൽ മരണം വരെ ആ പ്രവാചകൻ പഠിച്ചു. അതുകൊണ്ട് ലൈഫ് ലോങ് ലേണിംഗ്. ആൻഡ് നോർമലി ഇബ്നു തൈമിയ്യ നമ്മൾ ഉദ്ധരിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ എല്ലാ നമ്മൾ സംസാരിക്കാറുള്ള എല്ലാ വിഷയത്തിലും അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒതന്റിക് ബുക്കുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നു. വേണ്ടവർക്ക് അത് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കാൻ. അതേ ആശയം എഴുതിയ പുതിയ ബുക്കുകളുണ്ട്. ഇപ്പോൾ ഡോക്ടർ സി കെ രാമചന്ദ്രൻ എഴുതിയ എ ഡോക്ടേഴ്സ് മൈൻഡ്സ്കേപ്പ്, അതുപോലെ നോർമൻ കസിൻ എഴുതിയ പുസ്തകം, എഡ്വാർഡ് ജി ബ്രൗൺ എഴുതിയ പുസ്തകം, അതുപോലെ വില്യം ബൈനോം എഴുതിയ പുസ്തകം, അതുപോലെ എർമെനി പെറഹോ എഴുതിയ പുസ്തകം, ആൻഡ് അതുപോലെ ദ സയൻസ് ഓഫ് സ്പിരിറ്റ് പൊസിഷൻ, അതുപോലെ ബ്രൂസ് ലിപ്റ്റൺ എഴുതിയ പുസ്തകം. അപ്പോ അതേ ആശയത്തിൽ എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ മുസ്ലിങ്ങളും അല്ലാത്തതായിട്ടൊക്കെ ഞാൻ അവലംബിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, ഇതിനു വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് വാട്ട് ഈസ് പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് ഓർ ലൈഫ് കോച്ചിങ്? ആളുകൾ ചോദിക്കും, എന്താ ഇപ്പൊ ഈ ലൈഫ് കോച്ചിങ്, പേഴ്സണൽ, ഇതൊന്നും ഇപ്പൊ മുമ്പ് കേട്ടിട്ടില്ലല്ലോ, ഇപ്പൊ പുതിയ കുറെ സംഗതി ഇറങ്ങിയതാണല്ലോ ആളുകൾ. അതിനുള്ള ആൻസർ എന്താന്ന്, എന്തുകൊണ്ട് ലൈഫ് കോച്ചിങ് എന്ന് വിശദീകരിച്ചാൽ മതി. എന്തുകൊണ്ട് ലൈഫ് കോച്ചിങ്, എന്തുകൊണ്ടാണ് കോച്ചിങ് കൊടുക്കേണ്ടത്? പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ്. ഒന്ന്, ഞാൻ ചോദ്യം, ഡു വി ഹാവ് എ ഒതന്റിക് പേഴ്സണാലിറ്റി? നമുക്കൊരു ആധികാരികമായ വ്യക്തിത്വം ഉണ്ടോ? ആൻഡ് ശരിക്കൊരു ആധികാരികമായ വ്യക്തിത്വം ഉണ്ടോ? അതോ ആരിൽ നിന്നൊക്കെയാണ് ഈ വ്യക്തിത്വം നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഞാൻ പറയാം, ഉമ്മ, ഉപ്പ, പിന്നെ ഉമ്മാന്റെ വീട്ടിലുണ്ടാകും വല്യപ്പയും വല്യമ്മയും, ഉപ്പാന്റെ വീട്ടിലുണ്ടാകും വല്യപ്പയും വല്യമ്മയും, പിന്നെ അമ്മാവൻ, എളാപ്പ, മൂത്താപ്പ, ഇങ്ങനെ കുറെ ആളുകൾ. ദാറ്റ് മീൻസ് ബന്ധുക്കൾ. ഇവരിൽ നിന്ന് എല്ലാവരും ഒരേ രീതിയിലുള്ള ക്വാളിഫിക്കേഷനോ എഡ്യൂക്കേഷനോ ഉണ്ടോ? അല്ല. പലരും ചിലർ 3ാം ക്ലാസ് തോറ്റതായിരിക്കും, ചിലർ പാസ്സായിരിക്കും, ചിലർ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവും, ഡിഗ്രി ഹോൾഡേഴ്സ് ഉണ്ടാവും. പലരിൽ നിന്നുമായിട്ട്, പല വ്യക്തികളിൽ നിന്നുമാണ് ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ പേഴ്സണാലിറ്റി പഠിക്കുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞിന് വ്യക്തമായ പേഴ്സണാലിറ്റി ഇല്ല എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കുന്ന പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയോ? ആ കുഞ്ഞുങ്ങളെ ഫെയിൽ ആകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാ. ഒന്നാമത്തെ പേഴ്സണാലിറ്റി, ഉമ്മാന്റെ കുട്ടി നല്ല കുട്ടിയാവണം കേട്ടോ, ഉമ്മാന്റെ കുട്ടി എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം കേട്ടോ. ഒന്ന്, എല്ലാവരും നല്ല പറയുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഇൻ ദ സൊസൈറ്റി. ആ കുട്ടിക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവില്ല, അവന്റേതായിട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ടാവില്ല. ഈ എല്ലാവരും നല്ലത് ഇങ്ങനെ പറയുമ്പോൾ ആ കുട്ടി അനുസരിച്ച് ചെയ്തു പോകും. മറ്റൊന്ന്, നമ്മൾ എന്ത് സഹിച്ചാലും വേണ്ടില്ല, ഒന്നും മറ്റുള്ള ആളുകളോട് ഒന്നും മറുത്ത് പറയരുത്, എതിർത്ത് പറയരുത്, അവരെ വിഷമിപ്പിക്കരുത്, അവരെ കരയിപ്പിക്കരുത്. അവർക്ക് നമ്മളിൽ നിന്നൊന്നും, നമ്മൾ എന്ത് സഹിച്ചാലും വേണ്ടില്ല.
ദിസ് ഇസ് അനദർ മണ്ടത്തരാണ്. മറ്റൊന്ന്, നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവം ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് ഒരുപാട് അതിനപ്പുറത്തേക്ക് നോക്കാം. ഞങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ട് നീ പഠിക്കണം. ഞങ്ങൾ എത്താത്തയിടത്ത് നീ എത്തണം കേട്ടോ. ഇതിന്റെ അർത്ഥം എന്താ? ഈ പാരന്റ്സിന്റെ ഫ്രസ്ട്രേഷൻ മക്കളിലൂടെ നടപ്പാക്കുക എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ഈ പാരന്റ്സിന്റെ പഠിക്കാൻ പറ്റിയില്ല, പള്ളി പഠിച്ചില്ല എന്ന ഫ്രസ്ട്രേഷൻ, മോഹഭംഗം, അവരുടെ നിരാശ മക്കളിലൂടെ നടപ്പാക്കുകയാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ശരീരത്തിന്റെ പ്രായപൂർത്തിയും മനസ്സിന്റെ പക്വതയും ആകുമ്പോഴേക്ക് ആ കുഞ്ഞിന് ഒരു വ്യക്തിത്വം ഉണ്ടാവുന്നില്ല. ഇങ്ങനെ പലരാലും പലത് കേട്ട് അവരുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് കുഞ്ഞ് ജീവിച്ചു വരുന്ന സമയത്ത് നല്ല കുട്ടിയായിട്ട് വരും. പിന്നെ ഈ കുട്ടിക്ക് സ്വന്തമായ പക്വതയും പ്രായപൂർത്തിയും എത്തുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? സോറി, വെർ ഈസ് മൈ പേഴ്സണാലിറ്റി? ആ കുട്ടി എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങുന്നത്, കാണാൻ തുടങ്ങുന്നത്, അറിയാൻ തുടങ്ങുന്നത്, അന്വേഷിക്കാൻ തുടങ്ങുന്നത്? അപ്പൊ എന്ത് ചെയ്യുന്നു? എന്റെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പൊ 2 വർഷമായി കുട്ടി ഇങ്ങനെ പറഞ്ഞു കേൾക്കണില്ല, എന്താ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞു. അത് ആദ്യം കോട്ടെ ജിന്നാണ് ചെയ്ത്താനെന്ന് പറഞ്ഞിട്ടാ നടക്കുക. അതുകൊണ്ട് ഇത് ഒരു വ്യക്തമായ പേഴ്സണാലിറ്റി മാത്രമല്ല, ഇങ്ങനെ ഒരു ഒരു സകല കുലാവി, ദാറ്റ് മീൻസ് ഒരു മിക്സഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി കിട്ടിയ ഒരാള് തന്റെ കുഞ്ഞിന് അതേ കൊടുക്കൂ. നമുക്ക് എന്തൊരു വ്യക്തിത്വമാണോ നമുക്കുള്ളത്, അതേ വ്യക്തിത്വം മക്കൾക്ക് കൊടുക്കാനേ നമ്മളെ കൊണ്ട് കഴിയും. അൺലെസ് ആൻഡ് അണ്ടിൽ വി ചേഞ്ച് അവർ പേഴ്സണാലിറ്റി ബൈ റീപാരന്റിങ്. നമ്മളെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമൊക്കെ വഴി നമ്മളത് മാറ്റിയാൽ. പക്ഷെ അതോടൊപ്പം ഈ എഡ്യൂക്കേഷന് നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. സയൻസ് പഠിപ്പിക്കുന്നിടത്തില്ല. അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ കോഴ്സിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒരു വ്യക്തിത്വം പഠിപ്പിക്കുന്നില്ല. പിന്നെ പല പിന്നെ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിന്റെ ബുക്കുകളെല്ലാം വായിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു ഐഡിയ കിട്ടും. അപ്പൊ ചിലതെല്ലാം നമ്മൾ മനസ്സിലാക്കി ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ വ്യക്തിത്വം നമ്മളിൽ ഉണ്ടാവുന്നില്ല. അതില്ലാത്തത് കൊണ്ട് നമുക്ക് മക്കൾക്കും അത് തന്നെ കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ട്രോമയും നമ്മുടെ വീക്ക്നെസ്സും നമ്മുടെ ഫെയിലിയേഴ്സും നമ്മുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം നമ്മൾ മക്കൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കും, തലമുറ കൈമാറിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ചിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ മക്കൾക്ക് ഈ പാരമ്പര്യമായിട്ട് ഈ അൺഹെൽത്തി ഓർ ഡിസ്ഫങ്ഷണൽ പാരന്റിങ്, ഡിസ്ഫങ്ഷണൽ പേഴ്സണാലിറ്റി മക്കൾക്ക് കൊടുക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നതാണ് അതാണ് ലൈഫ് കോച്ചിങ്ങിന്റെ പ്രാധാന്യം. അതുകൊണ്ട് എന്താണ് ലൈഫ് കോച്ചിങ്? ഇത് തന്നെ ലൈഫ് കോച്ചിങ്. ആൻഡ് നമ്മൾ ട്രാൻസ്പേഴ്സണൽ കോച്ചിങ് ആണ് ഉപയോഗിക്കുക. ദാറ്റ് മീൻസ് അഡ്രസ്സിംഗ് ദ സ്പിരിച്വൽ പേഴ്സൺ ഇൻസൈഡ് ദ ഫിസിക്കൽ പേഴ്സൺ. നമ്മളെ ആത്മാവിനോട് സംസാരിക്കുക. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അല്ല എന്റെ പ്രധാനം, നിങ്ങൾ ആത്മാവാണ്. ജനറലി സൈക്കോളജി അഡ്രസ് ചെയ്യുന്ന എവിടെയാ? മൈൻഡിനെയാണ്. അറിയാലോ, സൈക്കോളജിയിൽ നിർവഹിക്കുന്ന സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ മെന്റൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ എന്ന മെന്റൽ പ്രോസസ്സും ബിഹേവിയറിനെ കുറിച്ചാണ്. പക്ഷെ അതിനപ്പുറത്തുണ്ടാകുന്ന ഒരു മനുഷ്യ ഒരു സത്തയുണ്ട്, എസെൻസ്, ആത്മാവ്. അതിനെക്കുറിച്ച് അത് സൈക്കോളജിയിലില്ല. അത് ഇസ്ലാമിക് സൈക്കോളജിയിലുണ്ട്. പാരാസൈക്കോളജിയിലും അവിടെയാണ് വിഷയം. അതുകൊണ്ട് നമ്മൾ ആത്മാവിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ആത്മാവിനോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ആത്മാവിനോട് സംസാരിച്ച് ആത്മാവിനെ ഉള്ളിൽ മാറ്റുമ്പോൾ ആത്മാവിൽ വരുന്ന മാറ്റമാണ് വാസ്തവത്തിൽ മനുഷ്യന്റെ മാറ്റം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെ ട്രാൻസ്പേഴ്സണൽ കോച്ചിങ് എന്ന് പറയും. ഓക്കെ, ആർ ദീസ് യുവർ ദ പ്രോബ്ലംസ് ഇൻ ദ ലൈഫ്? നിങ്ങളല്ലേ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാണോ? കുറെ മരുന്ന്, അസുഖങ്ങൾ, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ബിഹേവിയറൽ പ്രോബ്ലംസ്, തിങ്കിങ് പ്രോബ്ലംസ്, പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, പിന്നെ അതുപോലെ കുടുംബ വഴക്ക്, ഡൈവോഴ്സ്, പിന്നെ അഡിക്ഷൻസ്, ആൽക്കഹോളിക് അഡിക്ഷൻസ്, സെക്ഷൽ അഡിക്ഷൻസ്, അതുപോലെ പിന്നെ ഡ്രഗ്സിന് അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി, ഇങ്ങനെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ. ഇതൊക്കെയാണോ നിങ്ങളെ പ്രോബ്ലംസ്? എങ്കിൽ മനസ്സിലാക്കുക, പ്രോബ്ലം മീൻസ് ഡിസോർഡേഴ്സ് ഇൻ ദ ലൈഫ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലം മീൻസ് ഡിസ്ഓർഡേഴ്സ് ഇൻ ദ ലൈഫ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡറുകളും അതിന്റെ പ്രത്യാഘാതങ്ങളും മാത്രമാണ് പ്രോബ്ലംസ്. ആൻഡ് ഇപ്പൊ വരുന്ന സമയത്ത് നമ്മൾ ഈ മൈൻഡ് കാര്യമായിട്ട് ഇപ്പോ എന്താണ് ഈ മൈൻഡ്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മൈൻഡ് എന്താന്നുള്ളത്? പറയാൻ പറ്റുമോ? അതിന് മനസ്സെന്ന് മലയാളത്തിൽ പറയാം, പക്ഷെ മൈൻഡ് എന്താണ്? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? മൈൻഡ് എന്താണ്? പെട്ടെന്ന് പറയാൻ മനസ്സിലാക്കി തരാം. മൈൻഡ് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രവർത്തനമാണ്. ആത്മാവിനെ വിട്ട് മൈൻഡിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഭാഗികമായിട്ടേ വരൂ. നിങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടില്ല. എവിടുന്ന് വന്നു, എവിടുന്ന് പോകുന്നു, എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടൂല. ആത്മാവിന്റെ പ്രവർത്തനമാണ് മൈൻഡ്. അതില് 2, 3, 4
പ്രത്യേക മൂന്നാല് തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. എന്തായാലും ആത്മാവിന്റെ പ്രവർത്തനമാണ് മൈൻഡിന്റെ നിർവചനം. നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഞാൻ ഇതിന്റെ കൂടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരും. അതുപോലെ അതെല്ലാം എന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനിടും. അതോടൊപ്പം ഇതിന്റെ വീഡിയോയിലുണ്ട്. വീണ്ടും നിങ്ങൾക്ക് ഇത് വിശദമായി പഠിക്കാനാണ് ഞാൻ ഇതിന്റെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് അതുപോലെ അയച്ചു തരിക. ഓക്കെ, ഗുഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ആത്മാവിന്റെ പ്രവർത്തനമാണ് മൈൻഡ്. ആത്മാവില്ലെങ്കിൽ മൈൻഡ് ഇല്ല. വെയിലെന്താണ്? സൂര്യൻ എന്താ? വെയിലും സൂര്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? സൂര്യൻ അല്ല വെയില്. സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് വെയിൽ, അല്ലെങ്കിൽ സൂര്യന്റെ പ്രവർത്തനമാണ് വെയിൽ. അതുകൊണ്ട് ആത്മാവിന്റെ പ്രവർത്തനമാണ് മൈൻഡ്. ഈ മൈൻഡ്, അതിനകത്ത് എന്താ ഉള്ളത്? മൈൻഡിനകത്ത് എന്താ ഉള്ളത്? ആത്മാവിനകത്ത് എന്താ ഉള്ളത്? ഹൃദയത്തിനകത്ത് എന്തുണ്ട്? ബുദ്ധിയിൽ എന്തുണ്ട്? ബോഡിയിൽ എന്തുണ്ട്? ഈ മൈൻഡിനെ ആത്മാവ് ആത്മാവിന്റെ പ്രവർത്തനമാണ്. അതിന്റെ പ്രവർത്തനത്തിന്റെ പിന്നെ ചില സ്പിരിച്വൽ ഫങ്ഷൻസ് ഉണ്ടാകുന്നതിനെയാണ് ഹേർട്ട് എന്ന് വിളിക്കുന്നത്. ഏത്? ഈ ബയോളജിക്കൽ ഹേർട്ട് അല്ല. പിന്നെ ആത്മീയമായ കൽബ് എന്ന് പറയുന്ന ഹേർട്ട് ഉണ്ടല്ലോ. മനസ്സിലല്ലേ? ഹൃദയസ്പർശിയായ എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ ഹേർട്ട് അതെന്താണ്? അത് മൈൻഡിന്റെ ഒരു സ്പിരിച്വൽ ഫങ്ഷൻസ് ആൻഡ് എമോഷണൽ ഫങ്ഷൻസ്. അതിന്റെ ബുദ്ധി പ്രവർത്തനം അത് ബ്രെയിനാണ്, ഓർ ഇന്റലക്ട്. ബ്രെയിനിലൂടെയാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഇന്റലക്ട്, അപ്പൊ ഈ ആത്മാവ്, അതിന്റെ പ്രവർത്തനമായ മൈൻഡ്, അതിനകത്ത് എന്താ ഉള്ളത്? അതിനകത്തുള്ളത് അറിവ്. മനസ്സിനകത്ത് എന്തുണ്ട്? മനസ്സിനകത്ത് തന്റെ ജീവിതത്തിൽ കിട്ടിയ, അനുഭവിച്ച, അറിഞ്ഞ എല്ലാ അറിവുകളും ഉള്ളത്. അൾട്ടിമേറ്റ്ലി മനസ്സിനകത്ത് അറിവാണുള്ളത്, നോളേജ് ഓർ ഇൻഫർമേഷൻ. ഇനി ബോഡിയോ? ബോഡിക്കകത്ത് എന്താ ഉള്ളത്? ഈ ബോഡിയെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റർ മോളിക്യൂൾസ്, എന്താ പറയാ, പിന്നെ ഇങ്ങനെ എന്താ പറയാ, ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആറ്റത്തിലെത്തും. ആറ്റത്തിനകത്ത് പോയി കഴിഞ്ഞാൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. പിന്നെ വീണ്ടും അകത്തേക്ക് പോയാൽ ക്വാക്സ്, സബ് ക്വാക്സ്. പിന്നെ ഇങ്ങനെ വന്ന് ഒരു അടിയിലേക്ക് പോയി പിന്നെ എന്തായി? മാറ്റർ പോയി എനർജീസ് ആണ്. ഈ എനർജികൾ എന്താണ്? അതിൽ പ്രോട്ടോണും ഇലക്ട്രോണും, പ്രോട്ടോണും ന്യൂട്രോണും, ന്യൂക്ലിയസ്, പിന്നെ ഈ ഇലക്ട്രോണിനകത്ത് ഉള്ളിൽ എന്താ? ഇലക്ട്രോൺ ഒരു പ്രത്യേകതര എനർജി. ഈ ഇലക്ട്രോണിന്റെ ഇടയിൽ എന്താ ഉള്ളത്? ചുരുക്കി പറഞ്ഞാൽ ഒരു ആറ്റത്തിനകത്ത് നോക്കുമ്പോൾ 99.99999999, ദാറ്റ് മീൻസ് 99.7 ഇട്ടാൽ അത്രയും എം ടി സ്പേസ് ആണ്, കാലി സ്ഥലമാണ്. യെസ്. അപ്പൊ ശരീരത്തിനകത്തുള്ള ഓരോ ആറ്റത്തിനകത്തും 99 അതിനേക്കാൾ കൂടുതൽ, ദാറ്റ് മീൻസ് ആൾമോസ്റ്റ് ഫുൾ കാലി സ്ഥലമാണ്. അവിടെ എന്താ ഉള്ളത്? അതിനെയാണ് ക്വാണ്ടം ഫീൽഡ് എന്ന് വിളിക്കും. ക്വാണ്ടം ഫീൽഡ് എന്ന് വിളിക്കുക. ആ ഫീൽഡിൽ എന്താ ഉള്ളത്? എം ടി സ്പേസ്. എം ടി സ്പേസ് പ്രപഞ്ചത്തിലില്ല. എന്നാൽ സയൻസ്, മെറ്റാഫിസിക്സും ഫിസിക്സും ഒക്കെ കൂടെ ഏകോപിച്ച് പറയുന്ന സാധനമാണ്. സ്പേസിൽ, ലോകത്തെവിടെയും എം ടി സ്പേസ് ഇല്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അൾട്ടിമേറ്റ്ലി ഉള്ളത് എന്താണ്? അതാണ് ക്വാണ്ടം ഫിസിക്സ് ആൻസർ ചെയ്യുന്നത്. അവിടെ അറിവാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ശരീരം, ഇപ്പൊ എന്റെ ശരീരം, ഞാനൊരു 10-75 കിലോ ഉണ്ട്. ഇത് എന്നെ പിടിച്ചിങ്ങോട്ട് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞെക്കിപ്പിഴിഞ്ഞാൽ, എന്റെ 99.9999% എം ടി സ്പേസാ, കാലി സ്ഥല. ചുരുക്കി പറഞ്ഞാൽ ഈ 75 കിലോ ഉള്ള ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്ര പോകുന്ന ഒരു ഇറച്ചി കഷ്ണാവും 75 കിലോ ഉണ്ടാവും മാത്രം. ബാക്കിയൊക്കെ എം ടി സ്പേസാ. അവിടെ എന്താ ഉള്ളത്? ഇൻഫർമേഷൻ. എന്തിന്റെ ഇൻഫർമേഷൻ? ഈ എന്റെ ആത്മാവിൽ എത്തിയ ഏതെല്ലാം അറിവുകളും വിവരങ്ങളും അനുഭവങ്ങളും ഉണ്ടോ, അതിന്റെ അതിന്റെ ഇൻഫർമേഷൻ ആണ്. അപ്പൊ എന്റെ ബോഡിയിൽ എന്താ ഉള്ളത്? ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്നറിയാം? ഒരു 7-8 വർഷമായി. ഞാൻ ഈ മെറ്റാഫിസിക്സും പാരാസൈക്കോളജിക്കും ഇതിന്റെ സ്റ്റാർട്ടിങ് പഠിക്കുന്ന സമയത്ത് തന്നെ, പിന്നെ പി എച്ച് ഡി എടുത്തപ്പോൾ തീർച്ചയായിട്ടും. മാത്രമല്ല, ആ സംഗതി ലോകത്ത് സയന്റിഫിക് ടൂൾസ് വെച്ചുകൊണ്ട് വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ബയോ എനർജറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ശരീരത്തിനകത്തുണ്ടാകുന്ന ഒരു ഇൻഫർമേഷനാണ്. ഈ ഇൻഫർമേഷൻ വായിക്കുന്ന ഡിവൈസ് ഉണ്ടെന്ന്. ഇതോ ഹീലി, ഇൻഡിവിജ്വലൈസ്ഡ് മൈക്രോ കറന്റ് ഫ്രീക്വൻസി. അതുകൊണ്ട് എന്റെ ഉള്ളിലുണ്ടാകുന്ന, എന്റെ മൈൻഡിൽ ഉണ്ടാകുന്ന പിന്നെ എമോഷൻസ്, പോസിറ്റീവോ നെഗറ്റീവോ, ചിന്തയിൽ സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ബൈപോളർ ഡിസോർഡർ, ഇങ്ങനത്തെ കുറെ സാധനം, മൈൻഡിൽ ഉണ്ടാകുന്ന സംഗതികൾ എല്ലാം റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനം, ഡിവൈസ്. ഈ ഡിവൈസ് ഇത് എന്റെ കയ്യിൽ. ഇത് ലോകത്ത് 10-50ഓളം രാഷ്ട്രങ്ങളിൽ അവരുടെ ഹെൽത്ത് മിനിസ്ട്രീസും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞത് റിയാലിറ്റിയാണ് എന്നുള്ളത്
പ്രൂവ് ചെയ്ത ഡിവൈസാണ്. ഈ ഡിവൈസിന് ലക്ഷങ്ങൾ വിലയുണ്ട്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ കിട്ടണമെങ്കിൽ ഒരു 4-5 ലക്ഷം രൂപ കൊടുക്കണം. ഇത് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ആളുകളുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസും മറ്റും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിൽ എന്താ ഉള്ളത്? അറിവ്. ശരീരത്തിൽ എന്താ ഉള്ളത്? അറിവ്. ഇപ്പൊ മനസ്സിലും ശരീരത്തിലും അറിവാണ് ഉള്ളത് ആത്യന്തികമായിട്ട്. അതുകൊണ്ട് ആ അറിവിനെ നമ്മൾ മാറ്റിത്തിരുത്തിയാൽ നമ്മളെ മനസ്സും മാറും, ശരീരവും മാറും. ആ അറിവിന് അതെന്താണ്? ആ അറിവിന്റെ ലോകം അതെന്താണ്? അത് ആത്മാവിൽ നിന്ന് വരുന്ന പ്രകാശമാണ്. നമ്മൾ ആത്മാവിൽ നിന്ന് വരുന്ന പ്രകാശം, ആ ആത്മാവിൽ നിന്ന് വരുന്ന പ്രകാശത്തിനെ ആ, നമ്മുടെ മനസ്സിൽ മാത്രമല്ല. അപ്പൊ മനസ്സിൽ എന്താ ഉള്ളത്? എക്സ്ക്യൂസ് മീ, നമ്മള് ആ ഇവര് വീഡിയോ ഓഫ് ചെയ്ത തിരക്കില്ലേ? നിങ്ങൾ പ്രൊഫഷണലായിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ തിരക്കടില്ല. അതല്ലെങ്കിൽ വീട്ടിലെ പല ഭാഗങ്ങൾ, ടോയ്ലറ്റ്, കിച്ചൺ ഇതൊക്കെ കാണുമ്പോൾ അതൊരു പ്രൊഫഷണൽ ഇത് പോവുകയാണ്. അതുകൊണ്ട് ഞാനത് ആൾറെഡി നോട്ടിഫൈ ചെയ്തിരുന്നു. ഒന്നുകിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഫഷണലായിട്ട് ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. അറ്റൻഡ് ചെയ്തോളൂ, അതായിരിക്കും നല്ലത്. വീഡിയോ അതുകൊണ്ട് ഇങ്ങനെ നടക്കാതെ. എനിവേ, അത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ആത്മാവിന്റെ പ്രകാശം, അല്ലെങ്കിൽ ഇതിന്റെ 100 പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞ സാധനം, അത് അതുകൊണ്ട് ആത്മാവ് എവിടെയാ? ശരീരത്തിൽ. ശരീരം എവിടെയാ? ശരീരം മനസ്സിൽ. അപ്പൊ മനസ്സ് എവിടെയാ? മനസ്സ് ഈ പ്രപഞ്ചത്തിൽ. ആ പ്രപഞ്ചം എവിടെയാ? അള്ളാഹുവിന്റെ വലിയ കർമ്മ പദ്ധതി, എന്താ പറയുക, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന. അപ്പൊ ഈ വലിയ മലക്കൂത്ത് സമാവാത്തി വലിയ അള്ളാഹുവിന്റെ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്, അല്ലെങ്കിൽ കിതാബ് മുബീൻ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ എല്ലാ മതങ്ങളിലും പറയുന്ന ഒരു സാധനമാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ മനസ്സ് വ്യാപിച്ച് കിടക്കണം. നമ്മുടെ മനസ്സ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു, വ്യാപിച്ച് കിടക്കുന്നു, പലയിടത്തും എത്തുന്നു, പല റേഞ്ചിലെത്തുന്നു. അതിന്റെ നമ്മൾ ആത്മാവിലുണ്ടാകുന്ന പോസിറ്റിവിറ്റി ആണെങ്കിൽ അതെത്തും, നെഗറ്റിവിറ്റി ആണെങ്കിൽ അതെത്തും. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, ശരീരത്തിന്റെ പുറത്തും ഉണ്ട്. അതൊക്കെ പ്രവാചകന്റെ ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, അല്ലെ? ശരീരത്തിന്റെ പുറത്ത് നൂറുണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മനസ്സ് ആണ് ബേസ്. ആ മനസ്സിലുള്ള ആത്മാവിലുള്ള അറിവ്, ആത്മാവിന് കിട്ടിയ അറിവുകൾ, ആത്മാവിലേക്ക് അനുഭവത്തിൽ വന്ന ടച്ചായ അറിവുകൾ, അത് ആ ആ ആ ആ മനസ്സിലൂടെ പ്രവർത്തിക്കും. അതാണ് ബോഡിയിലും പ്രവർത്തിക്കുന്നത്, അതാണ് എന്റെ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്റെ അൾട്ടിമേറ്റ്ലി എന്റെ എല്ലാത്തിന്റെയും ബേസ് എന്താ? അറിവ്. അറിവ്. അത് നോക്കണം നിങ്ങൾ. അള്ളാഹു ഖുർആനിൽ പറയുന്നത് എന്താ അല്ലേ? അള്ളാഹു മുഹീത്ത് മീൻസ് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാ പറയാം. പക്ഷെ സ്കോളേഴ്സ് പറയുന്നത് അങ്ങനെയല്ല. അള്ളാഹുവിന്റെ അറിവ് മുഹീത്ത്, എല്ലായിടത്തും. അള്ളാഹുവിന്റെ അറിവ് എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നു, എൻകോംപാസിങ്. ആ അറിവ്, ഓരോ അറിവിലും ഒരു വികാരം ഉണ്ടാവും. എല്ലാ അറിവിലും ഒരു ഡിസയർ, ഒരു ആഗ്രഹം, ഒരു വികാരം, ഒരു ഇന്റൻഷൻ ഒക്കെ ഉണ്ടാവും എല്ലാ അറിവിലും. അതുകൊണ്ട് ആത്മാവിൽ ഏത് അറിവ് കിട്ടിയാലും അതിൻ്റെതായ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ആഗ്രഹമില്ലായ്മ, അല്ലെങ്കിൽ ഒരു ഉദ്ദേശം, അതല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഡിസയർ അവിടെ വരും. അതുകൊണ്ട് പ്രപഞ്ചത്തിലുടനീളമുള്ള ഗ്രേറ്റ് നോളേജ് അത് അള്ളാഹുവിന്റെ അറിവാണ്. ആ അറിവിൽ എന്താ ഉള്ളത്? അതിന്റെ ക്വാളിറ്റി എന്താ? അതിന്റെ ഗുണം എന്താ? അതിന്റെ ആട്രിബ്യൂട്ട് എന്താ? മേഴ്സി, കാരുണ്യം. അറിവും കാരുണ്യമാണ് അൾട്ടിമേറ്റ്ലി. നിങ്ങൾ ആറ്റത്തിനടി കൂടെ പോയാലും, നിങ്ങൾ ഫിസിക്സ് കൂടെ പോയാലും, കെമിസ്ട്രി പോയാലും, ബയോളജി പോയാലും, സയൻസ് പോയാലും, എയിലെ പോയാലും, മതത്തു കൂടെ പോയാലും, ഏത് മതത്തു കൂടെ പോയാലും ഇവിടെ അവസാനം എത്താൻ പോകുന്നത് പ്രപഞ്ചത്തിലെ അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസിൽ എന്ന് പറയുന്ന ആ വലിയൊരു എന്താ പറയുക, ഒരു ക്ലൗഡിൽ ഉണ്ടാകുന്ന നോളജ് ആൻഡ് ഇറ്റ്സ് എമോഷൻ. അതാണ് ആ അറിവും അതിന്റെ അതിന്റെ ഗുണം. അതെന്താ? കാരുണ്യം, മേഴ്സി. വറഹ്മത്തി വസിഅത കുല്ല ഷൈഇൻ, എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നു. ഖുർആനിൽ പറയാല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നോളേജ് അതാണ് സൊല്യൂഷൻ. ആ നോളേജ് വെച്ചിട്ട് ഇനി എന്താ ഈ പ്രോബ്ലം എന്താ വരുന്നത്? എങ്ങനെ ഈ പ്രോബ്ലം? ഓക്കെ, മനസ്സിലായി, നോളേജ് ആണ്. പക്ഷെ പ്രോബ്ലം എന്താ? പ്രോബ്ലം എന്ന് പറയുന്നത് ബൗണ്ടറി വയലേഷൻ, അതിര് കവിയ എന്നുള്ളതാണ്. ട്രാൻസ്ഗ്രഷൻ എന്ന് പറയും, ലുലുമ് എന്ന് പറയും അറബിയിൽ, ഖുർആനിൽ. അതിര് കവിയ. എന്ത് കാര്യത്തിലും ഒരു അതിരുണ്ട്. ഒന്നുകിൽ അതിരിന് ഇപ്പുറത്ത്, അല്ലെങ്കിൽ അപ്പുറത്ത്. ഇല്ല, അതിര് കവിയാതിരുന്നാൽ ഓർഡറില്ല. അതിര് കവിഞ്ഞോ ഡിസോർഡർ. ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിന്റെയും 2 കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, തനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന, എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന, മാനേജ് ചെയ്യാൻ കഴിയുന്ന, ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കുക. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത, ഞാൻ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത, എന്നെ കൊണ്ട് കഴിയാത്ത, നടക്കാത്ത കാര്യം ഞാൻ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് മീൻസ് എന്റെ ആത്മാവും എന്റെ മനസ്സും എന്റെ ശരീരവും എന്റെ ജീവിതവും എന്റെ നിയന്ത്രണത്തിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഞാൻ ചെയ്യാതിരിക്കുക. മറ്റൊരാളുടെ ആത്മാവും മനസ്സും ശരീരവും ജീവിതവും ഞാൻ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. ശ്രമിക്കേ പറ്റുള്ളൂ, നടക്കൊന്നുമില്ല.
ശ്രമിക്കും, അത് ഫെയിലായിട്ട് പല കോലത്തിലേക്ക് എത്തും. അതാണ് പ്രോബ്ലംസ്. അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യത്തെ, അൺകൺട്രോളബിൾ ആയതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതിനെ കൺട്രോൾ ചെയ്യാതിരിക്കുക. ഇതാണ് എല്ലാ പ്രോബ്ലത്തിന്റെയും ബേസിക്. ഇത് പ്രവാചകന്റെ ഹദീസുകളിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അൽ ഹലാൽ ബയ്യിൻ വൽ ഹറാം ബയ്യിൻ. ഹലാലും ഹറാമും ബയ്യിനാണ്. ബൈനഹുമ മുസ്തബിഹാത്ത്. അതിനിടയിലുള്ള ആശയക്കുഴപ്പമുള്ളത്, സംശയം, ക്ലാരിറ്റി ഇല്ലാത്തത്. അപ്പൊ ക്ലാരിറ്റി ഇല്ലാത്ത വിഷയം പിന്നെ ഇങ്ങനെ വന്നിട്ടാണ് ഓരോരുത്തർക്ക് ഓരോ ആട്ടിയുടെയും തന്റെ ബൗണ്ടറി ഉണ്ട്, ആ ബൗണ്ടറി വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹദീസിൽ വരുന്നത്. ഓരോ മനുഷ്യരുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം നന്നായി, അത് കേടുവന്നാൽ ശരീരം കേടുവന്നു. അപ്പൊ ശരീരത്തിന്റെ അസുഖം വരുന്നത് മനസ്സിൽ നിന്ന്, മനസ്സിന്റെ അസുഖം വരുന്നത് ബൗണ്ടറി വയലേഷൻ. ഹദീസിൽ വന്നിട്ടുള്ള ഇതേ കാര്യമാണ് ഹിപ്പോക്രസ് മുമ്പ് പറഞ്ഞത്. അസുഖം എന്ന് പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല, അത് മനുഷ്യന്റെ പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളാണ് അവന്റെ രോഗമായി മാറുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഓരോ കുഞ്ഞും തന്റെ ജന്മശുദ്ധിയിൽ ജനിച്ച ഈ കുഞ്ഞ് പിന്നീട് പല രീതിയിലുള്ള പല ആളുകൾ പല കോലത്തിലായി തീരുവാൻ അവന്റെ കാരണം അവന്റെ മാതാപിതാക്കളും. പ്രവാചകൻ ഹദീസിൽ അങ്ങനെ തന്നെ വന്നു. ഓരോ കുഞ്ഞും ഫിത്രത്തിലാണ് ജനിക്കുന്നത്, അവനെ പിന്നെ മറ്റു മതസ്ഥനോ ഒക്കെ ആക്കുന്നത്, യഹൂദനോ ക്രിസ്ത്യാനിയോ മജൂസിയാക്കുന്നത് മാതാപിതാക്കളാണ് പറഞ്ഞ ഹദീസിന്റെ എക്സ്റ്റൻഷൻ. അവനെ വളർത്തുന്ന ആളുകളാണ് പിന്നെ അവന്റെ. അതുകൊണ്ട് കുഞ്ഞിന് എന്ത് കുഴപ്പമുണ്ടോ യു ആർ റെസ്പോൺസിബിൾ. നിങ്ങളെ മക്കൾക്ക് എന്ത് കുഴപ്പമുണ്ടോ യു ആർ റെസ്പോൺസിബിൾ. അവർ വികൃതിയാണോ, നിങ്ങൾ ഉത്തരവാദി. അവര് പിന്നെ വല്ല പ്രേമത്തിലും പോയി പെടുന്നുണ്ടോ, നിങ്ങൾ ഉത്തരവാദി. കള്ള് അതുപോലെ അവര് പിന്നെ കഞ്ചാവിനും അതുപോലെ സംഗതിക്ക് ഇതാണോ, നിങ്ങൾ ഉത്തരവാദി. എല്ലാം ഈ വളർത്തുന്ന മാതാപിതാക്കളും വളർത്തുന്ന കെയർ ഗീവേഴ്സുമാണ് ഉത്തരവാദി. ഒരു സംശയമില്ല. അത് ടെക്സ്ച്വലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പരിഹരിക്കണമെങ്കിലോ അതേ രീതിയിൽ നമ്മൾ കണ്ടെടുത്ത് പരിഹരിച്ചാലേ ഇത് നടക്കുകയുള്ളൂ. ഓക്കെ, യെസ്. അതുകൊണ്ട് എക്സ്ക്യൂസ് മീ, ഞാൻ വീണ്ടും പറയാണ്, ഈ വീഡിയോ നിങ്ങൾ അങ്ങനെ കൊണ്ട് നടക്കല്ലേ. നിങ്ങൾ അതൊന്നൊരു ഫിക്സ് ആക്കി ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കൂ പ്ലീസ്. മറ്റേ ഈ വീട്ടിലെ ഡ്രസ്സും ഇതൊക്കെ കൂടെ ഇടയിൽ കാണിക്കാൻ നിൽക്കല്ലേ. ഇൻഷാ അല്ലാ. ബിസ്മില്ല. അപ്പൊ അതുകൊണ്ട് ഓരോ കുഞ്ഞും ജനിക്കുന്ന അവന്റെ ജന്മശുദ്ധിയിലാണ്, അവന്റെ നേച്ചുറൽ ഫിത്രത്തിലാണ്. അവനെ പിന്നെ പല കോലത്തിലാക്കുന്നത് അവന്റെ മാതാപിതാക്കൾ, അവന്റെ റോങ് പാരന്റിങ്. സത്യം പറയാലോ. പക്ഷെ ഈ റോങ് പാരന്റിങ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ, ഞാൻ എന്റെ കുട്ടിയോട് നല്ലതല്ലേ പറയുന്നുള്ളൂ, നിസ്കരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, പിന്നെ നല്ല രീതിയിൽ പെരുമാറണം, പഠിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുള്ളൂ. പറയുന്നത് അതാണ്. പക്ഷെ ഈ പറയുന്ന കോലം, പറയുന്ന രീതി തെറ്റാ. വൈ? വേറെ രീതി എനിക്ക് അറിയില്ല. എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ച രീതി മാത്രമേ എനിക്ക് അറിയൂ. നിങ്ങളുടെ വ്യക്തിത്വം മാറ്റിയെടുക്കാതെ നിങ്ങളെ പാരന്റ്സ് നിങ്ങൾക്ക് തന്ന പാരന്റിങ് നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. ഇമ്പോസിബിൾ. ഐ ചാലഞ്ച് യു. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾക്ക് മാറ്റാതെ, നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സും ഇതൊക്കെ ഒന്നും കേട്ടില്ല കൂടെ നടക്കൂല. വ്യക്തിത്വം മാറ്റിയെടുക്കണം. മാറ്റണമെങ്കിൽ ക്ലാസ് കൊണ്ട് മാത്രം നടക്കൂല. അകം മാറണോ പുറം മാറണം, പുറം മാറണോ അകം മാറണം. ലൈഫ് സ്റ്റൈല് തന്നെ മാറ്റണം, അപ്പോഴേ വ്യക്തിത്വം മാറണം. അതുകൊണ്ട് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ ക്ലാസ് ഒക്കെ കേട്ട് വീട്ടിൽ വന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ക്രിയേറ്റിംഗ് മോർ പ്രോബ്ലംസ്. കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ മുച്ചൂടും മാറ്റാതെ നിങ്ങൾക്ക് കൊടുക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന പാരന്റിങ് ശരിയാക്കി എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾക്ക് എന്ത് പാരന്റിങ് തന്നു അത് മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്നത് മെറ്റാഫിസിക്കലാണ്. നിങ്ങളെ വാക്കോ പ്രവൃത്തിയോ നിങ്ങൾ പറയുന്ന കമാൻഡ്സോ നിങ്ങൾ ഉപദേശിക്കുന്ന വാക്കുകളോ അല്ല കുട്ടികൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജി എന്ന് പറയുന്ന, നൂറെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് കുട്ടിയിലേക്ക് എത്തുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന ഉപദേശങ്ങളും വയലുകളും എല്ലാം 30% ഉള്ളൂ. നിങ്ങളെ ഉള്ളിൽ നിന്ന് 70% എത്തിപ്പെടുന്നത്, ഈ കുട്ടിയിലേക്ക് എത്തിപ്പെടുന്നത് നിങ്ങളെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന നൂറാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അതുകൊണ്ട് ഓരോ കുഞ്ഞും അവനെ നല്ല കുഞ്ഞാവാനുള്ള എല്ലാ സംഗതികളും, ചീത്ത കുഞ്ഞാകാനുള്ള എല്ലാ സംഗതിയും അവന്റെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ അവനിലേക്ക് വളർത്തുന്നു, അല്ലെങ്കിൽ നമ്മളിലുള്ളത് അവനിലേക്ക് ടച്ച് ആവുന്നത് അതിനനുസരിച്ചായിരിക്കും. ചിലപ്പോൾ നല്ല കാരുണ്യമുള്ള ആളുകളായിട്ട്, ചിലപ്പോൾ ഹിറ്റ്ലറുടെ, അറിയാലോ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂവൽ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ പേരാ കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ കാരുണ്യം എന്ന് വെച്ചാൽ പ്രവാചകന്റെ പേരാ കിട്ടുന്നത്. ഇതിനിടയിൽ അല്ലെ, മനുഷ്യന്റെ രണ്ടും ഉണ്ടാകുന്ന രീതിയിലെ മനുഷ്യനെ സംവിധാനിച്ചത്. അതുകൊണ്ട് പാരന്റിങ് എന്ന വിഷയത്തിന്റെ, ദാറ്റ് മീൻസ് റോങ് പാരന്റിങ്, അത് നിങ്ങൾക്ക് റോങ് പാരന്റിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതേ മക്കൾക്ക് കൊടുക്കും. അതിന് റീഫേസ് ചെയ്യുക എന്നുള്ളതാണ് ലൈഫ് കോച്ചിങ്.
മാത്രമല്ല, ദ സൊല്യൂഷൻ ആൻഡ് ക്യൂർ ആർ ഇൻസ്റ്റിൽഡ് ഇൻ ദ സോൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അസുഖമുണ്ടോ ആ അസുഖത്തിന്റെ മരുന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഷിഫ, ഷിഫ ഇറക്കിയിട്ടില്ലാത്ത ഒരു രോഗം അല്ല ഇറക്കിയിട്ടില്ല എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇത് വെറുതെ പറയുന്ന. ഇപ്പൊ ഇതിന് എത്ര രോഗത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. മരുന്നുണ്ടാവില്ല. എന്തുകൊണ്ടാ? മരുന്ന് ഉള്ളിലാണ്. ഉള്ളിലുള്ള മരുന്ന് വർക്ക് ചെയ്താൽ മാത്രമേ പുറത്തുള്ള മരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടൂ. ഉള്ളിലുള്ള മരുന്ന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ താൽക്കാലികമായ എഫക്റ്റുകളൊക്കെ ഉണ്ടാവാം, പക്ഷെ സൊല്യൂഷൻസ് ആവൂല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടോ, എന്ത് രോഗമുണ്ടോ, അതിനുള്ള സൊല്യൂഷൻ ആ പ്രശ്നം ഉണ്ടാക്കി ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ അതോടൊപ്പം. അതാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. കേട്ടില്ലേ ഖുർആനിൽ? ഇന്ന മഅൽ ഉസ്രി യുസ്റ. പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ ക്ഷമിക്ക്, പിന്നെ സാവധാനം ഈസി ആയിക്കോളും കാര്യം എന്നാണ് അതിന്റെ ഒരു നാടൻ വ്യാഖ്യാനം. നോ, ദാറ്റ്സ് റോങ്. പ്രതിസന്ധികൾ വരുന്ന സമയത്ത് തന്നെ ആ പ്രതിസന്ധി ഉള്ളതോടൊപ്പം അതിന്റെ പരിഹാരമുണ്ട്. സോ ലോങ് ആസ് യു ഹാവ് ദ പ്രോബ്ലം, ദർ ഇസ് എ സൊല്യൂഷൻ. നിങ്ങൾക്ക് എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടോ അത്രത്തോളം സൊല്യൂഷൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്നർത്ഥം. ആ പ്രോബ്ലം നിലനിൽക്കുന്നിടത്തോളം കാലം സൊല്യൂഷൻ ഉണ്ട്. അത് കണ്ടെടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉള്ള പ്രശ്നമോ ഉണ്ടായ പ്രശ്നമോ ഇനിയുള്ള പ്രശ്നമോ എന്തെല്ലാം ഒരുമിച്ച് വന്നാലും, എന്ത് പ്രശ്നങ്ങൾ ഇപ്പൊ ഉള്ള പ്രശ്നവും ഉണ്ടായ പ്രശ്നം എല്ലാം കൂടി എഴുതി അതിന്റെ ഒരു 10 ഇരട്ടിയോ 100 ഇരട്ടിയോ 1000 ഇരട്ടിയോ ഒരുമിച്ച് വന്നു എന്ന് സങ്കല്പിച്ചോ. എന്നാൽ പോലും അതിനെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്, പ്രത്യേകം മനസ്സിലായിക്കോ, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിനെ പരിഹരിച്ച് ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കുവാനുള്ള എല്ലാ അറിവുകളും ഗുണങ്ങളും കഴിവുകളും സാധ്യതകളും ആത്മാവിൽ അല്ല വെച്ചിട്ടാണ്. ആത്മാവിലുണ്ട്. എപ്പോ? ആത്മാവിനെ സൃഷ്ടിച്ച അന്ന് തന്നെ ഉണ്ട്. അത് ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ച അന്ന് തന്നെ എല്ലാവരുടെ ആത്മാവിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കാലഘട്ടത്തിലാണ് നമ്മുടെ നെഞ്ഞിലേക്ക് വന്നതെന്ന് മാത്രം. പക്ഷെ അന്ന് സൃഷ്ടിച്ച അതിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടോ അതിനുള്ള പരിഹരിക്കാനുള്ള കഴിവ്, അറിവ്, ഗുണങ്ങൾ, സാധ്യതകൾ ഉള്ളിൽ വെച്ച ഇൻഫ്രാസ്ട്രക്ചർ സാധനം ഉള്ളിലുണ്ട്, ആത്മാവിലുണ്ട്. അത് പുറത്തേക്ക് എടുക്കാൻ അറിയില്ല എന്ന് അള്ളാന്റെ കിതാബിൽ അള്ളാഹ് പറയുന്നു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. യുകല്ലിഫു എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പരിഹരിക്കുന്നതാണ് ലുക്കല്ലിഫ് എന്ന് പറഞ്ഞാൽ. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിൽ പരിശ്രമിച്ച് വിജയി. തെക്കലീഫാവ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി ഹിസാബ് എന്താ പറയാ, പിന്നെ നമുക്ക് ബാധ്യതയാവാന്നൊക്കെ അർത്ഥം. അപ്പൊ ലാ യുക്കല്ലിഫു എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കുവാനുള്ള കഴിവ് എല്ലാവരും തന്നിട്ട്. അപ്പൊ അതുകൊണ്ട് പ്രോബ്ലം എവിടെയാ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ആ അതിനുള്ള സൊല്യൂഷൻ പ്രോബ്ലം വരുന്നതിന് മുമ്പേ ഉണ്ട്. രോഗം വരുന്നതിന് മുമ്പേ മരുന്ന് ഇവിടെ ഉണ്ട്. ആ മരുന്ന് ഉണ്ടാകുവാനുള്ള ഇൻഗ്രീഡിയൻസ്, ഘടകങ്ങൾ ആത്മാവിൽ അള്ള വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പ്രോബ്ലത്തിനും അസുഖത്തിനുള്ള ശിഫ ഉള്ളിലാണുള്ളത്. അത് പുറത്തേക്ക് എടുക്കുക. ഇനി രോഗങ്ങൾ എങ്ങനെ വരുന്നത്? ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ ഈ റീഫ്രെയിമിങ്ങിന്റെ പറയുന്നത് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് പറയും. സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പല രീതിയിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടം, പേടി, നിരാശ, ഇതുപോലുള്ള സംഗതികൾ നമ്മളിൽ ഉണ്ടാകും, എല്ലാവരിലും ഉണ്ടാകും. അതുണ്ടായാൽ ഒരു 10% 20% ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 10% 20% ഉള്ളൂ റിയൽ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത്. പിന്നെ ബാക്കി 80 or 90% നമ്മളായിട്ട് തന്നെ അത് ചിന്തിച്ച് 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 വലുതായി 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 അതിനോട് നമ്മുടെ പെർസെപ്ഷൻ, കാഴ്ചപ്പാട് മാറുന്ന അതിനനുസരിച്ച് വലുതാവും. അപ്പൊ റിയൽ പ്രോബ്ലംസ് 10% 20% ഉള്ളൂ. ബട്ട് ബാക്കി 80 or 90% ആവുന്നത് അത് നമ്മളെ ഉള്ളിൽ തന്നെ വളർന്ന് ഡില്യൂഷൻ, അല്ലെങ്കിൽ ശുബഹാത്ത് ഷഹ്വാത്ത് ദുനൂബ് എന്ന് പറയും അറബിക് ഇസ്ലാമിക് സൈക്കോളജിയിൽ. അതായി വളരെയാണ്. അപ്പൊ റിയൽ പ്രോബ്ലംസ് 10% 20% ഉള്ളൂ, ബാക്കി നമ്മളായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു കാർമേഘം പോലെ നമ്മുടെ മനസ്സിൽ ഒരു കാർമേഘം പോലെ അടിഞ്ഞുകൂടും. അതുകൊണ്ട് ആത്മാവിന്റെ പ്രകാശം പുറത്തേക്ക് വരില്ല. നമ്മൾ പറയും ഒരു എനർജി ഇല്ല, എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ആദ്യം ചെയ്തതുപോലെ ഒന്നും എന്നെ കൊണ്ട് നടക്കുന്നില്ല, എന്റെ ജീവിതത്തിലെല്ലാം പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെ വരിക, പരിഹാരം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതെല്ലാം പ്രശ്നമായിട്ട് വരികയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, അത് പ്രശ്നം അവര് പരിഹാരം വിചാരിച്ച് ചെയ്യണതൊക്കെ പ്രശ്നമായി മാറും. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന നെഗറ്റിവിറ്റി, ആ നെഗറ്റിവിറ്റി ഒന്നാമത്തെ കാരണം പേടി, വിഷമം, ദുഃഖം, സങ്കടം, ഇതുപോലുള്ള സംഗതികളാണ്. അത് വളർന്നു വരും. അതെങ്ങനെയാ? പേടി, ഒരു കാരണം പേടി അതുണ്ടാകും. പെട്ടെന്നൊരു പേടി ഉണ്ടാകാൻ ഗ്രാജുവലി. ഈ പേടി എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത്, മതവിശ്വാസികളായ നമ്മൾ ഭയത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസമാണ് കൊണ്ടുനടത്തുന്നത്. ഭയം കൂടുതലാ.
പ്രതീക്ഷയേക്കാൾ കൂടുതൽ ഭയ. അത് രോഗം വരുന്നു മാത്രമല്ല, രോഗം വരുത്തുന്നു മാത്രമല്ല, പിന്നെ പ്രത്യേകിച്ച് ഡിസോസിയേറ്റീവ് ട്രാൻസ് ജിന്നുവാദം എന്നൊക്കെ പറയുന്നത് സൈക്കോളജിയിൽ പറയുന്ന ഡിസോസിയേറ്റീവ് ട്രാൻസ് വരെ ഉണ്ടാകാനുള്ള കാരണം. അപ്പോ മതപരമായ അറിവുകൾ തേടുന്ന സമയത്ത് ഭക്തി, പിന്നെ എന്താ പറയാ, ഭക്തി എന്ന് പറയുന്നത് ശരിയാ. പക്ഷെ ഭയഭക്തി എന്ന് പറയുന്നത് ഭയത്തിൽ അധിഷ്ഠിതമല്ല ഭക്തി. പ്രതീക്ഷയും ഭയവും രണ്ടും ഒരുമിച്ചുണ്ടാകുന്ന ഭക്തിയെ പറ്റൂ. അതാണ് ഇമാം ഇബിൽ കയ്യിമ കൊടുത്ത് പറയുന്നത്. ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ രണ്ടും വേണം, ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ഭയം കൂടിക്കൊണ്ടുള്ള ഒരു ഭയത്തിൽ അധിഷ്ഠിതമായ വിശ്വാസമാണെങ്കിൽ നിങ്ങൾക്ക് രോഗം വരാം, കൂടുതൽ രോഗം വരാം. അത് നിങ്ങൾ ആളുകളെ വെച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഭയം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ഇപ്പൊ ഒരു പാമ്പിനെ കണ്ട് പേടിച്ചു, വെള്ളത്തിൽ വീട് പേടിച്ചു, അങ്ങനെ ഉണ്ടാവും. അതല്ല, ഗ്രാജുവലി വന്ന് അടിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ബാഡ് സാഡ് സോറോ, ദുഃഖം, സങ്കടം, വിഷമം, പ്രയാസങ്ങൾ. അത് തന്നെ മൂന്ന് ഐറ്റം ഉണ്ട്. ഒന്ന്, അത് ആരുടെയും കാരണം കൊണ്ടല്ലാതെ വരികയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിജീവനം വരും. അത് അള്ളാഹുവിൽ നിന്നും പറഞ്ഞിട്ട് ഹസ്ബി അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും, അത് അതിജീവനം വരും. ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിന് അതിനൊരു ഒരു റെസിലിയൻസ്, ഒരു കോപ്പിംഗ് മെക്കാനിസം കൊണ്ടുവരും. പക്ഷെ അതേസമയത്ത് അത് നമ്മളിൽ നിന്ന് തന്നെ, നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടോ നമ്മുടെ ഒരു ഫോൾട്ട് കൊണ്ടോ ഒക്കെ വന്നു കഴിഞ്ഞാലോ നമ്മുടെ ഉള്ളിൽ ഗിൽട്ട്, കുറ്റബോധം. കുറ്റബോധം വളർന്ന് വലിയ രോഗം. കുറ്റബോധം എന്ന് പറഞ്ഞാൽ വലിയ രോഗം കേട്ടോ. കുറ്റബോധം വളരും. ഷെയിം, ഒരു നാണം, ഞാനൊന്നിനും പറ്റൂല, എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല, ഞാൻ കുറച്ച് ബാക്കാണ്. ഒരു കുറ്റവും നാണം വരും. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടുണ്ടായ പ്രയാസമാണെങ്കിൽ അത് മറ്റുള്ളവരിൽ നിന്നാണെങ്കിലോ അവിടെയാണ് വലിയ പ്രോബ്ലം. അത് നമുക്ക് മുറിവാക്കും, പെയിൻ, വേദന ഉണ്ടാക്കും. അത് പിന്നെന്താവും, ഓട്ടോമാറ്റിക്കലി റിവെഞ്ചിലെത്തും. വെറുപ്പ്, വാശി, ദേഷ്യം അതിലേക്ക് എത്തും. നിങ്ങളുടെ മക്കൾക്ക് വാശിയും ദേഷ്യവും ഉണ്ടോ, നിങ്ങൾ ആ കുട്ടിയെ അതിര് കവിയുന്നുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് വാശിയും ദേഷ്യവും കൂടുന്നുണ്ടോ, ആ കുട്ടിയെ നിങ്ങൾ അതിര് കവിഞ്ഞു. 100% ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുതരാം. അതുകൊണ്ട് കുട്ടികളാവട്ടെ അല്ലാത്തവരാവട്ടെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിവെഞ്ച് വളരും. അപ്പൊ മറ്റുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മളിൽ നിന്നുള്ളത് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു റെസിലിയൻസ്, ഒരു അതിജീവൻ നമ്മൾ കണ്ടെടുക്കും. മനസ്സിലായില്ലേ? മാത്രമല്ല, പിന്നെ ഫെയിലിയേഴ്സ്, പരാജയപ്പെട്ടാൽ ഫ്രസ്ട്രേഷൻസ്, മോഹഭംഗം ഉണ്ടാവും. പരാജയപ്പെട്ടു. ഈ റിയൽ പരാജയത്തെക്കാൾ കൂടുതൽ പറഞ്ഞുണ്ടാക്കുന്ന പരാജയങ്ങളാണ്. നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരാജയപ്പെടുന്ന പേടി മാതാപിതാക്കൾ തന്നുകൊണ്ടിരിക്കും. പരീക്ഷ എ പ്ലസ്, ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഈ കുട്ടികളാകും കൂടെ ഒരു സ്ട്രെസ് ഇല്ല സിറ്റുവേഷനിലാകും. ഫെയിലിയർ ആയാൽ ഫ്രസ്ട്രേഷൻ വരും. ഹോപ്പ്ലെസ്നെസ് മറ്റൊന്നാണ്. വെറീസ് എന്ന് പറഞ്ഞ സാധനം എന്താ? ഹോപ്പ് ഇല്ലാത്ത സാധനമാണ് ഈ വെറി. വെറി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ത്രില്ല് അല്ലെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന എന്ത് പരിപാടിയും ത്രില്ല് അല്ലെങ്കിൽ വെറീസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന സംഗതികൾ ബേസിക് ആയിട്ട് ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. ബിസ്മില്ലാ. അതിനപ്പുറത്ത് ഇതുപോലെ നമ്മുടെ കൂടെ ഉള്ള ആളുകൾ ഉണ്ടാവും. മാതാപിതാക്കളും, ഞാൻ ഈ പറഞ്ഞ വല്ലിപ്പയും വല്യമ്മയും ഇളാമയും മൂത്താപ്പയും അമ്മാവനും ഒക്കെ. അവരുടെ കൂടെ ജീവിച്ചു പോരുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാകുന്ന പിന്നെ വിഷമ, ദുഃഖ, സങ്കട, നിരാശകളൊക്കെ ഉണ്ടാകുന്ന അവരനുസരിച്ച് ജീവിച്ചു പോരുന്നുണ്ട്. അവരുടെ ഇത് നമ്മുടെ ഉള്ളിലേക്ക് എത്തും. എമോഷണൽ ട്രാൻസ്ഫറൻസ് പറയും. അത് ബൗണ്ടറി വയലേഷൻ നടത്തുന്ന ആളുകളിൽ നിന്നാണ് എത്തുക. അല്ലാതെയും വരാം, സ്നേഹത്തിലൂടെയും നമ്മളെ ഒബീഡിയൻസിലൂടെയും വരാം. പക്ഷെ ബൗണ്ടറി വയലേഷൻസിലൂടെ അവരുടെ ഉള്ളിലാകുന്ന നെഗറ്റിവിറ്റി ഒരു മനസ്സിലാക്കിക്കോ. നിങ്ങൾ ആരിൽ നിന്നാണോ അറിവ് പഠിക്കുന്നത്, നിങ്ങൾ ആരിൽ നിന്നാണോ തത്വചിന്തയും മൂല്യങ്ങൾ, ഫിലോസഫിക്കൽ നോളജ് പഠിക്കുന്നത്, ആ വ്യക്തികളുടെ അവർ ഹെൽത്തി പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ വീട്ടിലും അവരുടെ ജീവിതത്തിലുള്ള സകല പ്രോബ്ലം നിങ്ങളെ ജീവിതത്തിലേക്ക് എത്തും. അവരുടെ വീട്ടിലെ ദാരിദ്ര്യം നിങ്ങളെ വീട്ടിലേക്ക് എത്തും. അവരുടെ വീട്ടിലെ കുടുംബ വഴക്ക് നിങ്ങളെ വീട്ടിലേക്ക് എത്തും. നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നൂറുകണക്കിന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നൂറുകൾ. അതുകൊണ്ട് ഈ മതം എന്നും പറഞ്ഞുകൊണ്ട് കുറേ കണ്ടവന്റെ വയലൊക്കെ കൂടെ കേട്ട് നടക്കുന്ന മനുഷ്യ ശ്രദ്ധിച്ചോ. ഈ പറയുന്നവന്റെ വ്യക്തിത്വം എന്ത്, അവന്റെ പേഴ്സണൽ ലൈഫ് എന്ത്, അവന്റെ സാമ്പത്തിക അവസ്ഥ എന്ത്, അവന്റെ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്ത്, അവന്റെ മെന്റൽ സ്ട്രെങ്ത് എന്ത് എന്ന് പരിശോധിക്കാതെ നിങ്ങൾ അവന്റെ വാല്യം കേട്ട് പറയുന്നത് ഹദീസല്ലേ, ആയത്തല്ലേ, ആയത്തും ഹദീസും അത് പറയടൂ. പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്ന ആയത്തും ഹദീസിന്റെ അറിവിനൊപ്പം അവന്റെ പ്രകാശ കിട്ടുന്നത്, അത് നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് കിട്ടും. ഇത് എന്റെ വാക്കല്ല, ഉലമാക്കൾ പറയുന്ന വാക്കാ. നൂറുകണക്കിന് ഉലമാക്കൾ ഇതേ വാക്ക് പറഞ്ഞ ഉദ്ധരണി എന്റെ കയ്യിലുണ്ട്. മോർ ദാൻ 100. അതുകൊണ്ട് നല്ല അറിവുള്ള ഒരു പണ്ഡിതന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ബുക്കാണ് നിങ്ങൾ ഇപ്പോൾ വായിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ അദ്ദേഹത്തിൽ നിന്നുള്ള നിങ്ങൾക്ക് പ്രകാശം, പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്കോളേഴ്സ് പറഞ്ഞത്.
മനസ്സിലല്ലേ? ഈ എഴുത്തുക വായിക്കുക എന്നുള്ള സാധനം അത് ശരിക്കും ലൈവായിട്ട് നമ്മൾ എമോഷണൽ ട്രാൻസ്ഫറൻസ് നടത്തും പോലെ ഉള്ള ഒരു പരിപാടിയാണ് എഴുതുക. അത് അല്ലമവിൽ കലം മനുഷ്യനെ അത് മനുഷ്യന്റെ എഴുത്തു വായന മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. എഴുത്തും വായനയും ഒരു സൃഷ്ടികളും ചെയ്യൂല. ആ, എന്താ പറയാ, ജിന്നുകൾ പോലും എഴുത്തും വായിക്കുകയും ചെയ്യില്ല. അവർക്ക് എഴുത്തും വായനയില്ല, അവർ കേട്ടേ പഠിക്കുള്ളൂ. എന്ത് സംഗതി കേട്ട് പറഞ്ഞേ പഠിക്കുള്ളൂ, അല്ലാതെ എഴുത്തും വായനയില്ല. അതുകൊണ്ട് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയായി എഴുത്തും വായനയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവിൽ ആ എഴുതുന്നവന്റെ എനർജി നിങ്ങൾക്ക് കിട്ടും. എനർജി നിങ്ങൾക്ക് കിട്ടും. പ്രേമിക്കുന്ന കത്ത് എഴുതി കഴിഞ്ഞാൽ വാസ്തവത്തിൽ കത്തിലൂടെ നിങ്ങൾക്ക് പ്രേമം കൂടുതലായിട്ട് എത്തും. യെസ്, കത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പ്രേമം എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് പണ്ടൊക്കെ ഗൾഫിൽ പോയിരുന്ന ആളുകളില്ലേ ഒരുപാട് പേജ് കത്ത് ചെയ്തു, ഞാനൊക്കെ എഴുതിയിട്ടുണ്ട്. അന്ന് ഇമെയിലും ഇതൊന്നും ആയിട്ടില്ലല്ലോ. അത് വല്ലാത്തൊരു അടുപ്പമാണ്. 10-20 പേജൊക്കെ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്ത് അത് 20 പേജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം വരെ അത് ഭയങ്കര പറഞ്ഞു വരുന്നത്. പിന്നെ യെസ്, ഈ എമോഷണൽ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആരെ അനുസരിക്കുന്നു, ആരുടെ ഇഷ്ടാനിഷ്ട പ്രകാരം നമ്മൾ ജീവിച്ചു പോകുന്നത്. ശ്രദ്ധിച്ചോ, ആരുടെ ഇഷ്ടാനിഷ്ട പ്രകാരമാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പൊ അവരിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് എനർജി നമുക്ക് ട്രാൻസ്ഫറൻസ് ആവും. അപ്പൊ നമ്മളുടെ മക്കള് നമ്മളെ മക്കളെ ഇങ്ങനെ പറഞ്ഞ് എടാ കളിക്കടാ, കുളിക്കടാ, നിസ്കരിക്കടാ, ഓതടാ, പഠിക്കടാ, കിടകട കിടകട എന്ന് പറഞ്ഞാൽ സ്വയം എന്ന് പറയുന്ന കുട്ടിക്ക് കൊടുത്തില്ലേ, കുട്ടിയുടെ ബൗണ്ടറി വയലേറ്റ് ചെയ്യാണ്, നമ്മുടെ നെഗറ്റീവ് എനർജി കുട്ടിക്ക് എത്തും. അങ്ങനെയാണ് എമോഷണൽ ട്രാൻസ്ഫറൻസ്. ഒട്ടുമിക്ക ജിന്ന് ശൈത്താൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നതിന്റെ പിന്നിൽ എമോഷണൽ ട്രാൻസ്ഫറൻസ് ആണ്. മനസ്സിലല്ലേ? ഇതുണ്ടാകുമ്പോഴാണ് സ്പേസിലുള്ള മറ്റു നെഗറ്റീവ് എനർജീസ്, ഇപ്പൊ സിഹറും ഷിർക്കും മറ്റേതുപോലെ നെഗറ്റീവ് എല്ലാ മനുഷ്യന്റെ എക്സ്പ്രഷൻ, എമോഷണൽ എക്സ്പ്രഷൻ സ്പേസിൽ ഇംപ്രിന്റ് ഉണ്ട്. അത് നമ്മളിലേക്ക് ടച്ച് ആവും. ഇതിനപ്പുറത്താണ് പൊസഷൻസ്. അപ്പൊ നമ്മളെ ജിന്ന് ചൈത്താന്നൊക്കെ പറഞ്ഞ വിഷയത്തിൽ എന്താണോ എന്റെ തലയിലുള്ളത് അല്ലെങ്കിൽ ഞാൻ കേട്ടുകളിവുള്ളത് അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണമൊക്കെ വരും. റിയൽ പൊസിഷൻ ആയിക്കോളുന്നില്ല. പൊസിഷൻ സിൻഡ്രോം അല്ലെങ്കിൽ പൊസിഷൻ ക്രിയേറ്റഡ് പൊസിഷൻ എന്നൊക്കെ പറയും. അധിക കേസിൽ ക്രിയേറ്റഡ് പൊസിഷൻസ് ആണുള്ളത്, റിയൽ പൊസിഷൻസ് കുറവാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് വരുന്നതിന്റെ ഇപ്പൊ മാനസികമായ പ്രയാസം വരുന്നതിന്റെ 4 ചാപ്റ്ററാണ്, ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ്. ഈ ചാപ്റ്റേഴ്സ് എല്ലാവരിലും കുറേശ്ശെ രീതിയിലെങ്കിലും കാണും. എന്തായാലും ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞുണ്ടാവും, 3ഉം 4ഉം ഒന്നും ഇല്ലെന്ന് വിചാരിച്ചു. പക്ഷെ 1ഉം 2ഉം ഉണ്ട്. അതുണ്ടായാൽ തന്നെ നിങ്ങൾക്ക് അതിനെ അവിടെ നിന്ന് ഒഴിവാക്കി അതിനെ ക്ലീൻ ഔട്ട് ചെയ്ത് ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആരിൽ നിന്നാണോ നിങ്ങൾക്ക് ഈ പേഴ്സണാലിറ്റി നിങ്ങളെ വളർത്തിയ അവരുടെ സകല വൈകല്യങ്ങളും നിങ്ങളെ മക്കൾക്ക് കൊടുക്കും. ഇതുകൊണ്ടാണ് പാരന്റിങ്ങും റീപാരന്റിങ്ങും പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് മസ്റ്റ് ആണെന്ന് പറയുന്നത്. ഇത് നോക്കിക്കോ, എന്താണ് ഈ ബൗണ്ടറി അല്ലെങ്കിൽ എന്താണ് പേഴ്സണാലിറ്റി? ഇത് 2 വൃത്തം കാണുന്നില്ലേ സ്ക്രീനിൽ? എ എന്ന വ്യക്തി, ബി എന്ന വ്യക്തി, ഇവര് ബൗണ്ടറി വയലേഷൻ നടത്തുന്നില്ല. അവർക്കിടയിലുള്ള ബൗണ്ടറി ക്ലിയറാ. രണ്ടാളും വൃത്തത്തിലേക്കും കയറിയിട്ടില്ല, അവരെ സർക്കിളിൽ കയറിയിട്ടില്ല, അവരെ പരിധി വിട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ എ എന്ന വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം? സെൽഫ് റെസ്പോൺസിബിലിറ്റി, അവന്റെ ലൈഫിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി അവൻ ഏറ്റെടുക്കുക. ബി എന്ന വ്യക്തിയുടെ ഫ്രീ വില്ലിനെ റെസ്പെക്ട് ചെയ്യുക. എന്താ? ബി എന്ന വ്യക്തിക്ക് അവൻ എന്ത് വേണോ, എങ്ങനെ ജീവിക്കണോ, എങ്ങനെയാണ് എന്നുള്ളത് അത് അവന്റെ ഇഷ്ടം. അതിലെനിക്ക് യാതൊരു റോളും ഇല്ല. എനിക്ക് അവനെ സ്വാധീനിക്കാം, നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കാം, പക്ഷെ അവന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവന്റെ ബൗണ്ടറി ക്രോസ് ചെയ്യാത്ത അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻസ് വഴി മാത്രമേ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ഇൻഫ്ലുവൻസ് മാത്രമേ നടക്കൂ. നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ പോലും ബൗണ്ടറി വയലേഷൻ ആണ്. അപ്പോ എ എന്ന വ്യക്തി അവന്റെ സെൽഫ് റെസ്പോൺസിബിലിറ്റി എടുക്കുകയും ബി എന്ന വ്യക്തിയുടെ ഫ്രീഡം ഓഫ് അല്ലെങ്കിൽ ഫ്രീ വില്ലിനെ റെസ്പെക്ട് ചെയ്യുക, അവന്റെ ഫ്രീഡത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് ബിയുടെ. ഇനി ബിയുടെ പേഴ്സണാലിറ്റി എന്തായിരിക്കണം? ബി ശരിക്കും അവന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും എ എന്ന വ്യക്തിയുടെ ഫ്രീ വില്ലിനെയും അംഗീകരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേ ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. പേഴ്സണാലിറ്റി ഫുള്ളായിട്ട് നമ്മൾ ബൗണ്ടറി വയലേഷൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നാലേ പിശാച്ച് ബാധിച്ചവരുടെ പിശാച്ച് അധികം പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് കേസും ഇപ്പൊ സോൾവ് ചെയ്യാൻ പറ്റും. ഒരു മൈൻഡിൽ മെയിൻ ഇമ്പയർമെന്റ്, വലിയ കംപ്ലൈന്റ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും എന്ന് പറയുന്നത് കൊണ്ടാണ്. ബൗണ്ടറി വയലേഷൻ സംഭവിച്ചാലോ? കണ്ടില്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ വന്നതോടുകൂടി ഇതിനിടയിൽ ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പാണ് വസ്തുത്തിൽ ഡിസോസിയേറ്റീവ് ട്രാൻസും ഈ നെഗറ്റീവ് എനർജിയും. അപ്പൊ നമ്മുടെ ഇപ്പൊ ഉദാഹരണം നമ്മളെ മാതാപിതാക്കൾ നമ്മളെങ്ങനെ പറഞ്ഞ് അത് അങ്ങോട്ടിടോ ഇങ്ങോട്ടിടോ അങ്ങനെ ചെയ്യടോ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതൊന്നും നമ്മുടെ തീരുമാനമോ നമ്മുടെ ഇഷ്ടമോ നമ്മുടെ ചിന്തയോ അല്ല. പറയുന്നതൊക്കെ നല്ല കാര്യം, സ്വർഗം കിട്ടുന്നതായിരിക്കും. പക്ഷെ ഇതൊന്നും നമ്മുടെ ചിന്തയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് സ്പേസ് ഉണ്ടാവാൻ പോവാ. എന്ത്?
കൺട്രോളിങ് ബൈ അതേഴ്സ്. മറ്റുള്ളവർ കൺട്രോൾ ചെയ്ത് മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്ന ഏരിയ ഇതിൽ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്ന ഒരു ഏരിയയും മറ്റുള്ള ആളുകൾക്ക് വേണ്ടുന്ന കാര്യം ഞാൻ ചെയ്യുന്ന ഒരു ഏരിയയും രണ്ടായി തിരിയാൻ പോകുന്നത് മൈൻഡിൽ. അതുകൊണ്ട് ആ ഭാഗം കൂടുമ്പോ പിന്നെന്തായി, എനിക്ക് എന്റെ ലൈഫിൽ റോൾ ഇല്ലാതായി. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് പിന്നെ പല രോഗങ്ങളും വരാൻ പോവാണ്. എന്ന് മാത്രം ഈ ജിന്നു ഷൈത്താനും സീഖറും വരുന്നത് ആ ഭാഗത്ത് കൂടിയാണ്, പിന്നെ ബൗണ്ടറി വയലേഷൻസ് നടന്ന ഭാഗത്ത് കൂടിയാണ്. അതുകൊണ്ട് ബൗണ്ടറി വയലേഷൻസ് എത്രത്തോളം നമ്മളെ ലൈഫിൽ നടന്നോ, ഇവിടെ ന്യായമൊക്കെ ഉണ്ടാവും അപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തൊക്കെ. ഞാൻ എന്റെ കുട്ടികളെ നല്ലതല്ലേ പറഞ്ഞു നിർത്തുള്ളൂ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് സഹിച്ചു, അതൊന്നും എന്റെ മക്കളെ സഹിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഞാൻ എന്റെ കുട്ടികളെ നന്നാക്കാൻ വേണ്ടി ചെയ്തതല്ലേ, ഞാൻ മരുഭൂമിയിൽ പോയി പ്രയാസപ്പെട്ടത്, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എന്റെ മക്കളെ പഠിപ്പിക്കണം. ദിസ് ഇസ് നോൺസെൻസ്. നോൺസെൻസ്. എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് മക്കളെ പഠിക്കേണ്ട വേണ്ട. നീ പഠിക്കണം, നിനക്കെന്താ പണി? നിനക്കെന്താണ് പണി? എനിക്കറിവ് പഠിക്കണം എന്ന് എനിക്കുണ്ടായാൽ എന്റെ ഭാര്യയ്ക്ക് എന്റെ മനസ്സിൽ എനിക്കറിവ് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ അറിവ് പഠിക്കും. അറിവ് അവർ പഠിക്കും. ഞാൻ അവരെ പിന്നാലെ ഇങ്ങനെ പിന്നാലെ കൂടേണ്ട ആവശ്യമൊന്നുമില്ല, അവർ പഠിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്കറിവ് പഠിക്കാൻ കഴിഞ്ഞില്ല, കിട്ടിയ ചാൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ചാൻസ് കിട്ടിയില്ല, ചാൻസ് ഉപയോഗിച്ചില്ല എങ്കിൽ ഞാൻ ഈ കുട്ടിയെ ഈ ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്നത് എന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുകയാണ്. എന്റെ ഫ്രസ്ട്രേഷൻ കുട്ടിയിലേക്ക് അങ്ങനെ പോകുന്നല്ലാതെ കുട്ടി പഠിക്കാൻ തിരിയൂല, കുട്ടിക്ക് സ്ട്രെസ്സാ വരിക. മനസ്സിലായിക്കോ? കുട്ടിയെ കുട്ടിയാവാൻ അനുവദിക്കടോ. ആ കുട്ടിയെ കുട്ടിയാവാൻ അനുവദിക്ക്. നമ്മളെ താഴെയുള്ളവർ അവരാവാൻ അനുവദിക്ക്. സ്വന്തം ഭാര്യയെ ഭാര്യയാൻ അനുവദിക്ക്. അതിന് പകരം നമ്മൾ വരിഞ്ഞു മുറുക്കി നമ്മളെ മൂന്നാം ക്ലാസ് തോറ്റ വല്യമ്മ അമ്മ ഉണ്ടാവും, വല്യമ്മ. ആ വല്യമ്മാന്റെ കൽപ്പനക്ക പിന്നെ ഈ MBBS BEdും കഴിഞ്ഞ് വന്ന മരുമോളെ ഉമ്മ പറഞ്ഞ കേൾക്കണം. പഴയ ആ മൂന്നാം ക്ലാസ് തോറ്റ വല്യമ്മാന്റെ ആ പേഴ്സണാലിറ്റിക്ക് ഇവിടെ ഞാൻ ഒതുക്കി കൊടുക്കണം. സ്റ്റുപ്പിഡിറ്റി. അതിനൊക്കെ സഹകരിച്ചു കൊടുക്കുന്ന മനുഷ്യ, പുരുഷ, നീ കാണടാ, നാണം ഉണ്ടോടാ ഞാൻ ചോദിക്കും. കുട്ടികളുണ്ടായത് കൊണ്ട് മാത്രം ആണാവില്ല, ഇത് നാണം ഉണ്ടോടാ ഞാൻ ചോദിക്കും. യൂസ് യുവർ ബ്രെയിൻ. ലോകം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ലോകം മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ലോകത്തോടൊപ്പം അറിവുകൊണ്ട് സഞ്ചരിക്കണം. ലോകത്തോടൊപ്പം എങ്ങനെ സഞ്ചരിക്കുക? ലോകത്തോടൊപ്പം സഞ്ചരിക്കുക അറിവ് കൊണ്ടാ. അറിവിന് വേണ്ടി നമുക്ക് ഭൗതികമായിട്ട് സഞ്ചരിക്കേണ്ടി വരും. അതാ പണ്ടത്തെ ഉലമാക്കളുടെ പ്രത്യേകത. അവർ അറിവ് നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഉടനീളം സഞ്ചരിച്ചവരാ. ഇമാം മുഹമ്മദ് അബ്ദുൽഹാബിനെ കുറിച്ച് ഷെയ്ഖ് ഹുസൈമീൻ പറയുന്നൊരു വാക്കുണ്ട്, ഏതൊരു പണ്ഡിതന്റെയും പ്രധാന ക്വാളിഫിക്കേഷൻ, അതായത് ഈ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു ഗുണം ലോകത്തുടനീളം സഞ്ചരിക്കുക. ഇബ്നു തൈമിയ്യ സഞ്ചരിക്കാത്ത നാടില്ല, ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് സഞ്ചരിക്കാത്ത നാടില്ല, ഷെയ്ഖ് ഹുസൈമീൻ പറയാം. അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ സഞ്ചരിക്കേണ്ട, നമ്മളെ മുമ്പിൽ ഇത് എത്തുന്നതല്ല കാര്യം. അതുകൊണ്ട് അറിവ്, ആധുനികമായ കാലഘട്ടത്തിന്റെ അറിവിനോടൊപ്പം സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ജനങ്ങളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ ഇസ്ലാം എത്ര രീതിയിൽ നടക്കിയിട്ടും കാര്യമില്ല. ആ തലമുറയോടൊപ്പം സഞ്ചരിച്ചാൽ ഇസ്ലാം വളരെ ഈസിയായിട്ട് നടപ്പാക്കാനും പറ്റും. ഇല്ലെങ്കിലാ ബുദ്ധിമുട്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൗണ്ടറി വയലേഷൻ, നമ്മൾ മറ്റു വ്യക്തികളെ, ഞാൻ എന്നെ നിയന്ത്രിച്ച് എന്റെ കാര്യം ഞാൻ നിയന്ത്രിക്കുന്നതിന് പകരം എന്റേത് ഞാൻ നിയന്ത്രിച്ചാലും ഇല്ലെങ്കിലും മറ്റുള്ളവരെ എനിക്ക് നിയന്ത്രിക്കുക എന്നതാണ് എന്റെ മെയിൻ ഓബ്ജക്റ്റ് ആയാൽ ഡെഫിനറ്റ്ലി ആ കുടുംബം നശിക്കും. അവിടെ പേഴ്സണാലിറ്റി ശരിയാവില്ല, തകർന്നു പോകും. അതുകൊണ്ട് ബൗണ്ടറി വയലേഷൻ ഇസ് ദ മെയിൻ പ്രോബ്ലം. അതുപോലെ അറിവ്. ഈ അറിവ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ പഠിച്ചെടുത്ത അറിവ് പ്രകാരം ഞാൻ പ്രവർത്തിക്കുമ്പോഴേ എനിക്ക് ഫോഴ്സ് ഉണ്ടാവുള്ളൂ, എനർജി ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് എന്റെ ഉമ്മാന്റെ അറിവ് പ്രകാരം അല്ലെങ്കിൽ വാപ്പാന്റെ അറിവ് പ്രകാരം ഞാൻ പ്രവർത്തിച്ച് എനിക്ക് വരുന്നുണ്ട്, ഞാൻ ഒരു കൂലിപ്പണി മാതിരിയാവും. എനിക്കൊരു ഒരു ത്രില്ല് വേണ്ടേ? അതിന് എന്റെ അറിവ് വേണ്ടേ? എനിക്ക് എന്റെ അറിവ് വേണം, എന്റെ ഇന്റൻഷൻ, എന്റെ നിയത്തും, എന്റെ വോളിഷൻ, എയിം, മിഷൻ, ടാർഗറ്റ് ഇതൊക്കെ വേണം. അതുകൊണ്ട് ഈ അറിവ്, മറ്റാളുകളുടെ അറിവ് നമ്മളിലേക്ക് വന്ന് അത് നമ്മൾ എന്താ പറയുക, കൾച്ചർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ നമ്മൾ റിഫൈൻ ചെയ്ത് നമ്മളിലേക്ക് സെറ്റ് ആക്കുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുള്ളൂ. അതല്ലാതെ മറ്റുള്ളവരുടെ അറിവ് ഇങ്ങനെ ഇപ്പം മൂല്യമാരെ വേളം അങ്ങനെ കേൾക്കുന്നത്, അത് അങ്ങനെ വന്ന് നിങ്ങൾ നടപ്പാക്കിയാൽ ഉദ്ദേശിച്ച ഗുണമൊന്നും കിട്ടൂല. ബട്ട് ദാറ്റ് ഹാസ് ടു മോൾഡ് യു. നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കണം, അപ്പോഴേ നിങ്ങളുടെ ലൈഫിൽ ഇത് വരുള്ളൂ. അത് ആ പാകപ്പെടുത്തി എടുക്കുന്നതാണ് ഒരാളുടെ ലൈഫിനെ റിവൈവ് ചെയ്യുന്ന റീഫ്രെയിമിംഗ് എന്നൊക്കെ പറഞ്ഞ സംഗതി. ഇനി ഇപ്പൊ ഈ ഡിസോർഡർ എന്ന് പറഞ്ഞ എന്താ ഈ ഓർഡർ? ഓർഡർ എന്താ? പ്രപഞ്ചത്തിൽ ഒരു ഓർഡർ ഉണ്ട്. അത് ആ വാനലോകത്തായിക്കോട്ടെ, ആകാശ ലോകത്തായിക്കോട്ടെ, മനുഷ്യന്റെ ശരീരത്തിലായിക്കോട്ടെ, മനുഷ്യന്റെ മനസ്സിൽ. സി ശരീരത്തിന്റെ ഓർഡർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചില ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് കഴിച്ചാൽ പിന്നെ രോഗം വരും, അല്ലെങ്കിൽ ചില കാലാവസ്ഥയിൽ നമ്മൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ, അപ്പം ഓർഡർ തെറ്റി എന്ന് പറയാം. പക്ഷെ മനസ്സിന്റെ ഓർഡറാ, ചിന്തയ്ക്കൊരു ഓർഡർ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങളുടെ ചിന്ത, നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ട് ഏത് വിഷയത്തിൽ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ട് എടുത്താലും നിങ്ങളുടെ ചിന്തയെ വൈകല്യം വരും.
നിങ്ങളിപ്പോ ഒരു എമോഷണൽ സ്ട്രെസ് ആണ് വിചാരിച്ചു, ഒരാൾ പെട്ടെന്ന് ഒരു അപകടം സംഭവിച്ചപ്പോൾ അതിന് സ്ട്രെസ്ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടാ, അല്ലെങ്കിൽ വെറുപ്പ് വന്നപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്തൊരു എമോഷൻ ആയിക്കോട്ടെ, ഇനി അതല്ല എന്തെങ്കിലും ഒരു അറിവായിക്കോട്ടെ സ്ട്രെസ്ഫുൾ. ചില കുട്ടികളുണ്ടാവും, ചില എക്സാമിനൊക്കെ പഠിക്കുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിക്കും, അവർക്ക് കംപ്ലൈന്റ് വരിക ചെയ്യാം. ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ്, ഇതൊരു തീയിന്റെ മേലെ കാണിച്ചെന്താ, അല്ലെങ്കിൽ ഒരു വാഴന്റെ ഇല കാണിച്ചെന്താ, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം എന്താ ഇത് കാണിച്ചെന്താ, ഇത് കൂടൂലേ. ഇതുപോലെ നിങ്ങളുടെ ബ്രെയിൻ കൂടും. ബ്രെയിൻ അല്ല, സോറി, നിങ്ങളുടെ മൈൻഡിന്റെ പ്രവർത്തനം കൂടും. ഇതൊരു പ്ലാസ്റ്റിക് പേപ്പർ, ഇതിപ്പോ ഒരു തീയിന്റെ മേലെ കാണിച്ചത്, ഇത് കൂടും. അതുപോലെ സ്ട്രെസ്ഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് വിഷയം നിങ്ങളെ മൈൻഡ് കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നോ, ഏത് എമോഷൻ, ഏത് ബിലീഫ്, ഏത് ഇതായാലും മൈൻഡിന്റെ പ്രവർത്തനം റോങ് ആവും. തിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുവേ. തിരിച്ചെടുക്കാൻ പബ്ജി പോലുള്ള ഗെയിം കളിച്ചിട്ട് 3 വർഷം 5 വർഷമൊക്കെ കഴിച്ച കുട്ടികൾ എന്റെ കയ്യിലുണ്ട്. തിരിച്ചെടുക്കാൻ ഞാൻ പെടുന്ന പാട് കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടാത്ത കുട്ടികളുണ്ട്. ഞാൻ ഏകദേശം ഒരു 8 മാസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, കുട്ടി കിട്ടുന്നില്ല. 3 വർഷമായിട്ട് ഒരു ദിവസം 4 മണിക്കൂർ 5 മണിക്കൂർ വെച്ച് പബ്ജി കളിച്ചതാ. 3 വർഷമായിട്ട് കളിച്ചതാ പബ്ജി ഗെയിം. പബ്ജി ഒറ്റയ്ക്കല്ല, ഏത് ഗെയിം കളിച്ചാലും അതൊരു വളരെ ഇന്റൻസീവായിട്ട് നിങ്ങൾ മൈൻഡിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അതിന് വൈകല്യം വരും. ദാറ്റ് ഇസ് എ ഡിസോർഡർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാറ്റർ, പദാർത്ഥം, മോളിക്യൂൾസ്, ആറ്റം, അതിനടിയിലൂടെ പോയി ഇങ്ങനെ പോയി 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 പിന്നെ എനർജി വരുന്ന പിന്നെ പല ഫ്രീക്വൻസി. അതിൽ വിബ്ജിയോർ നമുക്ക് കാണാൻ പറ്റുന്നതുണ്ട്, കാണാൻ പറ്റാത്ത എനർജി ഉണ്ട്, മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലാത്തതുണ്ട്, നമുക്ക് പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അല്ലാത്തതുണ്ട്, ഭയങ്കര പവർഫുൾ എനർജി. ചുരുക്കി പറഞ്ഞാൽ മെറ്റാഫിസിക്സിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ അടിയിലേക്ക് പോയി ആ എനർജിയുടെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് എന്താ, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസിന്റെ എനർജി എന്നാ. പ്രപഞ്ചത്തിലൊക്കെ കൂടെ ഒരു 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 ബുദ്ധി ഉണ്ട്, അത്ര ബുദ്ധി കേന്ദ്രം. ആ ബുദ്ധി കേന്ദ്രത്തിലെ ഒരംഗമാണ് ഞാൻ, ഓരോ അംഗമാണ് നിങ്ങൾ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി കേന്ദ്രം, നമ്മളൊക്കെ ഉള്ള ഒരു മൊത്തത്തിലുള്ള ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്. കോൺഷ്യസ് എവിടെയാ, നമ്മൾ ഇവിടെ ഉണ്ടാവും. കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് ഉണ്ട്. എന്റെ ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഈ അൺകോൺഷ്യസ് മൈൻഡ് അവിടെ പോയിട്ട് ബന്ധിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. എന്റെ അൺകോൺഷ്യസ് മൈൻഡ് നിങ്ങൾ അൺകോൺഷ്യസ് മൈൻഡ് കണക്റ്റഡാ. അതുകൊണ്ടാണ് ടെലിപ്പതിക് സംഗതികളൊക്കെ പലപ്പോഴും നടക്കുന്നത്. അപ്പൊ ഈ കളക്റ്റീവ് അൺകോൺഷ്യസിൽ ലക്ഷോപലക്ഷം ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോയവരും ജീവിച്ചിരുന്നതൊക്കെ ആയിട്ടുള്ള ആളുകളുടെ പിന്നെ ഒരു മൊത്തത്തിലുണ്ടായിരുന്ന കളക്റ്റീവ് അൺകോൺഷ്യസ്, അതിന്റെ മെമ്പറാണ് നമ്മൾ. അതുകൊണ്ട് അതിന്റെ എനർജി, അപ്പൊ മനുഷ്യന്റെ ആത്മാവുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജി നൂറ് എന്ന് പറയും ഇസ്ലാമില്, പ്രാണ എന്ന് പറയും. നൂറ്, പ്രാണ, ജ്യോതി, ചി, കി, ആ, ആത്മചൈതന്യം, ഇങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആ സാധനം അതാണ് ശരിക്കും അതിനെ മെഷർ ചെയ്യുന്ന രീതി, ഓറ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഓറയെ റീഡ് ചെയ്യുന്ന അതിന്റെ റീഡ് ചെയ്യുന്ന ആ ബയോ എനർജറ്റിക് ഇൻഫർമേഷൻസ് ഫീൽഡിലെ പോസിറ്റീവ് എനർജിയെ റീഡ് ചെയ്യുന്ന ഡിവൈസാണ് ഇത്. അപ്പൊ ആ ഒരു സാധനം സയന്റിഫിക്കലി ഉണ്ട് എന്നാണ് പറയുന്നത്. അത് റീഡ് ചെയ്യാൻ മൈക്രോ കറന്റ് ഫ്രീക്വൻസിയിലൂടെ റീഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ് ഇത്. സി, അപ്പൊ അതുകൊണ്ട് വെൽ പ്യൂർ സയൻസാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ കളക്റ്റീവ് അൺകോൺഷ്യസിന്റെ എനർജി അതിലൂടെ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്, അതിലേ അങ്ങനെ പോയി 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 എവിടെ അവസാനം ഈ ഒരു ഇൻഫർമേഷൻസ് ഇല്ലാത്തൊരു ലോകമില്ല, എം ടി സ്പേസ് ഇല്ല ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ ആയിരുന്ന സുബ്ഹാൻ അല്ലാ, ബീയിങ് എ മുസ്ലിം ഐ സേ അള്ളാഹുവിന്റെ അറിവ്. അള്ളാഹുവിന്റെ അറിവല്ലേ എല്ലാം, അള്ളാഹുവിന്റെ അറിവല്ല. അള്ളാഹിന്റെ അറിവിൽ നിന്നല്ലേ കുതിർത്തുണ്ടാകുന്നത്. അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് നമുക്ക് അറിവ് കിട്ടുന്നത്, അള്ളാഹുവിന്റെ മഷിയത്തിൽ നിന്ന് നമുക്ക് മഷിയത്ത്, അള്ളാഹുവിന്റെ നീയത്ത് ഇറാദത്തിൽ നിന്നാണ് നമുക്ക് ഇറാദത്ത് ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ ഇതിരിൽ നിന്നാണ് നമുക്ക് നീയത്ത് ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ കൂവത്തിൽ നിന്നാണ് നമുക്ക് കൂവത്ത് ഉണ്ടാകുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാം ഇസ്ലാമിക പ്രമാണമാണ്. വിശദമായിട്ട് സംസാരിക്കാൻ അടുത്ത ക്ലാസ്സുകളിൽ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഉടനീളം ഉണ്ടാകുന്ന എനർജിയുടെ സ്രോതസ് മാക്സ് പ്ലാങ്ക് പറയാണ്, അത് നമ്മൾ സങ്കല്പിച്ചേ പറ്റൂ. എന്ത്, ഈ പ്രപഞ്ചമല്ലാത്ത മറ്റൊരു സ്രോതസ്സിൽ നിന്നാണ് ഈ എനർജി വരുന്നത് എന്ന് നമ്മൾ സങ്കല്പിച്ചേ പറ്റൂ. റബ്ബുൽ ആലമീൻ, സൃഷ്ടികർത്താവ്, എല്ലാ ലോകത്തെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു നൂറു സമാവാതി, അള്ളാഹുവിന്റെ പ്രകാശം എന്ന് പറഞ്ഞ സാധനം ഇതാണ്. മാക്സ് പ്ലാങ്ക് നല്ല മെറ്റാഫിസിഷ്യനാണ്. ചുരുക്കി പറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ അറിവിന്റെ ലോകം, ലോകം മുഴുവൻ അറിവിന്റെ ലോകം. എന്റെ മനസ്സിൽ അറിവ്, എന്റെ ശരീരത്തിൽ അറിവ്. എന്നാ പിന്നെ ഈ അറിവ് എനിക്ക് മാറ്റിയ പോലെ എന്റെ മനസ്സ് മാറാൻ മതി. എന്റെ ശരീരം മാറ്റണമെങ്കിൽ അറിവ് മാറ്റിയാൽ മതിയോ? മതി. അറിവ് ശരീരം മാറ്റി, ആ മാറ്റുന്നതോടൊപ്പം അത് ജീവിക്ക് മനുഷ്യ. ലൈഫ് സ്റ്റൈൽ ചേഞ്ച്.
ഉള്ളു മാറണോ പുറം മാറണോ? ഉള്ളു മാറണമെങ്കിൽ പുറം മാറണം, പുറം മാറണമെങ്കിൽ ഉള്ളു മാറണം. ഈ രണ്ടും കൂടി മാറുമ്പോൾ നിന്റെ ജീവിതം മാറണം, ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. അതിനു വേണ്ടി തയ്യാറാക്കുന്നതാണ് പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ച്. അപ്പൊ അതിനൊരു വ്യക്തമായ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ, ഏത് മതം ജാതിയായാലും മനുഷ്യന്റെ മൂല്യങ്ങളിൽ പിന്നെ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു സ്ട്രക്ചർ. ആ സ്ട്രക്ചറിന്റെ മൂല്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നു. അതിൽ സെൽഫ് എസ്റ്റീം എന്താണ്, എന്റെ വ്യക്തിത്വം എന്താണ്, അത് എന്താവണം, എന്താവാൻ പാടില്ല, അത് മറ്റുള്ളവരുമായിട്ടുണ്ടാകുന്ന ബൗണ്ടറി എവിടെ, ആ ബൗണ്ടറി ഹെൽത്തി ആകുമ്പോഴേ റിലേഷൻഷിപ്പ് ശരിയാവുള്ളൂ. ആ ബൗണ്ടറി ഹെൽത്തി ആകുമ്പോഴേ നമുക്ക് റഹ്മത്തും കിട്ടുള്ളൂ, അള്ളാഹുവിൽ നിന്ന് കാരുണ്യം കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ബ്ലെസ്സിങ്സ് കിട്ടുള്ളൂ, നമുക്ക് ഹൈറും ബർക്കത്തും നല്ല സൽഗുണങ്ങൾ ലക്ക് കിട്ടുള്ളൂ. ഈ റഹ്മത്ത്, കാരുണ്യം അല്ലെങ്കിൽ മേഴ്സി, ബ്ലെസ്സിങ് ഇതിലെ വരുന്നത് നിങ്ങൾക്ക് അറിയോ? അത് അള്ളാഹുവിൽ നിന്ന് മലക്കുകളിലൂടെ, പ്രവാചകന്മാരിലൂടെ, പുണ്യപുരുഷന്മാരിലൂടെ, സജ്ജനങ്ങളിലൂടെ, നമ്മുടെ മേലെയുള്ള അതോറിറ്റീസിലൂടെ. അതോറിറ്റി എന്ന് പറഞ്ഞാൽ കൈകാര്യകർത്താവ്, മക്കളെ സംബന്ധിച്ചുള്ള മാതാപിതാക്കള്, ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ്, അല്ലെങ്കിൽ എന്താ പറയാ, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടൂലേ? കിട്ടും, പലതും കിട്ടും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ അവളുടെ സ്റ്റാറ്റസിനനുസരിച്ചിരിക്കും, അവളുടെ ജീവിതത്തിൽ അവളുടെ പങ്ക്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യയുടെ പങ്ക് ഒക്കെ നോക്കിയിട്ടാണ്. ഇപ്പൊ പറയും ഭർത്താവിനെ അനുസരിക്കുക, ഭർത്താവിനെ അനുസരിക്കുക, ഭർത്താവ്, ഞാൻ പറയും ഭാര്യനെ അനുസരിക്കേണ്ടി വരും. പല കാര്യത്തിലും ഭർത്താവിനെ അനുസരിക്കേണ്ടി വരും. എടോ, ആരാണ് ഈ ജീവിതത്തിന്റെ ഈ സെഗ്മെന്റ്, ഈ ഭാഗം ആര് നയിക്കുന്ന അവരനുസരിക്കണം. ജീവിതത്തിന്റെ ഇപ്പൊ ഉദാഹരണം, ഭർത്താവിന് ജോലി ഇല്ലാത്ത ഭർത്താവാ, ഭാര്യയുടെ ശമ്പളം കിട്ടുന്നത്, ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റില്ല വിചാരിച്ചു. ഈ ഭർത്താവ് ഭാര്യ അനുസരിക്കണം, ഭാര്യ അനുസരിക്കുന്ന വെച്ചാൽ ഈ ഭർത്താവിനെ അനുസരിക്കല്ല ഭാര്യ, നോ, ഷീ കാനോട്ട്. കാരണം അവൾക്കുള്ള ശമ്പളം, അവള് പോകുന്നു, അവള് കൊണ്ടുവരുന്ന പൈസ, അത് അവളുടെ, അവള് പറയുന്ന രീതിയിൽ അനുസരിച്ച് ഭർത്താവ് നീങ്ങി അവിടെ നല്ല ഇതുണ്ട്. പക്ഷെ ശമ്പളമൊക്കെ നിന്റേത്, ജോലിയും നിന്റേത്, പക്ഷെ ഞാൻ ഇതിനനുസരിക്കണം, അതുകൊണ്ട് എന്ന് പറഞ്ഞാലോ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആരാണ് ലൈഫിനെ ലീഡ് ചെയ്തത് അവരനുസരിക്കണം. അതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അനുസരണത്തിന്റെ യാഥാർത്ഥ്യം. ലൈഫ് ആര് ലീഡ് ചെയ്യുന്നു? നമ്മൾ ഭാര്യമാർ ലീഡ് ചെയ്യുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്, വീട്ടിലെ ക്ലീൻനെസ്, ഇതൊക്കെ അവരാ. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ അനുസരിക്കണം. നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നിടത്ത് അവർ നമ്മളനുസരിക്കണം. അപ്പോഴല്ലേ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഉറപ്പാ. അതുകൊണ്ട് ഈ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ചുരുക്കി പറഞ്ഞാൽ ബ്ലെസ്സിങ്സ് വരുന്നത് ജനങ്ങളിലൂടെയാണ്, ഹൃദയങ്ങളും തമ്മിലുണ്ടാകുന്ന കണക്ഷൻസിലൂടെയാണ്. ആ കണക്ഷൻസ് നമ്മൾ എത്ര കണ്ട് പോസിറ്റീവ് ആക്കുന്നോ അത്ര കണ്ട് നമ്മളെ സൗഭാഗ്യം വരും. അപ്പൊ സാമ്പത്തികമായിട്ട് പരാജയം ഉണ്ടാകുന്നതിന്റെ കാരണം, യെസ്, ദരിദ്ര കുടുംബത്തിൽ ഞാൻ ജനിച്ചു എന്നത് എന്റെ കുറ്റമല്ല, പക്ഷെ ഞാൻ ദരിദ്രനായി ജീവിക്കുന്നത് എന്റെ കുറ്റമാണ്. ഏറ്റെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഉത്തരവാദിത്വം? ദാരിദ്ര്യ കുടുംബത്തിൽ ദരിദ്രനായിട്ട് ഞാൻ ജനിച്ചു എന്നത് എന്റെ കുറ്റമല്ല, പക്ഷേ ദരിദ്രനായിട്ട് ഞാൻ ജീവിക്കുന്നത് എന്റെ കുറ്റമാണ്. ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഗഡ്സ് ഉള്ളവരെ വാ, ലൈഫ് ചേഞ്ചിങ്ങിലൂടെ ഞാൻ ശരിയാക്കി തരാം. ഗഡ്സ് വേണം, ലൈഫ് ചേഞ്ചിങ്ങിലൂടെ ഞാൻ ശരിയാക്കി തരാം, ക്ലാസ്സിലൂടെ ഞാൻ ശരിയാക്കി തരാം. അപ്പം സൗഭാഗ്യം എന്ന് പറയുന്നത് ബന്ധങ്ങളിലൂടെ, പോസിറ്റീവ് കണക്ഷൻസിലൂടെ വരിക. അതുകൊണ്ട് ബന്ധങ്ങൾ തകർന്നാൽ അത് പോകും. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് വല്ലവനും സൗഭാഗ്യം വേണം, ദാറ്റ് മീൻസ് വിശാലമായ ഉപജീവനം വേണോ, വല്ലവനും ദീർഘായുസ് വേണോ, അവൻ ബന്ധങ്ങൾ ചേർത്ത് കൊള്ളട്ടെ. പ്രവാചകൻ പഠിപ്പിച്ച മറ്റു മതങ്ങളുടെയും അന്തസത്ത അതാണ്, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ സാധനം, ഇറ്റ് ഈസ് ഇൻ യുവർ ഹെഡ്, നമ്മളെ തലയിലാണ്. ഗുഡ് ലക്ക് എന്ന് ബാഡ് ലക്കും, ഗുഡ് ലക്കും നിങ്ങളുടെ തല നിങ്ങൾ എങ്ങോട്ട് ചിരിക്കുന്നു, നിങ്ങൾ എങ്ങോട്ട് തിരിയുന്നു, നിങ്ങളുടെ പെർസെപ്ഷൻ, കാഴ്ചപ്പാട് പോലെയാണ് ഗുഡ് ലക്കും ബാഡ് ലക്കും വരുന്നത്. അത് സിംപിളി ഞാൻ പറയുന്നതല്ല, ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്ക, സ്റ്റേ അവേ ഫ്രം ദ നെഗറ്റീവ് പീപ്പിൾ. നെഗറ്റീവ് പീപ്പിളിൽ നിന്ന് മാറ്റി നിർത്തിക്കോ, അവരിൽ നിന്ന് മാറിയിരുന്നോ. കാരണം ദേ ഹാവ് എ പ്രോബ്ലം ഫോർ എവരി സൊല്യൂഷൻ. എല്ലാ പരിഹാരത്തിനും അവർക്കൊരു പ്രോബ്ലം ആയിരിക്കും. നിങ്ങൾ എന്ത് പരിഹാരം പറഞ്ഞാലും അതൊരു പ്രോബ്ലം ആയിട്ട് അവർക്ക് വരും. അവരുടെ ജീവിതത്തിൽ പരിഹാരം എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്നത് മുഴുവൻ അവർക്ക് പ്രോബ്ലം ആയിട്ട് വരുള്ളൂ. ഇനി നിങ്ങളൊരു പരിഹാരം പറഞ്ഞു നോക്കി, അത് അതിലുള്ള പ്രോബ്ലം അവർ കാണുള്ളൂ, നെഗറ്റീവ് അവർ കാണുള്ളൂ. ഇത്തരക്കാരെ വിട്ടുനിർത്തും. ദാറ്റ് മീൻസ് വിട്ടുനിർത്തിയിട്ടില്ലെങ്കിൽ അവരുടെ ആ നെഗറ്റിവിറ്റി ഇങ്ങോട്ട് വരും. പോസിറ്റീവ് പീപ്പിൾ ആണെങ്കിലോ എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ കാണും. പോസിറ്റീവ് പീപ്പിളിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഇല്ല. ദർ വിൽ ബി എ സൊല്യൂഷൻ, ദർ വിൽ ബി എ സൊല്യൂഷൻ, എ റിയലിസ്റ്റിക് സൊല്യൂഷൻ. ആൻഡ് കാൾ ജങ് അദ്ദേഹത്തിന്റെ വാക്ക, ഒരാൾക്ക് എൻലൈറ്റൻമെന്റ്, പ്രകാശം കിട്ടണം, അല്ലെങ്കിൽ ഒരാൾക്ക് എൻലൈറ്റൻമെന്റ്, ഒരു വെളിച്ചം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ട്യൂബ് ലൈറ്റ് ഇങ്ങനെ സങ്കല്പിച്ചാൽ മതിയോ? ഒരു ലൈറ്റിനെ സങ്കല്പിച്ചാൽ മതിയോ? കിട്ടൂല. പക്ഷെ ആ മനുഷ്യന് എൻലൈറ്റൻമെന്റ് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ അൺകോൺഷ്യസ് ഡാർക്ക് ആയിട്ടുള്ള, അദ്ദേഹത്തിന് പോലും എന്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് അറിയാത്ത ഒരു മേഖല, അൺകോൺഷ്യസ് മൈൻഡ്, അതിന് അയാൾ കോൺഷ്യസ് ആക്കാൻ സമയം കണ്ടെത്തലേ പറ്റില്ല. നിങ്ങൾ അൺകോൺഷ്യസ് മൈൻഡിൽ ഉള്ളതിനെ കോൺഷ്യസ് ആക്കാൻ, നിങ്ങളിത് പഠിച്ചെടുക്കാൻ, എന്നിൽ എന്താ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുവാനുള്ള സമയം നിങ്ങൾ ചെലവഴിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ
ആ അൺകോൺഷ്യസ് മൈൻഡിലുള്ളത് എന്താണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിനെ ലീഡ് ചെയ്യുക, ഷെയ്പ്പാക്കുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആകത്തുക. നിങ്ങൾ അതിനെ വിധി എന്ന് വിളിക്കും. അപ്പൊ വിധി എവിടെയാ? വിധി ഇതിനകത്താ. അപ്പൊ അള്ളാഹുവിന്റെ വിധിയുണ്ട്. പല തട്ടിലാ, പല രേഖയിലാ. അതിലേക്ക് എത്താൻ പറ്റുന്ന റേഞ്ച് ഉണ്ട്, എത്താൻ പറ്റാത്ത റേഞ്ച് ഉണ്ട്. പക്ഷെ എത്താൻ പറ്റുന്ന റേഞ്ച് ഏത് ഇല്ല എന്നുള്ളത് വിധിവിശ്വാസത്തിനെ കുറിച്ചുള്ള മണ്ടത്തരപരമായ സാധനം നമ്മുടെ തലയിൽ കയറിയിട്ടുണ്ട്. അതെന്താ? അത് അപക്വമായ മൗലവിമാരുടെ പ്രസംഗം കേട്ടിട്ട് ഇത് മെറ്റാഫിസിക്സും ഇല്ല, ഫിസിക്സും ഇല്ല, നോളജും ഇല്ല. 10ാം ക്ലാസ് തൊട്ട് പിന്നെ അറബി കോളേജിൽ കൂടെ വന്ന പ്രൊഡക്റ്റുകൾ പാടി പറഞ്ഞൊരു സാധനം നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ മുഴുവൻ എനിക്ക് വെല്ലുവിളിക്കാൻ പറ്റും. വിധി വിശ്വാസത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ നിങ്ങളെ വായടപ്പിക്കാൻ കൊണ്ട് പറ്റും. വിധി വിശ്വാസത്തെ കുറിച്ച് നിങ്ങളെ 4 ചോദ്യം ചോദിച്ചാൽ നിങ്ങളെ വായടക്കും. എനിക്കറിയാം, അടപ്പിച്ചിട്ടുണ്ട് ഞാൻ എല്ലാത്തിനെയും. കാരണം ആ ബ്ലോക്ക് ഇവിടെ ഉണ്ട്. വിധി വിശ്വാസത്തെ കുറിച്ചുള്ള ബ്ലോക്ക് ഇവിടെ ഉണ്ട്. ഞാൻ തീർത്തു തരാം ഇൻഷാ അള്ളാ. അടുത്ത 2-3 ക്ലാസ് ഞാൻ തീർത്തു തരാം. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന അൺകോൺഷ്യസ് മൈൻഡിൽ, എന്റെ മൈൻഡിനകത്ത് എന്താണ് ഉള്ളത്, എന്തുകൊണ്ടാണ് ഞാൻ പല കാര്യത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, എങ്ങനെ അങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തെന്റെ ഉള്ളിലുള്ളത് എന്ന് എനിക്ക് തിരിച്ചറിയണം. അത് സ്വന്തമായിട്ട് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോളമില്ല. എല്ലാം കഴിഞ്ഞോളന്നില്ല, ചിലതെല്ലാം കഴിയാം. പക്ഷെ അതിനാണ് മറ്റൊരാളുടെ ഹെൽപ്പ്. ആ ഹെൽപ്പിനാണ് കൗൺസിലിംഗ്. മുമ്പത്തെ ആൾക്കാർക്ക് എഴുതിയ പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ മോഡേൺ കൗൺസിലിംഗ് എഴുതിയ പുസ്തകങ്ങൾ അന്നത്തെ ഇബിൽ കൈമിന്റെ ബുക്ക് ഉണ്ട്. വികാസത്തിൽ പുതിയ പുതിയ കുറെ ആളുകളുണ്ട്, ഇറങ്ങിയിട്ടുണ്ട് നാട്ടിലെ തൗബൊക്കെ ഇട്ടിട്ട്. സൈക്കോളജി അതൊക്കെ കുഫറല്ലേ? സൈക്കോളജി കുഫറാണ്, ഫിലോസഫി കുഫറാണ്, കൗൺസിലിംഗ് കുഫറാണ്. പിന്നെ പ്രവാചകന്റെ സഹാബത്തിന്റെ ചരിത്രം അല്ലാതെ ഒരു ബുക്കും വായിക്കാൻ പാടില്ല. ഒരാളുടെ ജീവചരിത്രം വായിക്കരുത്. പ്രവാചകന്റെ സഹാബത്തിന്റെ ചരിത്രം അല്ലാതെ ഒന്നും വായിക്കാൻ പാടില്ല. നമ്മൾ ശരി എന്നാ വായിക്കണ്ടെന്ന് പറയും. ഓൻ വായിക്കണ്ട, നിർബന്ധമൊന്നുമില്ല. അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിട്ടേക്ക്. കാരണം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് അതിങ്ങനെ തപ്പിയെടുക്കുമ്പോഴേ കിട്ടുള്ളൂ. ഇപ്പൊ തെറാപ്യൂട്ടിക് കൗൺസിലിലൂടെ അങ്ങനെയാണ്. ഇന്നലെ കിട്ടാത്ത പ്രോബ്ലം ഇന്ന് കിട്ടും, ഇന്ന് കിട്ടാത്ത നാളെ കിട്ടും. ഇങ്ങനെ തപ്പിയെടുത്ത് ക്ലീൻ ആക്കി കൊടുക്കുക ചെയ്യും. അതാണ് തെറാപ്യൂട്ടിക് കൗൺസിലിംഗ്. അതിന് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. അതിന് അൽഹംദുലില്ലാ ഞാൻ അതിന്റെ പ്രൊഫഷണൽ കോഴ്സും കോളേജും ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അൽഹംദുലില്ലാ. പറഞ്ഞു വരുന്നത്, സോ പേഴ്സണാലിറ്റി എന്താണ്? അത് എന്റെ ഉള്ളിലുണ്ടാകുന്ന വിശ്വാസ വിചാര വികാരങ്ങൾ, അത് തന്നെ എന്റെ ജീവിതമായി മാറുക. ഏതുപോലെ ഈ സ്ക്രീനിൽ കാണുന്നത് നോക്ക്. പഴയ കാലത്ത് സിനിമ കാണിച്ചു കൊടുത്തിരുന്ന മെഷീനാണിത്. റീൽ എന്ന് പറയുന്ന സാധനം അതാ. ഫിലിമിന്റെ റീൽ ഉണ്ടാവും. അത് ഒന്നിൽ നിന്ന് ഇങ്ങനെ ചുറ്റി എന്ന് പറഞ്ഞ് ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ശക്തമായ ഒരു ലൈറ്റ് ഇവിടുന്ന് വെള്ള ലൈറ്റ് അടിച്ചു കൊടുത്താൽ ആ ഫിലിമിൽ എന്തൊക്കെയുണ്ടോ അതാണ് ആ സ്ക്രീനിൽ കാണുന്നത്. എന്നതുപോലെ ഇതിനകത്തുള്ളതും അതാണ് ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്ന സമയത്ത്, ഞാൻ ഉറങ്ങാത്ത സമയത്ത്, ഞാൻ ഉറങ്ങുന്ന സമയത്തും ഉണ്ട് കേട്ടോ. ഇങ്ങനെ നടക്കുന്നത് ഇതിനകത്തുള്ളത് ഇവിടെ പോകും, ഇവിടെ ഉള്ളത് ഇവിടെ വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു റീലും ആണെങ്കിൽ ആ റീലിൽ എന്താ ഉള്ളത്? അതിനകത്തുള്ള വിഷമവും ദുഃഖവും സങ്കടവും പേടിയും പ്രയാസവും അസൂയയും കുശുമ്പും വാശിയും ദേഷ്യവും വെറുപ്പും ഒക്കെ ആണെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തില് പച്ചയായിട്ട് ജീവിതമായി മാറുക. എന്നാൽ ഇതിനകത്ത് പോസിറ്റിവിറ്റിയും വിഷൻ, എയിം, ടാർഗറ്റ്, ഗോൾ, എന്താ പറയാ, ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, വൊളിഷൻ, ഫോക്കസ്, ഇതൊക്കെ ആണെങ്കിലോ ജീവിതമായി മാറും. അപ്പൊ ഇതിനകത്ത് ഉണ്ടാകുന്ന ഇൻഫർമേഷൻ മാറ്റി കൊടുത്താൽ മതി. ഇതിനകത്തുണ്ടാകുന്ന ഇൻഫർമേഷൻ മാറ്റി കൊടുത്താൽ മതി. അത് മാറ്റി തരുവാൻ നിങ്ങളെ പഠിപ്പിക്കലാണ് എൻ്റെ ലൈഫ് കോച്ചിങ്. മാറ്റി തരാനും അതിനെന്തവിടെ ഇൻഫർമേഷനെ കൊടുക്കേണ്ടതെന്നും അതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അതാണ് എൻ്റെ ലൈഫ് കോച്ചിങ്. അത് വന്നാൽ നിങ്ങളുടെ ലൈഫ് മാറും. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്ക്. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ശക്തമായ പ്രകാശത്തിനകത്തുണ്ട്. ആത്മാവിന്റെ പ്രകാശം ഒരിക്കലും ഊതിക്കെടുത്താൻ കഴിയില്ല. ആത്മാവിന്റെ പ്രകാശം ഇല്ലാതാവുകയില്ല. ഇൻഎക്സ്റ്റിങ്വിഷബിൾ. ആ പ്രകാശമില്ല. ആത്മാവിനെ ഇല്ലാതാക്കാനും കഴിയില്ല. മരിച്ചു കഴിഞ്ഞാൽ അത് വേറെ ലോകത്തേക്ക് പോകുന്നു. പിന്നെ വിചാരണയും സ്വർഗവും നരകമൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷെ അതൊരിക്കലും ഇല്ലാതാവില്ല. ആത്മാവ് ഒരിക്കലും ഇല്ലാതാവില്ല. അള്ളാഹ് സൃഷ്ടിച്ചു വെച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഇനി എന്നും അതുണ്ടാവുന്ന സാധനം. അത് നശിപ്പിക്കാൻ പറ്റില്ല. ശരീരം മണ്ണായി പോകാം, പക്ഷെ ഇത് ആത്മാവ് മണ്ണായി പോകില്ല. ദാറ്റ് മീൻസ് ആത്മാവ് എന്ത് ചെയ്യും? എന്നും നിലനിൽക്കും. അത് ആ നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ പ്രകാശം ഉണ്ടാവും. ആ പ്രകാശം, അതുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ പ്രകാശം പൂർണ്ണമാണ്, കംപ്ലീറ്റ് ആ. എന്റെയും നിങ്ങളുടെയും ഓരോ കുഞ്ഞിന്റെയും അവന്റെ ജീവിതത്തിൽ എന്ത് രോഗം വന്നാലും അതിന് ശിഫയാക്കാനുള്ള പ്രകാശം അവന്റെ ഉള്ളിലുണ്ട്. അവന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ ശിഫയാക്കുവാനുള്ള പിന്നെ ഇൻഗ്രീഡിയൻസ്, അതിന്റെ ഘടകങ്ങൾ, അതിന്റെ സൊല്യൂഷൻ അവന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാ? കാരണം എൻ്റെ ഉള്ളിൽ തന്നെ ആ ആത്മാവിനെ ചുറ്റിപ്പറ്റി അതിൽ മൂടപ്പെട്ട എൻ്റെ വിഷമം, ദുഃഖം, പേടി, സങ്കടം, നിരാശയും
അത് ഉള്ളത് 10% 20% ആയിരിക്കും. പക്ഷെ അത് ബാക്കി അതിൽ നിന്ന് ഞാനായിട്ട് ചിന്തിച്ചു കൂട്ടിയതും വന്നതും എന്റെ വിശ്വാസ വിചാര വികാരങ്ങളിലൂടെ ഇങ്ങനെ വന്നത്. ഇതൊരു ഹെവി ലോഡാകുമ്പോൾ, ശക്തമായ മഴക്കാറുണ്ടായാൽ സൂര്യനെ കാണാൻ പറ്റില്ലല്ലോ, അതുപോലെ ആ പ്രകാശം മൂടപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ എന്തായി? ഈ നമ്മളെ ബ്രെയിനിലൂടെയാണ്, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസിലൂടെയാണ് നമ്മളെ എനർജി നമ്മൾ ശരിക്കും ശക്തമായി വൈബ്രേറ്റ് ചെയ്യുക. പ്രപഞ്ചത്തിലേക്ക് പ്രപഞ്ചത്തിലേക്ക് വിടുന്നത് ബ്രെയിൻ ഫങ്ഷൻസിലൂടെയാണ്. ബ്രെയിനിന്റെ ഫങ്ഷൻസ് ഇതാണ്. ബ്രെയിനിന്റെ ഫങ്ഷൻസ് കുറെ കാണാതെ പഠിച്ചതിനെ കൊണ്ട് നടക്കുന്നതല്ല, ഇന്റലക്ച്വൽ ഫങ്ഷൻസ് ആണ്. ബ്രെയിനിന്റെ ഫങ്ഷൻസ്. അതുകൊണ്ട് ബ്രെയിൻ സ്കില്ല് കൂട്ടുക. ബ്രെയിൻ സ്കില്ല് കൂട്ടി 8,50,000 കിലോമീറ്റർ നീളമുള്ള ന്യൂറോൺസ് തന്നിട്ടുണ്ട്. 86 ബില്യൺ ന്യൂറോൺസ് തന്നിട്ടുണ്ട്. ഈ ന്യൂറോൺസ് 1% കൂടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം അത് ഉപയോഗിച്ചാലേ ബ്രെയിൻ സ്കില്ല് കൂടും. ബ്രെയിൻ സ്കില്ല് കൂടിയാലേ നമ്മുടെ 100 കൂടും. അപ്പൊ പ്രകാശത്തിൽ, ആത്മാവിൽ നിന്നുണ്ടാകുന്ന പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എമോഷൻസും വിശ്വാസങ്ങളും നെഗറ്റീവ് ഫീലിങ്സും പെർസെപ്ഷൻ കാഴ്ചപ്പാടും ഒക്കെ കൊണ്ട് മൂടപ്പെടുന്നു. പിന്നെ പുറത്തേക്ക് കുറച്ചെങ്കിലും പ്രകാശം വരുന്നുണ്ടെങ്കിൽ അത് തല കൊണ്ട് നമ്മൾ ബ്രെയിൻ സ്കില്ല് വർക്ക് ചെയ്യാത്തത് കൊണ്ട് പ്രപഞ്ചത്തിലേക്ക്, അള്ളാഹുവിന്റെ ഗ്രേറ്റ് സ്കീം ഓഫ് അഫിയേഴ്സ്, മലക്കൂത്ത് സമാവാത്ത് വല്ല അതിലേക്ക് ഞാനും ഇതിലേക്ക് കണക്ഷൻ വരാണ്ടില്ല. ഞാൻ ഇവിടെ കുറെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു മണ്ടത്തര. കരഞ്ഞല്ലോ പ്രാർത്ഥിക്കേണ്ടത്. പാപമോചനം തേടുമ്പോൾ മാത്രമാണ് കരയേണ്ടത്. ബാക്കി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കരയാനല്ല പറഞ്ഞത് റസൂല്. നിങ്ങൾ കരയാതെ പ്രൗഡോടുകൂടി, ബാർഗേനോടുകൂടി, അന്തസ്സോടുകൂടി, ഹോപ്പോട് കൂടിയിട്ട് ചോദിക്കല. അതൊക്കെ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാ. ഹദീസ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പറഞ്ഞു വരുന്നത് അപ്പൊ അള്ളാഹുവിന്റെ അടുത്തുള്ള ഈ വലിയ ഗ്രേറ്റ് സ്കീം ഓഫ് അഫിയേഴ്സ്, വലിയ അള്ളാഹുവിന്റെ കിതാബ് മുബീൻ, ലോഹിൽ മഹ്ഫൂദ്, കർമ്മ പദ്ധതി, മലക്കൂത്ത് സമാവാത്ത് വല്ല ആ ഗ്രേറ്റ് സ്കീം ഓഫ് അഫിയേഴ്സിൽ എന്റെ റോള് ചില്ലറയാ. എന്റെ റോൾ അവർക്ക് എത്തുന്നില്ല. കാരണം എന്താ? എന്റെ പ്രകാശം അവർക്ക് എത്തുന്നില്ല. അത് എത്തണമെങ്കിൽ എന്റെ മറ ഞാൻ ഒഴിവാക്കി എന്റെ ബ്രെയിൻ സ്കില്ല് വർക്ക് ചെയ്താൽ അത് എത്തും. അത് തന്നെ, അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? എന്റെ ജീവിതത്തിൽ വരാൻ പോവാം. പിന്നെ ഇത് നമ്മൾ പുറത്തേക്ക് തള്ളുന്ന മറ്റൊന്നാണ് നമ്മുടെ ബയോളജി, ഫിസിക്കൽ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് മൈൻഡ് ചേഞ്ച് ആണ് ബയോളജി. മനസ്സ് മാത്രം മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ശരിക്കും കാർഡിയോ വർക്കൗട്ട് ചെയ്താൽ, ഹൃദയത്തിന് നല്ല പമ്പിങ് കിട്ടുന്ന കാർഡിയോ എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ചെയ്താൽ ഒരു 50% ഓഫ് യുവർ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് പോകും. ഒരു സംശയമില്ല. നിങ്ങൾക്ക് എന്ത് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഒരു 50% നിങ്ങൾ കാർഡിയോ എക്സർസൈസ്, ഹൃദയം ശരിക്ക് പമ്പ് ചെയ്യുന്ന ലങ്സിലൂടെ ഇങ്ങനെ കിതച്ചുകൊണ്ട് ചെയ്യുന്ന ഹാർഡ് വർക്ക്, ജിമ്മോ ഓടുകയോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ ഒക്കെ ചെയ്ത് നീന്തലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 50% സൈക്കോളജിക്കൽ പ്രോബ്ലംസ് പോയേ പറ്റൂ, ഉറപ്പാ. അതുകൊണ്ട് ഫിസിക്കൽ ബോഡിയെ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ആയി വരുന്നത്. അപ്പൊ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാനിത് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ലൈഫ് പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ചിന്റെ ഒരു മുഖവര ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്ന്, എമോഷണൽ ഹീലിംഗ്. ഇതിന്റെ ബേസിക് ആയിട്ട് 3-4 ക്ലാസ് ഞാൻ എടുക്കും. ആ ബേസിക് ഇതുപോലുള്ള ബേസിക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന 10-13ഓളം ടെക്നിക്കുകൾ നിങ്ങളെ പഠിപ്പിച്ചു തരാനാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യും. എന്നിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 2-3 സെഷൻസ്, തെറാപ്യൂട്ടിക് സെഷൻ ഞാൻ ഫ്രീ ആയിട്ടും തരാണ്. കാരണം നിങ്ങൾ കോഴ്സ് പൂർത്തിയാക്കണമെങ്കിൽ അതിൻ്റെതായിട്ട് ഫീസ് ഒന്നും ചേരണ്ടേ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് ആയിട്ടുള്ള എന്നെ പറ്റുന്ന ഒരു 10-12ഓളം ടെക്നിക്, ഷെയ്ത്താനിക് സിഹറുകൾ അടക്കം, സിഹർ അടക്കം ഞാൻ പറയുന്നത് ഒരു 10-12 ടെക്നിക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. അതോടൊപ്പം നിങ്ങളുടെ സെൽഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ബൗണ്ടറീസ് എന്താന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരും. റെസ്പോൺസിബിലിറ്റി, അതിൽ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കാനുള്ള, പേഴ്സണാലിറ്റി ശരിയാക്കി എടുക്കാനുള്ള, സെൽഫ് എസ്റ്റീം അസർട്ടീവ് പേഴ്സണാലിറ്റി ആക്കി എടുക്കാനുള്ള 12 പോയിന്റ് ബൈഹാർട്ട് പഠിച്ച്, വിശദീകരണം ബൈഹാർട്ട് പഠിച്ചേ പറ്റൂ. അതുപോലെ ബൗണ്ടറീസ് ക്ലിയർ ആക്കി എടുക്കാനുള്ള 4 ഫോർമുലകളുണ്ട്. അത് പറ്റും, അത് പഠിച്ചേ പറ്റൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കിട്ടിയ പാരന്റിങ്ങിനെ നിങ്ങൾക്ക് റീപാരന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും നമുക്ക് തന്നൊരു അൺഹെൽത്തി പാരന്റിങ് ഉണ്ടാവും. അതിനെ നമുക്ക് റീപാരന്റ് ചെയ്യാം. നമ്മൾ റീപാരന്റ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നാവും. പിന്നെ മക്കളെ പാരന്റിങ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാക്കി എടുക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ റീഇൻവെന്റ് ചെയ്യാം, ഞാൻ എന്നെ തന്നെ ഉരുക്കി വാർക്കുക. ഒരു 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 ഗോൾഡ് സ്മിത്ത് തട്ടാൻ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വള കൊടുത്തിട്ട് ഇത് ബ്രേസ്ലെറ്റ് ആക്കി തരണം എന്ന് പറഞ്ഞാൽ, അതുപോലെ ഞാൻ എന്നെ തന്നെ ഒരുക്കി വാർക്കുന്നത് റീഇൻവെന്റിങ് എന്റെ ലൈഫ് കോച്ചിങ്ങിൽ കവർ ചെയ്യും. അതുപോലെ ഇതാണ് വാസ്തവത്തിൽ എന്ത് ചെയ്യുക? മറ്റ് ആളുകളിലേക്ക് ഉണ്ടാകുന്ന കണക്ഷനെ ശരിയാക്കുക. ബൗണ്ടറി ശരിയാക്കുന്നതോടുകൂടി മറ്റു ആളുകളുടെ റിലേഷൻഷിപ്പിന് 10-14 ബേസിക് റൂൾ ഉണ്ട്. ആ റൂള് പഠിച്ചാൽ നമുക്ക് ഏത് റിലേഷനെയും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ മനുഷ്യന്റെ, എനിക്ക് എന്റെ നേച്ചർ, എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നതിന്റെ വിശദീകരണം ഉണ്ട്. 20 നേച്ചർ ഓഫ് ഹ്യൂമൻ നേച്ചർ.
മനുഷ്യന്റെ സ്വഭാവം എന്ത്? ഒരു 20 എണ്ണം പഠിപ്പിച്ചു തരാം. അത് വരുന്നോട് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളുടെ ഓപ്പൺ ആകാൻ തുടങ്ങുകയാണ്. അപ്പൊ പ്രതിസന്ധിയെ എങ്ങനെ തിരിച്ച് നമുക്കത് പ്രതിസന്ധിയെ എങ്ങനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം, പ്രതിസന്ധിയെ മുഖം തിരിച്ച് അത് അതുപോലെ തിരിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സാധ്യതകളെ വിലക്കാക്കി മാറ്റാം എന്നതാണ് ലൈഫ് കോച്ചിങ്ങിന്റെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതാക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് സിംപ്ലി ഫോളോ മീ. യെസ്, എന്നെ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ വരുന്ന സമയത്ത് ഞാൻ ഞാൻ എന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യുക. എന്തിന്? നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. മീൻസ് എന്റെ എഡ്യൂക്കേഷനിൽ ഞാൻ എന്നൊരു വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ 3 എൻ്റെ സൈക്കോളജി എക്സാം കഴിഞ്ഞു. ഞാനിപ്പോൾ പുതിയൊരു കോഴ്സിന് പേഴ്സണാലിറ്റി ഫിറ്റ്നസ് ട്രെയിനിങ് കോഴ്സിന് ചേർന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ട്രെയിനിങ് ഉണ്ടല്ലേ, ജിമ്മില്. കാരണം എന്താ? ജിമ്മിലൂടെ ഞാൻ ഒരുപാട് എന്നെ മാറ്റിയെടുത്ത്. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കോഴ്സ്, കോളേജ്, സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ആയിട്ട് നീങ്ങിയാൽ നമുക്ക് ആരുടെ മുമ്പിലും നമ്മൾ പറയുന്ന വിജ്ഞാനം പറയാം, ആരുടെ മുമ്പിലും നമുക്ക് ഉത്തരം പറയാം. Yes. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത് സർട്ടിഫിക്കറ്റ്സ്. ഞാൻ എപ്പോഴും എന്റെ സൈറ്റിൽ തന്നെ കൊടുക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ എന്നെ പ്രൊജക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ? സർട്ടിഫിക്കറ്റ്സ്. അതുപോലെ നമ്മളെ എന്താ പറയാ, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ടോ എന്റെ ഹെൽത്ത് നോക്ക്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ കാര്യമായിട്ട് ജിമ്മ് ചെയ്യുന്ന ആളാണ്. 2 വർഷമായിട്ട്, ഏകദേശം 1 വർഷം ജിമ്മ് സെറ്റപ്പ് വീട്ടിൽ തന്നെ വാങ്ങിച്ചിട്ട്, മെഷീൻ വാങ്ങിച്ചിട്ട് അവിടുന്ന് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ ജിമ്മൊന്നും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 84 താഴെ വെയിറ്റ് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു ഭയങ്കരമായ ഒരു 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 കോച്ചിന്റെ ഹെൽപ്പോട് കൂടി ശരിയാക്കി എടുത്തത്. ഇതെന്റെ ലൈഫിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ്. യെസ്, ഇതാണ് ഒരു കോച്ചിന്റെ പ്രത്യേകത. ഇത്തരം വിഷയത്തിൽ നമുക്കൊരു സപ്ലിമെന്ററി ഫുഡ് സപ്ലിമെന്റും മറ്റും സജസ്റ്റ് ചെയ്ത് തന്ന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് എക്സസൈസ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മളെ കോച്ച് ചെയ്യുന്നതാണ്. ഇയാൾ ജിം ട്രെയിനർ അല്ല, അതിനപ്പുറത്തേക്ക് ന്യൂട്രീഷൻ എല്ലാം ഉണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് ഒരു കോച്ചിങ്ങിന്റെ ഹെൽപ്പ്. ഈ കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ സംഗതി നമുക്ക് ആകെ കൂടെ അറിയുന്ന വേദ കേൾക്കല, അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല. ഇവിടെ സ്വന്തം ജീവിതത്തിൽ വ്യക്തിത്വം നന്നാക്കിയെടുത്ത് തലമുറകളായിട്ട് കൈമാറേണ്ട സാധനമാണ് ഈ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സോ, കോളേജോ, ട്രെയിനിങ്ങോ, കോഴ്സോ ഒന്നും വേണ്ട. നമുക്ക് വയറിൽ കേൾക്കുക, പിന്നെ എങ്ങനെയൊക്കെ ജീവിച്ചങ്ങോട്ട് പോവുക. ഈ ഒരു സംസ്കാരം ഇതൊരു ഇന്ത്യക്കാരന്റെ, പ്രത്യേകിച്ച് നമ്മളെ ഒക്കെ ഒരു ഇതങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ജസ്റ്റ് സിംപ്ലി ഫോളോ മീ. ഞാൻ നിങ്ങൾക്ക് എന്റെ ഇതിൽ ഹെൽത്ത് കാര്യമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓരോ ഏജിന്, ആണിനും പെണ്ണിനും ഓരോ ഏജിന് പറ്റുന്ന എക്സർസൈസ്, ഏത് ബോഡിക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ. അതുപോലെ ഫുഡ് റീസ്ട്രക്ചർ ഈസ് ഇമ്പോർട്ടൻ്റ്. നമ്മളൊക്കെ വർഷങ്ങൾ, തലമുറകളായിട്ട് നടന്നു പോരുന്ന ഫുഡാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഒരു 70-80% കാർബോഹൈഡ്രേറ്റ്, അരി, ഗോതമ്പ് പോലുള്ള തട്ട് അല്ലേ? അത് കഴിക്കാൻ ഒരു ഹെൽപ്പ് ആവുന്ന രീതിയിൽ ഉണ്ടാകുന്ന കറിയോ ഉപ്പേരിയൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. മാറ്റുക. കാരണം 80% കാർബോഹൈഡ്രേറ്റിന്റെ ഒന്നും ആവശ്യം ഇന്നില്ല. അതുണ്ടായിരുന്നു, വിറക് വെട്ടിയിരുന്ന, ഏറ്റിയിരുന്ന പൂർവികരൊക്കെ ആൾക്കാർക്ക് 8 മണിക്കൂർ കഠിനാധ്വാനം ചെയ്തിരുന്നവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സമൂഹത്തിന് അതില്ല. ഇന്നത്തെ വാഹനങ്ങളും ഓഫീസും സെറ്റപ്പും ജീവിതവും സൗകര്യവും എല്ലാം കൂടി വന്നതോട് കൂടിയിട്ട് 80% കാർബോഹൈഡ്രേറ്റ്, 70 ഒന്നും വേണ്ട. ഞാൻ അത് ഇതാക്കി 30% ആക്കി. എന്റെ ഭക്ഷണ താലികയിൽ, പാത്രത്തിൽ 30% മാത്രമേ അരി ഭക്ഷണം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഗോതമ്പ് ഭക്ഷണം ഉണ്ടാവുള്ളൂ. ബാക്കി 70%, ആ 70-യിൽ ഒരു 40 വെജിറ്റബിൾസ് ആക്കും. പച്ചക്കറികൾ, അതെല്ലാ ഐറ്റംസ് ഉണ്ടാവും. അതില് പ്രോട്ടീനും ഫൈബറും പിന്നെ എന്താ പറയാ, വൈറ്റമിൻസും ന്യൂട്രിയൻസും മൈക്രോ മാക്രോ ഒക്കെ കൂടെ ഉള്ളതിന്റെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോന്നിനും. അപ്പൊ ഇതിന് ഈ ലിസ്റ്റിൽ നോക്കിയിട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കുക. പിന്നെ പ്രോട്ടീൻ, മുട്ട, പാല്, ഇറച്ചി, മീന്,
പോലുള്ള സംഗതി. അപ്പൊ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് എന്റെ ലൈഫ് കോച്ചിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ എക്സർസൈസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓൺലൈൻ ക്ലബ്ബായിട്ട് എക്സർസൈസ് ചെയ്യാം. നിങ്ങൾ, ഞാൻ വീഡിയോയിൽ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെ വീഡിയോയിൽ ഓൺ ആക്കിയിട്ട് നമ്മൾ എക്സർസൈസ് ഞാൻ അങ്ങോട്ട് ചെയ്യും. എന്റെ കൂടെ നിങ്ങൾക്ക് വീഡിയോ നോക്കിയിട്ട് അതങ്ങനെ ചെയ്യാം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് രാവിലെ 6:30 മറ്റോ നിങ്ങൾക്ക് താല്പര്യം ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു ഓൺലൈൻ ഹെൽത്ത് ക്ലബ്ബായിട്ട് ചെയ്യാം. നോ പ്രോബ്ലം, ഐ എം റെഡി ഫോർ ദറ്റ്. എനിക്ക് എന്തായാലും ഞാൻ ഇത് ചെയ്യുന്നു. എന്റെ കാർഡിയോ ഞാൻ ഇവിടുന്ന് ചെയ്ത് ബാക്കി ജിമ്മിൽ പോയി ചെയ്താൽ മതിയല്ലോ. ഈ കാർഡിയോ ഇവിടുന്ന് ചെയ്യാം. ഇത് കാർഡിയോ കാർഡിയോ എന്ന് വെച്ചാൽ നല്ല കിതച്ച് ഉള്ളിലുണ്ടാകുന്ന ഫാറ്റ്. ഇപ്പൊ എന്റെ ഫോട്ടോ കണ്ടില്ലേ, നിങ്ങളുടെ വീഡിയോ കണ്ടില്ലേ, എന്ത് വയറ് ഉള്ളിലേക്ക് വലിച്ചു. എന്റെ വയറ് ഇതുപോലെ ഉണ്ടായിരുന്നതും എന്നെ നേരിട്ട് കണ്ടവരുണ്ട്, അല്ലാത്തവരുണ്ട്. വയറ് ഭയങ്കര കുടവയറായിരുന്നു. ഇപ്പൊ അതെന്താ, ഇപ്പൊ 78 കിലോ എന്റെ വെയിറ്റ്, 76. ഇനി അതിപ്പോ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സക്ക് ചെയ്യാൻ പറ്റുന്നു. ഉള്ളിലേക്ക് കൊണ്ട് വലിച്ചെടുക്കാൻ പറ്റും നമ്മുടെ വയറ്. അങ്ങനെ വലിച്ചെടുക്കണം. അപ്പോൾ വിസറൽ ഫാറ്റ്, ഉള്ളിലെ ഫാറ്റ് പോകുള്ളൂ. വിസറൽ ഫാറ്റ് പോകണം, ക്യൂട്ടാനിയസ് ഫാറ്റ് പോകണം, മറ്റേ ബോഡി മൊത്തത്തിലുള്ള ബാഡി ഇത് പോകണം, മസിൽ മാസ് കൂടണം. യെസ്, ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ സിംപ്ലി ഫോളോ മീ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് എന്റെ ലൈഫ് കോച്ചിങ്ങിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സക്സസ് ഫോർമുല തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആന്റെ ബേസിലാണ്. അതെന്താ, അറിവ്, അതാണ് പ്രവർത്തനം. ആ പ്രവർത്തനമാണ് ജനങ്ങൾക്ക് നന്മ ചെയ്യേണ്ടത്. അതിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ക്ഷമയും, അതാണ് വിജയം. വല്ലാസർ ഇന്നൽ ഇൻസാൻ ലഫി ഹുസർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വലിഹാത്തി. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ ഇതെല്ലാം വായിച്ച് കേൾപ്പിക്കുന്നില്ല. കുറെ ഇനിയുണ്ട്. പക്ഷെ എന്തായിരുന്നാലും ആദ്യം മാറ്റേണ്ടത് സമയം. സമയത്തിലൊരു മാറ്റം. അപ്പൊ സമയത്തിൽ മാറ്റം വേണം, ലൈഫ് സ്റ്റൈലിൽ മാറ്റം. മൊത്തത്തിൽ ഒരു മാറ്റത്തിനും ട്രാൻസ്ഫോർമേഷനും റെഡി ഉണ്ടോ? മോസ്റ്റ് വെൽക്കം. 2 ആഴ്ചയിൽ ഏകദേശം 6 ക്ലാസ്സോളം ഞാൻ ഫ്രീ ആണ് തരുന്നത്. പിന്നെ 6 ക്ലാസ്സിന് വെറും 500 രൂപ മാത്രമേ ഒരാൾ ഇരുന്നുള്ളൂ. പിന്നെ 6 ക്ലാസ്സിന് 1000 രൂപ. പിന്നെ 6 ക്ലാസ്സിന് 1500 രൂപ. ഇതോടുകൂടി നിങ്ങൾക്ക് ഏറെക്കൂടെ നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കാനുള്ളത് ആവും. പിന്നെ നിങ്ങൾ റിലേഷൻഷിപ്പും പ്രോബ്ലം സോൾവിങ്ങും റീപാരന്റിങ്ങും അതുപോലുള്ള പിന്നെ നിങ്ങളുടെ ഓഫീസ് പ്രോബ്ലംസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം, അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എങ്ങനെ അഡ്രസ് ചെയ്യണം, നിങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എങ്ങനെ അഡ്രസ് ചെയ്യണം, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം, ചർച്ച ചെയ്യാം. അത്തരം ഭാഗങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടൊരു ഫീസ്. മൊത്തം 4 മാസം 4 മാസം 16 ആഴ്ചയോളമുള്ള ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാസ്തവത്തിൽ ചെയ്യിച്ചോ മറ്റോ ഒരു ക്ലാസ്, എല്ലാ ക്ലാസ്സും കേൾക്കും പോലെ ഇതും കേട്ടാണ് വിട്ട്, അങ്ങനെയല്ല. നിങ്ങൾ റിയലി മാറ്റത്തിന് റെഡി ഉണ്ടോ? മോസ്റ്റ് വെൽക്കം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ മറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ ആൻസർ ചെയ്യാം. എനിക്ക് അറിയുന്ന കാര്യം ഞാൻ ആൻസർ ചെയ്യും, അറിയാത്തത് ഞാൻ നോക്കിയെടുത്ത് കണ്ടുപഠിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യും ഇൻഷാ അള്ളാ. അതുകൊണ്ട് നിങ്ങൾ മൈക്ക് തുറന്ന് സംസാരിച്ചോളൂ ഇൻഷാ അള്ളാ. മൈക്ക് ഓപ്പൺ ആക്കി സംസാരിച്ചോളൂ. ബിസ്മില്ല. യെസ്, സംസാരിച്ചോളൂ. എന്തെങ്കിലും സംശയങ്ങൾ, ഒന്നും മടിക്കണ്ട, എന്ത് സംശയമാണെന്ന് ചോദിച്ചോളൂ ഇൻഷാ അള്ളാ. അറിയുന്നത് ഞാൻ പറഞ്ഞുതരും. പടി ഒരാളെ ചോദിച്ചാൽ പിന്നെ മറ്റൊരു ചോദിച്ചോളൂ, ആരെങ്കിലും ഒരാളെ ചോദിച്ചോളൂ. യെസ്, ഷജീർ. ബിസ്മില്ല. ആർക്കൊന്നുമില്ല. Assalamu alaikum warahmatullahi wabarakatuh. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. First of all, Jazakallah khairan kaseeran for this wonderful session. ബറകല്ലാഹ്. Alhamdulillah. And I have this doubt, that is, you have mentioned that the problem from, bad, sad, sorrow, grief. അത് പറഞ്ഞു വന്നപ്പോൾ from others and from nobody. What is the difference between this? Can you Yeah, please give me yeah, example? ഓഫ് കോഴ്സ്. പ്രോബ്ലംസ് അല്ലെങ്കിൽ സഫറിങ്സ്, പെയിൻ എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ, കാരണം മൂന്നിന് മൂന്ന് റെസ്പോൺസ് ആണ്, നമ്മൾ കോപ്പിംഗ് മെക്കാനിസം ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുള്ളത്. അത് ഫ്രം നോബഡി എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണം ആക്സിഡന്റ് ആയി. ഇപ്പം വയനാട് എന്തായി, പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായി, കോവിഡ് വന്നു. ഇതൊക്കെ എന്താണ്, ഇതുപോലുള്ള ഒരു, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരാൾ മരിച്ചു, പിന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഓട്ടോമാറ്റിക് റെസിലിയൻസ് അവിടെ വരും.
ഇപ്പൊ ഒരാൾ മരിച്ചു വിചാരിക്കുക. ആ മരിച്ച ആളുടെ കുട്ടികൾ അതൊരു മുസീബത്തായിട്ട്, ദാറ്റ് മീൻസ് അൺഎക്സ്പെക്ടഡ് ഈവന്റ് ആയിട്ട് കാണുകയും അതിലൊരു റെസിലിയൻസ്, അതിജീവനം അവർ വരുത്തുകയും ചെയ്യും. ആ ആ ആ മനുഷ്യന്റെ ഭാര്യ സാരല്ല, അള്ളാന്റെ അടുത്തേക്ക് പോയതല്ലേ, അള്ളാഹ് കൊണ്ടുപോയതല്ലേ എന്നാ പറയാം. നേരെ മറിച്ച് ആ മനുഷ്യന്റെ ഒരാൾ കൊന്നാൽ എങ്ങനെ ഉണ്ടാവുക? ആ മക്കളിൽ എന്താ ഉണ്ടാവുക? റിവെഞ്ച് അല്ലേ ഉണ്ടാവുക? ആ ഭാര്യയിൽ എന്താ ഉണ്ടാവുക? അവളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ലേ, റിവെഞ്ച് അല്ലേ? അല്ലെ അവള് കോടതി കയറി ഇറങ്ങി നടക്കൂലേ? സോ റെസ്പോൺസ്, നമ്മൾ ഹൗ ഡു വി റിയാക്ട് ടു ദീസ് ഇൻസിഡന്റ് എന്നുള്ള വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഫ്രം നോ ബഡി, ഒരാളിൽ നിന്നല്ലാതെ സ്പോട്ടാനിയസ് ആയിട്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു എന്താ പറയാ, ഒരാളുടെയും ഒരു മനുഷ്യന്മാരുടെ ഇടപെടലില്ലാത്ത രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഉണ്ടാകുന്നത്, നമ്മൾ അതിലൊരു കോപ്പിംഗ് മെക്കാനിസം, ഒരു റെസിലിയൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. അതല്ലെങ്കിൽ മറ്റാളുകളിൽ നിന്നാണെങ്കിൽ സമയത്ത് നമുക്ക് അവിടെ ഹേർട്ട് പിന്നെ ഹേർട്ടാവും, അതുപോലെ പെയിൻ ഉണ്ടാവും, ആൻഡ് വിൽ ബി റിവെഞ്ചിങ്, അവിടെ റിവെഞ്ച്. പിന്നെ അവിടെയാണ് ക്ഷമ. ആളുകൾ പറയും അവിടെ മറ്റാളുകളിൽ നിന്ന് ഉണ്ടാകുന്ന, ഇപ്പം അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകുന്ന സംഗതി നമുക്ക് ക്ഷമിക്കാൻ കഴിയും, ക്ഷമിക്കാൻ കഴിയും, ക്ഷമിക്കാൻ കഴിയും, ക്ഷമിക്കാൻ കഴിയും. പക്ഷെ മറ്റൊരാളിൽ നിന്നുണ്ടാകുന്നത് ക്ഷമിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിഞ്ഞോളുന്നില്ല. കഴിയുന്നവർക്ക് കഴിയട്ടെ, നല്ലതാ, ഗുഡ്. പക്ഷെ ക്ഷമിക്കാൻ കഴിയാത്തവരെ കൊണ്ട് ക്ഷമിക്കും ക്ഷമിക്കും എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു വലിയ ബൗണ്ടറി വയലേഷനാണ്. ദാറ്റ്സ് റോങ് ആക്ച്വലി. അത് അള്ളാഹ് വെച്ചിട്ടില്ല. അത് അത്രക്കാർക്ക് ക്ഷമിക്കാൻ കഴിയാത്തവർക്കാണ് അള്ളാഹ് എന്താ പ്രതിക്രിയ വെച്ചത്. എന്തുകൊണ്ടാ കൊന്നവനെ കൊല്ലുക, കട്ടവന്റെ കഴിയും ഉപയോഗിക്കുക, വിചാരി എറിഞ്ഞു കൊല്ലുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, എന്താ പറയാ, ജസാ ഉൽ സയ്യ ബി സയ്യ, തിന്മക്കുള്ള പ്രതിഫലം തിന്മ തന്നെ, ബി മിസിലിഹാനോ, തത്തുല്യ തിന്മമായ തിന്മ കൊണ്ട് പിന്നെ പ്രതികരിക്കാം. അവിടെ ഈ ക്ഷമ എന്ന് ക്ഷമിക്കുന്ന കഴിയുന്നവർ ക്ഷമിക്കട്ടെ, കഴിയാത്തവർ ക്ഷമ നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പോകണ്ട. കഴിയില്ലെങ്കിൽ അവൻ എന്തെങ്കിലും പ്രതിക്രിയ, ദാറ്റ് മീൻസ് അവനെ റിവെഞ്ച് ചെയ്യട്ടെ, ദാറ്റ് മീൻസ് അവനെ കഴിയുന്ന മിസിലി, അതിന് കഴിയാത്ത, അതിന് കഴിയില്ലെങ്കിലോ അതിൽപ്പെട്ടതാണ് ഇത്. അതോറിറ്റീസിനെ സമീപിക്കുക, പോലീസിലോ കോടതിയോ കേസോ എന്നൊക്കെ പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ്. അതിനും കഴിയാത്തവനോ കഴിവില്ലാത്തവനോ ആണെങ്കിൽ അവന് പിന്നെ മർദ്ദിതനാണ്, പ്രാർത്ഥിച്ചാൽ മതി, അള്ളാഹ് ഉത്തരം നൽകും, തിരിച്ചിട്ട് കൊടുക്കും അള്ളാഹ്. മർദ്ദിതന്റെ പ്രാർത്ഥന മധുലുവലോക്കാന കാഫിറൻ, കാഫിറിന്റെ ആണെങ്കിൽ പോലും സൂക്ഷിച്ചോ, മർദ്ദിതന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിച്ചോ, അള്ളാഹ് ഒരു മറയില്ലാതെ അള്ളാഹ് സ്വീകരിക്കും. സത്യമാണ്, സത്താഹി വല്ലാഹി വല്ലാഹി വല്ലാഹി, എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ വ്യത്യാസം. ആ, ഈ സംഗതികൾ നമ്മളിൽ നിന്ന് തന്നെയാണെങ്കിലോ ഒരു ഗിൽട്ട് ആൻഡ് ഷെയിം ഫോം ചെയ്യും. എഗൈൻ ഇറ്റ്സ് എ ബിഗ്, ഭയങ്കര ബേർഡൻ ആയിട്ട് മാറും. ഐ തിങ്ക് സിസ്റ്റർ ദിസ് ഇസ് ക്ലിയർ ഫോർ യു. യെസ്, അൽഹംദുലില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മള് സൈക്കോളജിക്കൽ പ്രോബ്ലംസിൽ 80 to 90% നമ്മുടെ റിയൽ അല്ലാത്തതാണ് വരുന്നത്. അവിടെ അറബി വാക്കുകൾ ഉപയോഗിച്ചല്ലോ, അത് അതിൽ ദുനൂബ്, ദൻബ് എന്ന് പറഞ്ഞതിന്റെ പാപം എന്നുള്ള അർത്ഥമല്ലേ വരുന്ന? തെറ്റ് എന്നോ, തിന്മ, പാപം, യെസ്, അതെങ്ങനെയാണ്? ഞാൻ പറയാം. ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ, മാഷാ അല്ലാഹ്. ദിസ് ഇസ് വാട്ട് ഐ നീഡ് ആക്ച്വലി. അപ്പോ ശുഭഹാത്തുകൾ, ഷഹുവാത്തുകൾ, ദുനൂബുകൾ എന്ന് പറഞ്ഞാൽ, അപ്പൊ അത് പാപങ്ങൾ എന്നാണല്ലോ ഉപയോഗിക്കുന്നത്. ദുനൂബ് എന്ന് പറഞ്ഞാൽ പാപങ്ങളാണ്. ഷഹുവാത്ത് എന്ന് പറഞ്ഞാല്, ശുബഹാത്ത് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഊഹം വിശ്വാസമായതാണ് ശുബഹാത്തുകൾ. ഷഹുവാത്ത് എന്ന് പറഞ്ഞാൽ ഈവിൾ ഡിസയർ എന്നാണ്. പിന്നെ ദുനൂബ് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ എന്നാണ്. വാസ്തവത്തിൽ വിശ്വാസവും എമോഷൻസും അതിന്റെ പ്രവർത്തനവും എന്നാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന അവിടെ പാപം വരുന്നത്, അതായത് നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ട് ഉണ്ടാകുന്ന ബാഡ് എക്സ്പീരിയൻസസ് എല്ലാം അത് 10% 20% ഉള്ളു. പക്ഷെ ബാക്കി അവിടെ നമ്മളിൽ തന്നെ ഒരു ശുബ്ഹാത്ത്, ദാറ്റ് മീൻസ് ഒരു ഡില്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഊഹം വിശ്വാസമാകുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന്റെ ഏതൊരു വിശ്വാസത്തിന്റെ ഒരു എനർജി, ഒരു എമോഷൻ ഉണ്ടാവും. ഏതൊരു വിശ്വാസത്തിന്റെ എമോഷൻ ഉണ്ടാവും. എവരി വിശ്വാസത്തിനും ഒരു എമോഷൻ ഉണ്ടാവും. അതൊന്ന് ആ വിശ്വാസം എന്താണോ അതിന് തത്തുല്യമായ, അതിനോട് യോജിക്കുന്ന ഒരു എമോഷൻ അയാൾ ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ വർക്ക് ഇൻ ഹിസ് ബോഡി. അദ്ദേഹത്തിന്റെ ന്യൂറോ ബയോളജിയിൽ അത് വർക്ക് ചെയ്യും. എവരി എമോഷൻ ഈസ് വർക്കിംഗ് ഇൻ ദ ബോഡി. മോർ ഓവർ എവരി എമോഷൻ ഈസ് സെറ്റിലിംഗ് ഇൻ ദ ബോഡി. ഓരോ വികാരവും ബോഡിയിൽ സെറ്റിലാകും. ഓരോ വികാരവും ബോഡിയിലൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങൾ ബോഡിയിൽ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. പാമ്പിനെ കണ്ട് പേടിച്ച ഒരാളാണ് വിചാരിച്ചു. ആ പാമ്പിനെ കണ്ട് പേടിച്ച പേടി ഇവരുടെ ശരീരത്തിൽ ചൊറിച്ചിലായിട്ട് വരുന്നുണ്ട്. വെള്ളത്തിൽ വീണ ഒരാൾക്ക് വെള്ളത്തിലാണ് ഞാൻ എപ്പോഴും എന്നൊരു ഫീല് വരുന്നുണ്ട്. കാരണം എപ്പോ നോക്കിയാലും തണുപ്പ് തണുപ്പ്, എനിക്ക് ആ ഫാൻ ഒന്ന് ഓഫ് ചെയ്യോ, തണുത്തിട്ട് വയ്യാന്ന് പറയും. മാത്രമല്ല എപ്പോ നോക്കിയാലും മേലിൽ കൂടെ വെള്ളം പൊടിഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല അവർക്ക് യൂറിനിൽ പിന്നെ പ്രോബ്ലംസ് ഉണ്ടാവും, മൂത്രം എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും, ബ്ലീഡിങ് ഇഷ്യൂസ് ഉണ്ടാകാം, എല്ലുരുക്കം എന്ന് പറയുന്ന സംഗതി ഉണ്ടാകാം, ബ്ലഡ് കുറയും.
പിന്നെ ബ്ലഡ് കുറയും. അപ്പൊ ഇങ്ങനെ ഓരോ എന്തൊരു ഇതിനായാലും എന്തൊരു സംഗതി ആയി കഴിഞ്ഞാലും അത് ബോഡിയിലൂടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അവിടെ ഈ ബോഡിയിൽ പ്രവർത്തിക്കുന്ന അതാണ് വാസ്തവത്തിൽ ദുനൂബ്. ഇസ്ലാമിക് സൈക്കോളജിയുടെ ഒരു നന്മ തിന്മ എന്ന പരിപ്രേക്ഷ്യത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ ഒക്കെ ഈ ശുബഹാത്ത് ഷഹ്വാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം, ചീത്ത വിചാരം, ചീത്ത പ്രവർത്തനം എന്നാണ്. പക്ഷെ അതേ കോമ്പണന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് മെറ്റാഫിസിക്സിലും മെറ്റാഫിസിക്സിലും പാരാസൈക്കോളജിയിലും ഇസ്ലാമിക് സൈക്കോളജിയിലും അതുപോലെ ഹോളിസ്റ്റിക് അപ്രോച്ചിലും ഉള്ളത് കൊണ്ട് ശുബഹാത്ത് ഷഹ്വാത്ത് എന്ന് പറഞ്ഞാൽ ഇതേ സെയിം കോമ്പണന്റ് ആണ് ഇവിടെ നമ്മളെ ഹോളിസ്റ്റിക് അപ്രോച്ചിൽ പ്രാക്ടിക്കലായിട്ട് വരുന്നത്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. വലൈസലാമത്ത്. ഞാനൊരു കാര്യം ചോദിക്കണം, ക്ലാസ്സിൽ വരാൻ പറ്റും, അതിന് മുമ്പിൽ ചോദിക്കണം എന്ന് വെച്ചിട്ടാണ്. ആ ഞാൻ ഇന്നലെ ഒരു മാജിക് ഷോയിൽ നമ്മളെ ഓഫീസിൽ ഉണ്ടായിരുന്നു, അതായത് ആനുവൽ പാർട്ടിയിൽ. ആ അപ്പോ ഒരാളോട് പറയുന്നുണ്ടായിരുന്നു മാജിഷ്യൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു പിക്ചർ വരച്ചോ, അതായത് നിങ്ങൾക്ക് അവരോട് പറയും ഒരു പിക്ചർ നിങ്ങൾ വരച്ചോ, എന്തെങ്കിലും ആയിട്ട് ഡ്രോ ചെയ്യാൻ പറയും. അവർ ഡ്രോ ചെയ്തിട്ട് പറയും, ജസ്റ്റ് ഇങ്ങനെ വയ്ക്കൂ, ഞാൻ ഈ വരച്ചു കഴിഞ്ഞാൽ അത് ഏത് രൂപത്തിലാന്ന് ഞാൻ ജസ്റ്റ് അതവർ ശരിക്കും പറയും. ഇപ്പൊ ഞാൻ വരച്ചതാണെങ്കിൽ നിങ്ങൾ മാജിഷ്യൻ ആണെങ്കിൽ എന്നോട് വരക്കാൻ പറഞ്ഞിട്ട് അവരൊരു ഇതിൽ പറയും. പക്ഷെ ലാസ്റ്റ് അവള് അതായത് ഓപ്പോസിറ്റ് ഉള്ള ആള് വരച്ചതിന്റെ കറക്റ്റ് ആയിട്ട് അവരെങ്ങനെ വരക്കുന്നു? നടക്കും. ഇത് ഇങ്ങനെ അതെ. പറയാം മനസ്സിലായി. ഇത് ഇങ്ങനെ വരക്കുന്നത് പറയും, കയ്യിൽ ഒളിപ്പിച്ചത് പറയും. പിന്നെ അതുപോലെ പിന്നെ ഇപ്പം മുമ്പുണ്ടായി നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടിനെയൊക്കെ ഉപയോഗിച്ചിട്ട ഒരു ദിവസം ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരു പേപ്പറിൽ ഏതോ ഒരു പർട്ടിക്കുലർ ഡേറ്റിന് വരുന്ന ന്യൂസ് പേപ്പറിലെ ഹെഡിങ് എന്തായിരിക്കും എന്ന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ കൊണ്ടുപോയി ഒരു ബാങ്കിന്റെ ലോക്കറിൽ വെച്ച് പിന്നെ ആ ദിവസം വന്നപ്പോൾ ന്യൂസ് പേപ്പർ കിട്ടിയപ്പോൾ മുതുകാടോ ആരോ ഒരാൾ അങ്ങനെ ചെയ്തത്. ഇതൊക്കെ ഉണ്ടാവാം. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് കണക്ടിങ് ബിറ്റ്വീൻ ദ മൈൻഡ്. ഈ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ മാജിക്കുകാരന് ഒരു വലിയ സംഭവവും ഈ മാജിക്കിന് വിധേയമാകുന്ന ആള് ഒരു പുവർ മൈൻഡിന്റെ ആളാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ബോത്ത് ആർ പുവർ മൈൻഡ്. ഈ മാജിക്കുകാരന്റെ അവന് ബൗണ്ടറി വയലേഷൻസ് നടന്ന ഒരു വ്യക്തിയാണ്. അവന്റെ ഉള്ളിൽ ഒരുപാട് ട്രോമ ഉണ്ടാവും, എമോഷണൽ ലോഡ് ഉണ്ടാവും, പേടിയും ദുഃഖം ടെൻഷനും വിഷമം സങ്കടം ഇതൊക്കെ കൂടി ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ പുറത്തേക്ക് നല്ല ആളായിരിക്കാം, പക്ഷെ ഉള്ളിൽ അസൂയ, പക, കുശുമ്പ്, വാശി, ദേഷ്യം, വെറുപ്പ് ഇതൊക്കെ ഉണ്ടാവാം. അതില്ലെങ്കിൽ തന്നെ ഉള്ളിലുണ്ടാകുന്ന പേടി, വിഷമം, ദുഃഖം, സങ്കടം, ഫ്രസ്ട്രേഷൻസ് ഇങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. അത് അധികവും മറ്റ് ആളുകളിൽ നിന്നുണ്ടായ ബൗണ്ടറി വയലേഷൻസിന്റെ ബലിയാടായി ജീവിച്ച് പിന്നെ കൂട്ടൊക്കെ ഇട്ട് വന്നൊരുത്തനാണ് ഇവൻ. ഒന്ന് അത്രത്തോളം വീക്ക് ആയിരിക്കണമെന്നില്ല ഈ സബ്ജക്ട്. ഈ ഇവന്റെ ഇരുന്നു കൊടുക്കുന്ന വ്യക്തിയില്ല അവൻ. അതുകൊണ്ട് ഈ വരുന്നു എല്ലാരെയും ഇതിന് കിട്ടൂല. അത്തരക്കാരെ എല്ലാവരെയും ഇവർക്ക് ഇതിൽ എല്ലാവരും മൈൻഡിലുള്ളത് വരപ്പിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. അത് കഴിയുന്നവരെ അവർക്ക് കിട്ടുള്ളൂ. കഴിയുന്നവരെ അവര് വിളിച്ചു വരുത്തിയിട്ട് കുറച്ച് ചോദ്യം ചോദിക്കുന്നതോട് എത്ര ചോദ്യം ചോദിക്കണം, ഏത് ചോദ്യം ചോദിക്കണം എന്നവർ ആ ചോദ്യം ചോദിക്കുന്നത് വഴി മൈൻഡ് കണക്ട് ചെയ്തിട്ട് ആ മൈൻഡ് റീഡിങ് അതൊന്നുമില്ല. അത് ഈ ബൗണ്ടറി വയലേഷൻസ് നടന്ന ആളുകളിൽ മറ്റ് ആളുകളുടെ ഇഷ്ടാനിഷ്ടപ്രകാരം ജീവിച്ച ആളുകൾ, അതായത് എന്റെ മൈൻഡിലേക്ക് മറ്റാളുകളുടെ ആജ്ഞകൾ കിട്ടി സ്വീകരിച്ച ആൾ, അത്തരക്കാരിലേക്ക് ഇത് കൂടുതൽ വർക്ക് ചെയ്യും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അല്ല, അതിപ്പോ ഹാഫ് ആൻ അവർ അവരെ ഇതുണ്ടായിന്, പ്രോഗ്രാം ഉണ്ടായിന്, അവര് വലിയ പ്രൊഫഷണൽ ആയിട്ടാണ് അവര് ഉള്ളത്. അപ്പൊ അതുമാതിരി അവര് എന്താ പറയാ ഒരു യെസ്, കാർഡ് എടുത്തിട്ട് ആ കാർഡ് വെച്ചിട്ട് അത് മനസ്സിലായി. ഫുള്ളായിട്ട് അത് പറയുന്നുണ്ടായിന്. പക്ഷെ റാൻഡം സ്റ്റാഫിനെ അവര് പിക്ക് ചെയ്യുന്നത്, അതായത് ആണ് നിങ്ങൾ അത് ഇങ്ങോട്ട്. അത് അത് അതെ സജീറെ, അത് ആ പിക്ക് ചെയ്യുന്ന മൊമെന്റിലാണ് ഇത് എടുക്കുന്നത്. മനസ്സിലായി, ആ പിക്ക് അവർക്ക് ചെയ്യുന്ന മനസ്സിലായി. പിക്ക് ചെയ്യുന്ന മൊമെന്റിലാണ്. ഇതുകൊണ്ട് ഇത്തരം എമോഷണൽ ട്രാൻസ്ഫറൻസും മറ്റുണ്ടായാൽ ഒരു നെഗറ്റീവ് എമോഷണൽ കണക്ഷൻസ് ഉണ്ടായി, എമോഷണൽ ട്രാൻസ്ഫറൻസ് ഉണ്ടായി, കണക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒക്കൾട്ട് ശൈത്താനികമായ ശൈത്താന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നടത്തപ്പെടുന്നതുണ്ട് എന്നുള്ള പൂർവികരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇപ്പോഴും അത് അംഗീകരിക്കുന്ന മന്ത്രവാദികളുണ്ട്. യെസ്, ശൈത്താന്റെ റോളാണ് ഇതിലുള്ളത്. ഇത് ഞങ്ങൾ ഇത്രേ ചെയ്യുന്നുള്ളൂ, ബാക്കി ശൈത്താനാണ് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല ആളുകൾ. അത്തരം ആളുകൾ അവരുടെ ആ പ്രൊഫഷൻ ഒഴിവാക്കി തൗഹീദിൽ വന്ന ആളെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ലൈവായിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബേസിക്കലി മനസ്സിലേക്ക് മറ്റ് ആളുകളിൽ നിന്നുണ്ടാകുന്ന എമോഷണൽ ട്രാൻസ്ഫറൻസ് എത്തി. അതിന് കാരണം ബൗണ്ടറി വയലേഷൻസ്. അതുകൊണ്ട് മനസ്സിലേക്ക് മറ്റു ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബൗണ്ടറി വയലേഷൻസ് ഉണ്ടായ ആളുകളിലാണ്.
അതുകൊണ്ട് ആ ബൗണ്ടറി വയലേഷൻസിന്റെ എഫക്റ്റ് തന്റെ ലൈഫിൽ നിന്ന് പോകണമെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന്റെ ലൈഫിനെ റീഫ്രെയിം ചെയ്തെടുക്കുകയും ബൗണ്ടറിയെ റീഫിക്സ് ചെയ്താൽ മാത്രമേ ഇത് ഉള്ളിൽ നിന്ന് ഇത് എടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഈ നെഗറ്റീവ് എമോഷൻസ് ട്രാൻസ്ഫറൻസിനെ പുറത്താക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കഴിയില്ല. അതാണ് വാസ്തവത്തിൽ ഈ പിശാച് ബാധയുടെ പിന്നിൽ നടക്കുന്ന പ്രവർത്തനം. പക്ഷെ അത് ബാധിക്കൂല എന്നല്ല, അല്ലെങ്കിൽ ബാധിക്കും, പക്ഷെ ബാധിക്കുന്നത് ഉണ്ടാകാനുള്ള ഡോറ് ഇതാണ്. മനസ്സിലായി. യെസ്, എനിത്തിങ് മോർ? നെഗറ്റീവ് എമോഷൻസ് ഇവരെ മാറ്റാൻ അവർ തന്നെ ശ്രമിക്കാതെ നമുക്ക് ശ്രമിക്കാൻ പറ്റുമോ? ഇല്ല, അവര് ശ്രമിക്കാതെ നമുക്ക് ശ്രമിക്കാൻ പറ്റില്ല. പക്ഷെ അവര് ശ്രമിക്കാതെ നമുക്ക് ശ്രമിക്കാൻ പറ്റും. അവരെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കണ്ടിന്യൂസ് ഇൻഫർമേഷൻസ് കൊടുത്ത് അവരെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. പിന്നെ ഒരു 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 ഉദാഹരണം ഞാൻ പറയാം. പിന്നെ ഒരു പെൺകുട്ടി, ഷി വാസ് സ്റ്റഡിങ് ഫോർ സ്റ്റാൻഡേർഡ് അക്കൗണ്ടൻസി. അവള് മാരേജിനോട് ടോട്ടലി നെഗറ്റീവ്, നോ, ഒരിക്കലും ഞാൻ മാരേജിന് വേണ്ട. അപ്പൊ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പ്രത്യേകിച്ച് കാരണം, പക്ഷെ എന്തിനാ മാരേജ്, എന്റെ ഉമ്മയെ പോലെ ആവാനല്ലേ എന്നാണ്. അപ്പൊ ഉമ്മയൊക്കെ കണ്ട് മെയിൻ വിഷയം ഉമ്മ നല്ല ഒരു ഉമ്മാനനുസരിക്കുന്ന മകനാണ് ഇവളുടെ വാപ്പ. ദാറ്റ് മീൻസ് ഈ ഉമ്മാന്റെ ഭർത്താവ്, ഈ കുട്ടിയുടെ ഉപ്പ. ഉമ്മയാണെങ്കിലോ പഴയ ഒരു സംഭവമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഉമ്മാന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കരച്ചിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ കുട്ടിക്ക് പിന്നെ കല്യാണത്തോട് ടോട്ടലി ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഈ കുട്ടിയെ നമ്മൾ കല്യാണത്തിന് നിർബന്ധിക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അവൾ അനുവദിക്കൂല. ഷി വിൽ നോട്ട് കോപ്പറേറ്റ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഞാൻ അവൾക്ക് അതല്ല, അതാണ് ട്രാൻസ്പേഴ്സണൽ കൗൺസിലിന്റെ പ്രത്യേകത. ഞാൻ അവൾക്ക് ചെയ്തു കൊടുത്തത് സംസാരിച്ചുകൊണ്ടേയിരുന്നു. സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്ന് മാത്രമല്ല, അവളുടെ ഉള്ളിൽ ആറ്റിറ്റ്യൂഡ് മാറി. അവൾക്ക് അറിയില്ല അവളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയത്. അങ്ങനെ അവൾക്ക് പ്രപ്പോസൽസ് വന്നു. ഐ ഡോണ്ട് നോ, സംബഡി ഈസ് പ്ലേയിങ് ഓൺ ദിസ് തിങ്. പിന്നെ ആരോ സ്ക്രീനിൽ കളിക്കുന്നുണ്ടോ? പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഈ കുട്ടിയോട് സംസാരിച്ച അവളുടെ ആറ്റിറ്റ്യൂഡ് മാറി എന്ന് മാത്രമല്ല, പിന്നെ വന്ന പ്രപ്പോസൽസിന് കുട്ടി അംഗീകരിക്കുകയാണ്, അനുവദിക്കുകയാണ്. അങ്ങനെ അനുവദിച്ചു. കല്യാണം കഴിഞ്ഞു. അവൾ കല്യാണം ഫിക്സ് ചെയ്തിട്ട് ആദ്യമായിട്ട് ശ്രമിച്ചത് തന്നെയാണ്. കല്യാണത്തിന് അന്ന് രാവിലും ഉസ്താദേ നിങ്ങൾ വരില്ല എന്ന് ചോദിച്ചിട്ട് എനിക്ക് ലെറ്റർ പിന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു മോളെ വരാൻ കഴിയില്ല, ഞാൻ ഉണ്ടെന്ന് സങ്കല്പിച്ചോ. പിന്നെ അവൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 1 or 2 weeks, 1 month കഴിഞ്ഞിട്ട് ഈ മാരേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ലക്കാണ്, ഇത്രയും വലിയൊരു ബ്ലെസ്സിങ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് മാറ്റം ആളുകളിൽ വരുത്താം. എങ്ങനെ? അപ്പം അവരോട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നുകൊണ്ട് ചെയ്യാം. ചിലപ്പം ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതിന് സഹകരിക്കൂല. ഇപ്പൊ റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട, അദ്ദേഹത്തിനോട് കൂടി ഇരുന്ന് സംസാരിക്കേണ്ട, ഭർത്താവിനോട് സംസാരിക്കേണ്ട എന്ന് തന്നെ പറഞ്ഞാലും. കാരണം അത്തരം കേസിൽ നമുക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഡിഫറെന്റ് അപ്രോച്ചസ് വി ഹാവ് ടു ടേക്ക് ഇറ്റ്. യെസ്, ഇനിയുണ്ട്? എനിബഡി എൽസ്? ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനത്തിനൊക്കെ അഡിക്ഷൻ ആയവരെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുക? യാ, മദ്യത്തിനും ഇതിനും അഡിക്റ്റനായ കേസുകൾ, അതുപോലെ ചിലപ്പം അൺവാണ്ടഡ് ആയിട്ട് റിലേഷൻഷിപ്പ്, പ്രേമത്തിലൊക്കെ എത്തിപ്പെട്ട കേസ്. ഇവിടെ അടുത്തൊരു കേസ് ഞാൻ ഇപ്പൊ സോൾവ് ചെയ്തു, അൽഹംദുലില്ലാ. കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി വിടാൻ തയ്യാറല്ല. പെൺകുട്ടിയാണ്, വിടാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞു മോളെ നിന്റെ പെർമിഷൻ ഇല്ലാതെ അങ്കിൾ എന്ത് ചെയ്യില്ല, ഇതൊന്നും റിമൂവ് ചെയ്ത് തരില്ല. അങ്ങനെ കുട്ടി 2 days ഞാൻ കൊടുത്ത്. മോള് ചിന്തിച്ചു, എന്നോട് പറഞ്ഞു എനിക്കിത് മനസ്സിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയ തിരക്കേടില്ല എന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ ആ കുട്ടിയോട് എന്ത് ചെയ്തു, ഞാൻ തെറാപ്യൂട്ടിക് സെഷൻസിലൂടെ സംസാരിച്ച് അവിടെ ഒന്നുമല്ല. സംസാരിക്കുമ്പോൾ ലവ് മാരേജിന്റെ ഫെയിൽഡ് ആയ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു കൊടുത്താൽ മതി. ലവ് മാരേജ് ഫെയിലായ കുറെ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ക്ലയൻസിന്റെ എക്സ്പീരിയൻസസ്. അതാണ് ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത. അള്ളാഹ് ഖുർആനിലുടനീളം ചരിത്രം പറയാനുള്ള കാരണം എന്താ? കാരണം ചരിത്രം നടന്ന സംഭവമാണ്, റിയാലിറ്റിയാണ്. റിയാലിറ്റിക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാവും. സോ റിയാലിറ്റി വിൽ ഹാവ് എക്സിസ്റ്റൻസ്. അതുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ സാങ്കല്പിക എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഉള്ളിൽ ലവ് മാരേജിനോട് ഒരു അനിഷ്ടം വന്ന് കിടക്കും. ഇതുപോലെ തന്നെ ഈ അഡിക്ഷൻസ്, ആൽക്കഹോളിക് അഡിക്ഷൻസോ ഡ്രഗ്സിനോ ഒക്കെ ആ ഒരു തരത്തിൽ തെറാപ്യൂട്ടിക് സെഷൻസ് കൊടുക്കേണ്ടി വരും. പ്ലസ് അത് മാത്രം മതിയാവില്ല, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇസ് എ മസ്റ്റ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആക്കുക മസ്റ്റാണ്. അത് അവര് മാറ്റിയെടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സംഗതികൾ കൊടുത്ത് അവർ ശരിയാക്കി എടുക്കാനേ പറ്റും.
അതെങ്ങനെ ഉദ്ദേശിച്ചത്? മെഡിസിൻ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും? മെഡിസിന് വേണ്ടി വരും. അവർ ഡി അഡിക്ഷൻ സെന്ററിൽ പോയാൽ ഒരു ഉണ്ടാവുന്ന വെച്ചാൽ ഡി അഡിക്ഷൻ തൽക്കാലം ആ സമയത്ത് അവർക്ക് ഇത് കിട്ടൂലെന്നേ ഉള്ളൂ. പക്ഷെ അവിടുന്ന് ഇതിലേറെ വലിയ ഇതിന് അഡിക്റ്റ് ആയ ആളുകളുടെ എമോഷണൽ ട്രാൻസ്ഫറൻസ് കൊണ്ട് അവർ തിരിച്ചു വരിക. അവിടെ പോയിട്ട് കുറെ ആളുകളുടെ കൂടെ 2 മാസം 3 മാസം കഴിയുമ്പോൾ അവിടെ ഉള്ള ആളുകളുടെ കുറെ എമോഷണൽ ട്രാൻസ്ഫറൻസും കൊണ്ടാണ് അവർ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് തിരിച്ചു വരിക. അതുകൊണ്ട് പിന്നെ ഡിയക്ഷൻ സെന്ററിൽ വന്നാൽ പിന്നെ ഇത് പൂർവാധിക ശക്തിയോട് വർദ്ധിക്കലാണ്. പിന്നെ അവരോട് സംസാരിച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മരുന്ന് ഒരു പക്ഷേ ആവശ്യം ഉണ്ടാവും, ഉണ്ടെങ്കിൽ ചെയ്യണം. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ മെഡിസിൻസ് അവരുമായിട്ട് നമ്മൾ ഒരു നല്ല ബന്ധം, അവർ ഏത് മരുന്നാണ് കൊടുക്കുന്നത്, കൊടുത്ത മരുന്ന് എത്രയായി, അതിന് ഫലം കാണുന്നുണ്ടോ, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യണം. അപ്പൊ ഞാൻ പല കേസിലും റിവ്യൂ ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സിന് ലെറ്റർ കൊടുത്തിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഇത്രയും കൂടുതൽ കൗൺസിൽ ചെയ്തുകൊണ്ടാണ് നമുക്കിത് റിവ്യൂ, പിന്നെ ദാറ്റ് മീൻസ് റിവ്യൂ നന്നായി എന്ന് പറഞ്ഞ് അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് അകത്തും പുറത്തുള്ള എനിക്കറിയാം. ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ നമ്മൾ റിവ്യൂ കൊടുത്തിട്ട് ഡോക്ടേഴ്സ് മരുന്ന് മാറ്റി കൊടുത്ത് എനിക്കറിയാം. അപ്പോൾ പറഞ്ഞു വെച്ചാൽ നമ്മൾ അതും കൂടെ കെയർ ചെയ്യും. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നാൽ ചിലപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എക്സർസൈസ് പാറ്റേൺ മാറ്റണം. അവിടെ എക്സസൈസ് ഉണ്ടായിരിക്കില്ല, അധികം ആൾക്കാർക്ക് എക്സർസൈസ് തുടങ്ങി നിൽക്കേണ്ടി വരും. അപ്പോൾ എക്സസൈസ് പിന്നെ ഏതെങ്കിലും പുസ്തകം വായിപ്പിച്ച് തുടങ്ങാം, അതുപോലെ മാത്തമാറ്റിക്സ് ചെയ്യിപ്പിച്ച് തുടങ്ങാം, പിന്നെ എന്തെങ്കിലും ചില്ലറ ടാസ്ക് തുടങ്ങാം. പിന്നെ ഇവരുടെ ഹോബീസ് വേറെ എന്തൊക്കെയാണ്, നമുക്ക് ഇവർക്ക് അനുവദിച്ച കുറെ ഹോബീസ് ഉണ്ടാവും. ആ ഹോബീസ് എന്താ നോക്കിയിട്ട് അങ്ങനത്തെ വർക്കുകൾ കൊടുക്കുക, ഹോബീസ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിലൂടെ, ടൈം മാനേജ്മെന്റിലൂടെ ആൻഡ് കണക്ഷൻസ്, അവർക്ക് നമ്മൾ റാപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കണം, അവർക്ക് നമ്മളൊരു കോൺഫിഡൻസ് കിട്ടണം. അങ്ങനെയൊക്കെ ഇത് കിട്ടും. ചിലപ്പം എന്നാലും ഒഴിഞ്ഞു പോകുന്ന കേസസ് ഉണ്ടാവും, കാരണം അത്രയും പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഈ സിന്തറ്റിക് സാധനമുള്ളൂ. ഇപ്പം ഡ്രഗ്സിനെ സംബന്ധിച്ച് സിന്തറ്റിക് സാധനം ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ കുറച്ച് പാടാ. നമ്മളെ 2 PG അറിയില്ല, ഏത് PG, MA, MD, MDMA, MDMA അതൊക്കെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സാധനം. അപ്പം യെസ്, ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ തെറാപ്യൂട്ടിക് സെഷൻസിലൂടെ. പിന്നെ എന്താ പറയാ, മെന്ററിങ്, ട്യൂട്ടറിങ്, അവരെ റീബിൽഡ് ചെയ്തെടുക്കുന്നതിലൂടെയാണ് കിട്ടുക. പക്ഷെ അവര് ഇതിന് കുറ്റസമ്മതം സമ്മതിക്കൂലല്ലോ. അവര് സമ്മതിക്കുന്ന ചിലര് സമ്മതിക്കും, ചിലർ സമ്മതിക്കൂല, ചില സമയത്ത് സമ്മതിക്കും. ഇനി വേറെയുണ്ട്, സമ്മതിക്കാത്തൊരു കേസിൽ വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാല്, ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ സമ്മതിക്കാത്ത ആളുകൾക്ക് ഇത്രയും കൂടുതൽ നെഗറ്റിവിറ്റി വരുവാനുള്ള കാരണം ആരിൽ നിന്നാണ് എന്ന് കണ്ടെടുത്തിട്ട് അവരെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. അങ്ങനെ ചിലത് കിട്ടിയിട്ടുണ്ട്. അതിൽ അത്തരം കേസിൽ ഉമ്മാക്കും ഉപ്പാക്കോ ട്രെയിനിങ് ക്ലാസ്സസ് കൊടുത്തത്, ആ ഉമ്മയും ഉപ്പയും ഉണ്ടാകുന്ന കുറെ ഡിസ്ഫങ്ഷൻസ് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മക്കളെ അപ്രോച്ച് ചെയ്ത കേസ് ഉണ്ടായിട്ടുണ്ട്. ചില കേസിൽ മക്കളെ അപ്രോച്ച് ചെയ്യാൻ കിട്ടുകയില്ല. ഇപ്പോൾ ഇവിടെ അടുത്ത കേസ് സോൾവ് ചെയ്ത് മകനെ അപ്രോച്ച് ചെയ്യാൻ കിട്ടുന്നതിന് മുമ്പ് 3 സെഷൻസ് ഉമ്മയിൽ നടത്തിയെന്ന് മാത്രമല്ല, ഉപ്പയിൽ അതിന് പറ്റുന്ന വോയിസ് എല്ലാം കൊടുത്തിട്ട് ഉമ്മയിലും ഉപ്പയിലും ഒരു മാറ്റം, അവരെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വരുത്തിയതിന് ശേഷമാണ് മകനെ നമുക്ക് മുമ്പിൽ കിട്ടിയത്. മകന്റെ ഇപ്പോൾ ഏറെക്കുറെ മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഫാദർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് കുറെ പ്രായമായ ആളുകളൊക്കെയാണ് അങ്ങനത്തെവരൊക്കെ മാറ്റാൻ അങ്ങനെയാകുമ്പം അത് ബുദ്ധിമുട്ടല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ അങ്ങനെയാകുമ്പോൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അത് പ്രത്യേകിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്പിരിച്വാലിറ്റിയുടെ ഇപ്പം ഡി അഡിക്ഷൻ സെന്റർ ഇപ്പം എനിക്കറിയാം, മൗലാനിയിലൊക്കെ ഉണ്ട്. അത് അവിടെ ക്ലാസ്സും ഇത് കൊടുക്കണോല് സൈക്കോളജിസ്റ്റുമാരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ മൊത്തത്തിൽ നിസ്കരിപ്പിക്കുന്ന ടീമാണുള്ളത്. അറബി കോളേജിൽ വെറുമ്പാക്ക് കൊടുത്ത് നടത്തിയ ആൾക്കാർ അപ്പോൾ കുറെ നിസ്കരിപ്പിച്ച് ആ ഒരു ഇതിലിങ്ങനെ ഒരു നിസ്കാരം കഴിയുമ്പോൾ ക്ലാസ്, അടുത്ത നിസ്കാരം കഴിഞ്ഞാൽ വേറെ ക്ലാസ്, ഒരു 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 സ്വയം കൊടുക്കാത്ത ക്ലാസ് ആകുമ്പോൾ അവരങ്ങനെ ഇരുന്ന് കൊടുക്കും. അവിടുന്ന് പുറത്തു വന്നാൽ വീണ്ടും അത് തന്നെ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ, പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു സ്പിരിച്വൽ സപ്രഷൻ നടത്തും. ഇത്തരം കാര്യങ്ങൾ സ്പിരിച്വൽ സപ്രഷൻസ് നടത്തുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതൊന്നും കൂടുതൽ നീണ്ടു നിൽക്കൂല. ഇപ്പൊ ചിലര് ജമാഅത്തിന് പോകാൻ, തബ്ലീഗ് ജമാഅത്തിന് പോകാന്നൊക്കെ പറഞ്ഞ് 3-4 മാസമൊക്കെ ആയിട്ട് പോകും. തിരിച്ചു വന്നാൽ വീണ്ടും അവരുടെ ഫോൺ അഡിക്ഷനും ഇതൊക്കെ വീണ്ടും തല ബുക്ക് ചെയ്ത് അവരെന്നെ പറഞ്ഞ കേസസ് എത്രയോ ഉണ്ട്. അപ്പം എല്ലാ കേസും ഇതാക്കാൻ പറ്റൂല, പക്ഷെ ഇത് ഡിപ്പെൻസ്. ഇൻഷാ അല്ലാഹ്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഉള്ള കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും ആ കുടുംബിനികൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും യെസ്, കുടുംബിനികൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഇത്തരം കുടുംബിനികൾ സഹകരിച്ചാൽ അവർക്ക് അവരുടെ ലൈഫിനെ പേഴ്സണാലിറ്റി റീഫ്രെയിം ചെയ്ത് ഈ ഹസ്ബൻഡോ അല്ലെങ്കിൽ ആങ്ങളെയോ ഭർത്താവോ ആരോ അവരുടെ ഡിസ്ഫങ്ഷൻ തന്നെ ഏൽക്കാത്ത വിധം, തന്നെ ഉള്ളിലേൽക്കാത്ത വിധം അവർക്ക് പ്രൊട്ടക്ട് ചെയ്തെടുക്കാം ഉള്ള ഇത് കൊടുക്കാം, ബൗണ്ടറി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവരുടെ കൂടെ ജീവിച്ചു പോകുന്നു, വേറെ മാർഗമൊന്നുമില്ല. പക്ഷെ അവരുടെ നെഗറ്റിവിറ്റി ഒക്കെ കൂടെ ഇവളെ ജീവിതവും തകർക്കാത്തടത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും.
അതുവരെ സഹകരിച്ച് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഇൻഷാല്ലാ. Anybody else? Nobody? ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. സോ അഗെയിൻ ഐ എം ടെല്ലിങ് യു, ആഴ്ചയിൽ 3 ക്ലാസ് ആണ്. FMW ഫ്രൈഡേ, മൺഡേ, വെനസ്ഡേ. 6 ക്ലാസ്സസ് ഫ്രീ ആണ്. പിന്നെ 6 ക്ലാസ്സിന് 500 രൂപയുള്ളൂ. പിന്നെ 6 ക്ലാസ്സിന് 1000 രൂപയുള്ളൂ. പിന്നെ 6 ക്ലാസ്സിന് 1500 രൂപയുള്ളൂ. യെസ്, അതുകൊണ്ട് ഈ ഇത്രയും ഭാഗം എടുത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് നടക്കും. അത് മാത്രമല്ല സൈക്കോളജിക്കൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് പോകാനുള്ള ടൂൾസുകൾ ഞാൻ ഇതിൽ പഠിപ്പിച്ചു തരും. പിന്നെ നിങ്ങളുടെ കെയർ ഓഫിൽ 3 പേര് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനോട് റെഫറൻസ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫീസ് അത്ര ആളുകളുടെ ഫീസ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തരും. പിന്നെ ഇൻഷാല്ല ഒരു മൊത്തം 4 മാസം ഉണ്ടായിരിക്കും. ഇതിന്റെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ആ റെക്കോർഡഡ് വീഡിയോസ് എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കൊടുക്കുക, യൂട്യൂബിൽ ഇടില്ല, എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കൊടുക്കും. അത് നിങ്ങൾക്ക് അഡ്രസ്സ് തരാം. ദാറ്റ് മീൻസ് എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ മെമ്പർ ആയിക്കൊള്ളുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഈസിയാവും. ഞാൻ ഗ്രൂപ്പിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുമല്ലോ. അതിൻ്റെ ഒരു പേഴ്സണൽ ഗ്രൂപ്പാണ്, അതിൽ ഞാൻ തന്നെയുള്ളൂ അഡ്മിൻ. ഞാൻ പോസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ PM അയക്കുന്നു. അതാണ് സൗകര്യം. മറ്റേ ഈ തർക്കം കുതർക്കം നിൽക്കൂല, മനസ്സിലായില്ലേ? അപ്പോൾ അത് സുഖമായിട്ട് നടത്തി പോകുന്ന സംഗതിയാണ്. ഓൾറൈറ്റ്, ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈറാക്കി തരട്ടെ. ബാറക്കല്ലാ. പങ്കെടുത്തതിനും അൽഹംദുലില്ലാ. എല്ലാ താങ്ക് യു വെരി മച്ച്. ഇൻഷാ അല്ലാഹ്. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ PM വിട്ടോളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓൾ ഓഫ് യു ഗുഡ് നൈറ്റ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.